Hi students, we will do exam in physics question discussion. But directly questions first one. The dimensions m, l minus 1, t minus 2 may corresponds to. But dimensional formula is quantity question. Work done by a force. So work done the dimension m. Work done dimension m, l2, t minus 2 ആണ്. അപ്പോൾ അതല്ല ആൻസർ. അപ്പോൾ തെറ്റാണ്. ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം ആരാണ്? ദാറ്റ് ഈസ് ലീനിയർ മൊമെന്റം p is equal to mv ആണ്. ദാസ് ഈക്വൽ ഡയമെൻഷൻ m l t minus 1 വരും അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. അതല്ല. പ്രഷർ. നമുക്കറിയാം പ്രഷർ is equal to force by area ആണല്ലേ? ഇപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ mlt minus 2 വരും. divided by area dimension L square വരും. സോൾവ് ചെയ്താൽ m l minus 1 t minus 2 വരും. ഇപ്പോൾ പ്രഷർ ഓക്കെ ആണ്, പ്രഷർ കറക്റ്റ് ആണ്. പിന്നെ ഒരു ടേമും കൂടി ഉണ്ട്, എനർജി പെർ യൂണിറ്റ് വോളിയം. എനർജിയുടെ ഡയമെൻഷൻ ml2t minus 2 ആണ്. ബൈ വോളിയം L ക്യൂബ് ആണ്. അപ്പം അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വരും? m l minus 1 t minus 2 വരും. അപ്പം ആൻസർ സിയും ഡിയുമാണ്. അപ്പോൾ സിയും ഡിയും ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, ബൈ ആഡിങ് 2 ഫോഴ്സസ് 8 ന്യൂട്ടൺ. 2 ഫോഴ്സുകളാണ്. അപ്പോൾ ഇത് F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്, ഇത് F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. വി ഗെറ്റ്, നമുക്ക് 2 ഫോഴ്സുകൾ റിസൾട്ടന്റുകൾ ആഡ് ചെയ്യുമ്പോൾ ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് F1 പ്ലസ് F2 2 മാഗ്നിറ്റ്യൂഡുകളുടെ സമ്മിനേക്കാൾ കുറവോ ഈക്വലോ ആകണം. അവ തമ്മിലുള്ള ഡിഫറൻസിന് കൂടുതലോ ഈക്വലോ ആവണം. ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ 2 ഫോഴ്സുകൾ 8, 6 ഫോഴ്സ് ആണ്, വെക്ടർ ആണ്. വെക്ടറിന്റെ റേഞ്ച് കൺസെപ്റ്റ് ഇതാണ്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് വാല്യൂ അവർ ഡിഫറൻസിനേക്കാൾ ഈക്വലോ കൂടുതലോ. അപ്പൊ ഡിഫറൻസ് എത്രയാ? 2. അപ്പൊ 2 ഈക്വലോ കൂടുതലോ ആവണം. ആൻഡ് F1 പ്ലസ് F2 14 ആണ്. 14 കുറവോ ഈക്വലോ ആവണം. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ 2 ന്യൂട്ടൺ ആൻഡ് 14 ന്യൂട്ടൺ എന്ന് വരും. ഹിയർ ഇറ്റ് ഈസ്. 2 14 ആവാം, ബിറ്റ്വീൻ 2 and 14 ആവാം. അപ്പോൾ ആൻസർ ഇതാണ്. ബിക്കോസ് ഓഫ് വെക്ടർ ക്വാണ്ടിറ്റി അഡീഷന്റെ കേസ് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ആൻസർ. നെക്സ്റ്റ് വൺ. എ ബലൂൺ ഓഫ് മാസ് m1 ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 3v. ഇത് m1, ഇത് 3v ആണ്. നമുക്ക് ഇയാൾ u1 എന്ന് വിളിക്കാം തൽക്കാലം. u1. It collides head on with a stationary ball of m2. അപ്പോൾ m2 റെസ്റ്റ് ആണ്, u2 0 ആണ്, സ്റ്റേഷനറി. The velocity of both the balls become v after collision. Both the balls become v. 2 ബോളും ആഫ്റ്റർ കൊളീഷൻ ഒരേ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ വിളിക്കാം അല്ലേ? ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഫ്റ്റർ ദാറ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് മൂവ് ചെയ്യുന്ന ഐഡിയ ആണ് ഇവിടെ കോമൺ വെലോസിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് ദ റേഷ്യോ m2 by m1 മാസിന്റെ റേഷ്യോ ആണ്. അപ്പോൾ ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് ആണ് അല്ലേ? മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ m1 u1 പ്ലസ് m2 u2 ഇസ് ഈക്വൽ ടു ആഫ്റ്റർ ദ രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് കൊണ്ട് അത് m1 പ്ലസ് m2 ഇൻറ്റു v കോമൺ വെലോസിറ്റി എന്ന് വിളിക്കാം. അതാണ് മൊമെന്റം കൺസർവേഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. m1 തന്നെയാണ്, u1 3v ആണ്, പ്ലസ് u2 0 ആണ്, ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v വരും. ഇപ്പം m1 പ്ലസ് m2 ഇൻറ്റു v എന്ന് വരും. ശരിയല്ലേ? ഇവിടെ 2 vയും ക്യാൻസൽ ആവും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ 3m1 ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2. ദാറ്റ് ഈസ് 2m1 ഇസ് ഈക്വൽ ടു m2. അപ്പോൾ m2 ബൈ m1 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. പാൻ തേർഡ് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ സെക്കൻഡ് 2 വരും. ശരിയല്ലേ? നെക്സ്റ്റ് വൺ. There is no change in the volume of a wire due to the change in its length on stretching. വോളിയത്തിന് ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് ലെങ്ത് ഓൺ സ്ട്രെച്ചിങ്, സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണ്. ദ പോയ്സൺസ് റേഷ്യോ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ. നമുക്കറിയാം എന്താ പോയ്സൺസ് റേഷ്യോ? പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ റേഡിയസ് ഓർ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഹിയർ ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ ഓർത്തോളണം, സിഗ്മ പോയ്സൺസ് റേഷ്യോ ആണ്. ഇപ്പോൾ പോയ്സൺ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഒരു വയർ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് സംഭവിക്കും, അവിടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഏരിയ ഡിക്രീസ് ചെയ്യും. കാരണം വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഏരിയ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡയമീറ്റർ കുറയും,
റേഡിയസ് കുറയും. അങ്ങനെയാണ് സിഗ്മ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഡയമീറ്റർ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് എന്ന് വരും. ഇതാണ് പോയിസൺസ് റേഷ്യോന്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് വോളിയത്തിന് ചേഞ്ച് ഇല്ല. നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ ആരാണ്? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പൊ വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആണെങ്കിൽ നമുക്കിവിടെ വി ഇസ് ഈക്വൽ ടു ഏരിയക്ക് എന്ത് കൊടുക്കാം? പൈ ഡയമീറ്ററിന്റെ ടേമില് d²/4 ഇൻറ്റു ലെങ്ത് എൽ എന്ന് വിളിക്കാം. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം അല്ലെങ്കിൽ എറർ എടുത്താൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇസ് ഈക്വൽ ടു π/4 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2 ടൈംസ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് വരും. നമ്മൾ ഓൾറെഡി യൂണിസം മെഷർമെന്റ്സിൽ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്, എറേഴ്സിന്റെ കൺസെപ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം ആരാ? 0 ആണ്. ഈ ക്വാണ്ടിറ്റി 0 ആണ്. അങ്ങനെയെങ്കിൽ 2 ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു -1/2. ഇവിടെയുള്ള മൈനസിന് എൽ എച്ചിൽ കൊണ്ടുവന്നാൽ ഹിയർ ഇസ് ഇക്വേഷൻ ഫോർ പോയിസൺസ് റേഷ്യോ. മൈനസ് ഡെൽറ്റ ഡി ബൈ ഡി ഡെൽറ്റ എൽ ബൈ എൽ സിഗ്മ 1/2 വരും. ആൻസർ ഈസ് +1/2. സെക്കൻഡ് ഓപ്ഷൻ വരും. യെസ്. ഫിഫ്ത്ത് വൺ, the work done in increasing the size of the soap film from initial area എന്നിട്ടുണ്ടല്ലേ, ഇനീഷ്യൽ ഏരിയ ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ 60 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ വരും. ആൻഡ് ടു ഫൈനൽ ഏരിയ ഫൈനൽ ഇസ് ഈക്വൽ ടു 110 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ഈസ് ആ വർക്ക് വന്നിട്ടുണ്ട്. ദ സർഫസ് ടെൻഷൻ ഫോർ ദ ഫിലിം ഈസ്, ഏരിയക്ക് ചേഞ്ച് വരുത്താൻ. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ് സോഫ്റ്റ് ഫിലിം. ഇപ്പം 2 സർഫസ് ഏരിയ വരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു 2 ടൈംസ് ചേഞ്ച് ഇൻ ഏരിയ എടുക്കണം ഇൻ ദ കേസ് ഓഫ് സോഫ്റ്റ് ഫിലിം. അല്ലെങ്കിൽ ജനറൽ കേസിൽ S ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ തന്നിട്ടുണ്ട്, അത് 3 ഇൻറ്റു 10⁻⁻⁴ ഇസ് ഈക്വൽ ടു S ഇൻറ്റു 2 ടൈംസ് ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ തന്നെ 50 ഇൻറ്റു 10⁻⁻⁴ വരും. 2 ടൈംസ് എടുക്കണം. അപ്പം അത് 100 ഇൻറ്റു 10⁻⁻⁴ വരും. അപ്പം എസിൻ്റെ വാല്യൂ 3 ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡഡ് ബൈ 10⁻⁻². ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁻² വരും. അപ്പം ആൻസർ ഇസ് 3 ഇൻറ്റു 10⁻⁻² എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ? യെസ്. സിക്സ്ത് വൺ, the molar heat capacity of a monoatomic ideal gas. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, monoatomic ideal gas undergoing the process PV raised to half is equal to constant. PV raised to half is equal to constant. ഇങ്ങനെ റിലേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സിനുണ്ടോ? ഇല്ല. മീൻസ് this is the form of PV raised to n is equal to constant, where n is equal to 1/2 is called polytropic process. പോളിട്രോപ്പിക് പ്രോസസ് ആണ്. പോളിട്രോപ്പിക് പ്രോസസ്. ക്ലിയർ? ഇപ്പൊ പോളിട്രോപ്പിക് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിട്രോപ്പിക് പ്രോസസ്സിന്റെ കേസിൽ C, ദാറ്റ് ഈസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി is equal to R divided by gamma minus 1 plus R divided by 1 minus n എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഡയറക്ട്ലി നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് equal to R divided by മോണോട്ടോമിക്കിന്റെ ഗാമ 5/3 ആണ്, -1 പ്ലസ് R divided by 1 minus n വാല്യൂ പോളിട്രോപ്പിക്കിൽ 1/2 ആണ്. അത് സോൾവ് ചെയ്ത് നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 7R/2 എന്നുള്ള തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ, an ideal Carnot engine works between 227 degree, 227 and 57 ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയതും കുറഞ്ഞതും നോക്കണം അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയതാണ് സോഴ്സ്, അത് T1 ആണ്. അപ്പോൾ T1 is equal to 227 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 ആണ്. അതിൽ T2 സിങ്ക് ടെമ്പറേച്ചറും T1 സോഴ്സ് ടെമ്പറേച്ചറും ആണ്. അങ്ങനെയാണ് T1 is equal to 227 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഷുഡ് ബി ഇൻ കെൽവിൻ ആയിരിക്കണം. ഇപ്പോൾ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ 273 അതിനോട് ആഡ് ചെയ്യണം. 273 ആഡ് ചെയ്യുമ്പോൾ 500 കെൽവിൻ വരും.
സിമിലർ T2 എന്ന് പറയുന്ന സെക്കൻഡ് സിങ്ക് ടെമ്പറേച്ചർ ആണ്, അത് 57 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിലേക്ക് മാറ്റണം. അത് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 330 വരും അല്ലേ, 330 കെൽവിൻ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് T2 330 ഡിവൈഡഡ് ബൈ 500. ശരിയല്ലേ? അത് ഓൾമോസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 34. സെക്കൻഡ് ഓപ്ഷൻ ആണ് 34% എന്നുള്ള ആൻസർ വരും. ഇപ്പൊ 7th വൺ ആൻസർ ഓപ്ഷൻ സെക്കൻഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്. A ray of light is incident normally on one of the face of the prism. ഇപ്പം again പ്രിസത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് പ്രിസം. ആ പ്രിസത്തിന്റെ കേസിൽ അപെക്സ് ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് ദ പ്രിസം ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 30 ഡിഗ്രി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു √2 ആണ്. അവിടെ ഫസ്റ്റ് സർഫസിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് നോർമലി ആണ്. അപ്പൊ നോർമലി തന്നെ പോയിട്ടായിരിക്കും സെക്കൻഡ് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 0 ആണ്. ഇതാണ് ഇവിടുത്തെ നോർമൽ. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2, അത് A ആവും. നമുക്കറിയാം, ബിക്കോസ് ഓഫ് എയുടെ വാല്യൂ R1 പ്ലസ് R2 ആണ്. അല്ല R1 0 ആണെങ്കിൽ A is equal to R2 വരും. R2ന്റെ വാല്യൂ A ആണ്, അത് 30 ഡിഗ്രി ആണ്. അപ്പൊ അവിടുന്ന് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യും. ഇപ്പൊ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ആ സമയത്ത് ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് എമർജൻസ്. അത് ആംഗിൾ ഓഫ് എമർജൻസ് ആണെങ്കിൽ ഡീവിയേഷൻ ആരാണ്? ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട ലൈറ്റ് ആണ് ഇവിടുന്ന്. അത് എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്തു? ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ആ ഡെൽറ്റ ഈസ് ഈക്വൽ ടു E മൈനസ് A ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ. ശരിയാണോ? അങ്ങനെയെങ്കിൽ നമുക്കിനി ഡീവിയേഷൻ കാണാൻ A അറിയാം, E കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ ഓഫ് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസി ഈസ് ഈക്വൽ ടു 1/n ആണ്. സെക്കൻഡ് മീഡിയത്തിൽ റിഫ്രാക്റ്റഡ് എയർ ആണ്, ഫസ്റ്റ് മീഡിയം ആണ് അവിടെ ആര്? പ്രിസം. അപ്പൊ സൈൻ R2 സൈൻ A കൊടുക്കാം. അപ്പൊ സൈൻ 30 ഡിവൈഡഡ് ബൈ സൈൻ E ഇസ് ഈക്വൽ ടു 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ E ഇസ് ഈക്വൽ ടു sin 30 1/2 into √2, that's equal to 1/√2. The freed value 45 degree ആണ്. Angle of emergence is equal to 45 degree വരും. Angle of emergence 45 ആണ്, angle of the prism 30 ആണ്. അപ്പോൾ deviation 15 വരും. Answer is 15 degree. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 വരും. ഏത് ക്വസ്റ്റ്യന്റെ 8th വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ 3rd ആണ്. It's clear? Yes, 9th one. When a string is divided into 3 segments of length, yes, length ആണ് ഉദ്ദേശിക്കുന്നത്, I1, I2 and I3 എന്നുള്ളൂ. L1, L2, L3 ആവാം. And the fundamental frequencies of these 3 segments are V1, V2 and V3 respectively. The original fundamental frequency of the string is. ടോട്ടൽ ഒരു വയറിനെ ഇപ്പൊ ലെങ്ത് L ആണെങ്കിൽ അയാൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ L1 പ്ലസ് L2 പ്ലസ് L3, അത് കുഴപ്പമൊന്നുമില്ല, ഡിനോഷൻ മാറിയതേ ഉള്ളൂ. I1 പ്ലസ് I2 പ്ലസ് I3 അത്രേ ഉള്ളൂ. നമുക്കറിയാം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് ഓഫ് ദീസ് 3 സെഗ്മെന്റ്സ്. നമുക്കറിയാം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/L ആണ്. അല്ലെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പൊ ഡയറക്റ്റ് ആൻസർ ആയി. ഇയാളുടെ ഇൻവേഴ്സ് എടുത്താൽ പ്രശ്നം തീർന്നില്ലേ? 1/n is equal to 1/n1 plus 1/n2 plus 1/n3. പക്ഷെ ഇവിടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അവർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് V ആയിട്ടാണ്. അപ്പൊ എന്നിന് പകരം V കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ എന്നിന് V കൊടുത്തു കഴിഞ്ഞാൽ 1/V is equal to 1/V1 plus 1/V2 plus 1/V3. ഇതാണ് അതിന്റെ ആൻസർ. ഇതൊക്കെ സിമ്പിൾ ഡയറക്ട്ലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. S10. Two beams of light having intensities I and 4i ആണ്. 1 ഉം 41 ഒന്നും വായിക്കരുത്. I and 4i നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Interference to produce a fringe pattern on a screen. ഇപ്പൊ രണ്ടും ഇന്റർഫറൻസ്ഡ് ആണ്. The phase difference between the beams is pi/2 at a point A and pi at a point B. The difference between the resultant intensities ആണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം സൂപ്പർപോസിഷൻ നടക്കുമ്പോൾ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് അറ്റ് ആൻ ആംഗിൾ phi is equal to I1 plus I2 plus
2 root I1 I2 cos phi എന്ന് പഠിച്ചിട്ടുണ്ടാവും. സൂപ്പർപോസിഷൻ നടക്കുമ്പോഴുള്ള ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ ആ കേസുകളും കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ അത് പറയുന്നത് അറ്റ് എ എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഫൈയുടെ വാല്യൂ π/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റൻസിറ്റി അറ്റ് π/2 is equal to I1ന്റെ വാല്യൂ 1 I ആണ്, π പ്ലസ് 4I പ്ലസ് 2 root of I 4I and cos π/2 0 വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ 5y എന്ന് വരികയല്ലേ, കാരണം തേർഡ് ടേം cos π/2 0 ആയിട്ട് പോയി. അറ്റ് ബിയില് ദ സെയിം കണ്ടീഷൻസ് കൊടുത്ത് സോൾവ് ചെയ്യുക. ഇപ്പൊ ഫൈയുടെ വാല്യൂ π ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് π ദാറ്റ് ഈസ് ഈക്വൽ ടു I പ്ലസ് 4I, ശരിയല്ലേ, 4I പ്ലസ് 2 root of 4I square and cos 180 minus 1 വരും അല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 2 root I 4I minus 1 cos 180 വരും. ദാറ്റ്സ് ഈക്വൽ ടു I പ്ലസ് 4I മൈനസ് ഒരു 4I വരും അല്ലേ. ഈ റൂട്ട് ഓഫ് 4I സ്ക്വയർ 2I വരും. ആ 2I into 2 4I into minus 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു I വരും. ഇപ്പൊ പൈ എന്ന് പറയുന്ന ആംഗിളിൽ ഇന്റൻസിറ്റി I ആണ്, ഇനീഷ്യലി 5y ആണ്. അപ്പൊ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ. ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 4I എന്നുള്ള ആൻസർ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ, യെസ് 11th. The electric potential at a space point is given by, ഇപ്പൊ V is given, V is equal to x square plus y square plus z square ആണ്. The modulus of the electric field at the point is proportional to, modulus means ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. നമുക്കറിയാം ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ അത് dV/dx ആണ്, അല്ലെങ്കിൽ dr ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൈനസ് വേണം ആക്ച്വലി, പക്ഷെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല, അത് dV/dr ആണ്. ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അതും പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ∂V/∂r ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എലോങ് എക്സ് ആക്സിസ്, ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതുന്നുള്ളൂ, ഇസ് ഈക്വൽ ടു ∂x ഓഫ് എക്സ് സ്ക്വയർ മാത്രം ചെയ്താൽ മതി, അത് 2x ആണ്. സിമിലർലി along y axis, that is ∂y of y square, that's equal to 2y. Similarly along z axis we got 2z എന്ന് വരും. അത് മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് വൈസ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ex സ്ക്വയർ പ്ലസ് ey സ്ക്വയർ പ്ലസ് ez സ്ക്വയർ ആണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, എല്ലാത്തിലും 2 കോമൺ ആണ്. ഇപ്പൊ 2 സ്ക്വയർ എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് 4 വെളിയിലേക്ക് വരും. ബാക്കി ex സ്ക്വയർ, യെസ് ex സ്ക്വയറിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ex സ്ക്വയറിന് വാല്യൂ കൊടുക്കുമ്പോൾ 2 വെളിയിൽ വന്ന് ബാക്കി x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ v അല്ലേ, v വരും. അപ്പം 2 ഓക്കെ ആണ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി ആണ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി ആണ്. അപ്പോൾ റൂട്ട് വി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, v raised to 1/2. നെക്സ്റ്റ് വൺ, the Barmer series of spectral lines of hydrogen atom, the ratio of the shortest to longest wavelength. So this is all Barmer series. Our equation 1/wavelength is equal to r into 1/n1 square minus 1/n2 square ആണ്. നമുക്ക് ജനറൽ ഇക്വേഷൻ ആയിട്ട് അറിയാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകതയുണ്ട്, ബാൾമർ സീരീസ് ആയതുകൊണ്ട് n1ന്റെ വാല്യൂ 2 ആണ്. ആൻഡ് n2 ക്യാൻ ബി വാരിങ് ഫ്രം 3 to infinity. That's it. n1 2 ആണ്, n3 3 to infinity, 3 to infinity വാരി ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഇവിടെ കണ്ടീഷൻ റേഷ്യോ ഓഫ് ദ ഷോർട്ടസ്റ്റ് ടു ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പൊ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആകുമ്പോൾ, ഇത് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, ഷോർട്ടസ്റ്റ് ആകുമ്പോൾ ഏതാണ്, n2ന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണ്. ലോങ്സ്റ്റ് വേവ് ലെങ്ത് വരുമ്പോൾ n2ന്റെ വാല്യൂ 3 ആണ്. ദാറ്റ്സ് ഇറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/വേവ് ലെങ്ത് ഷോർട്ടസ്റ്റ് എടുത്താൽ അത് r into 1/4 n1 സ്ക്വയർ 4 മൈനസ് ആൻഡ് n2 goes ഇൻഫിനിറ്റ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു r/4 എന്ന് വരും. സോ 1/4
longest L is equal to R into 1 by 4 minus 1 by 9 വരും. That's equal to ആരാണ്? That's equal to 5R divided by 36 എന്ന് വരും. ശരിയല്ലേ? 5R by 36 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് റേഷ്യോ ആണല്ലേ, ഷോർട്ടസ്റ്റ് ടു ലോങ്സ്റ്റ് ആണ്. അപ്പം 1 by this 1 by ഇത് ചെയ്താൽ മതി അല്ലേ, ഡിവൈഡ് ചെയ്താൽ ലാംഡ എസ് ബൈ ലാംഡ എൽ ഇസ് ഈക്വൽ ടു 5R by 36 ഇൻറ്റു 4 by 6 വരും. 6 വെട്ടും 4ഉം 36 9 ടൈംസ് പോകും. ആൻസർ ഈസ് 5:9 എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരും. ഇപ്പോൾ 12th വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. When a certain metallic surface is illuminated with a monochromatic light of wavelength lambda, the stopping potential for photoelectric current is found to be 3V0. And the stopping potential changed to V0 when the wavelength of incident light is doubled. The threshold wavelength of the metal is. So work function case ഒക്കെ നമുക്കറിയാം. വർക്ക് ഫംഗ്ഷൻ ആരാണ്? വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു HC ബൈ ലാംഡ നോട്ട് ആണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ടേമിനൽ ഇക്വേഷൻ V ഇസ് ഈക്വൽ ടു E മൈനസ് W ഡിവൈഡഡ് ബൈ E ആണ്. അപ്പൊ EV ഇസ് ഈക്വൽ ടു E മൈനസ് W ആണ്. അങ്ങനെ ഇവിടെ എനിക്ക് ഇക്വേഷൻസിനെ EV ഇസ് ഈക്വൽ ടു ആരാ? E, ദാറ്റ് ഇസ് HC ബൈ ലാംഡ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആരാ? HC ബൈ ലാംഡ നോട്ട്. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഡ്രൈവ് ചെയ്തെടുക്കുന്ന രീതിയൊക്കെ നമ്മൾ ഓൾറെഡി തിയറിറ്റിക്കലി പഠിച്ചതാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിയല്ലേ? ഇനി പറയുന്ന കണ്ടീഷൻസ് കൊടുത്തു വെച്ചാൽ മതി. എന്താ കണ്ടീഷൻ? വേവ് ലെങ്ത് ലാംഡ ആകുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് 3V0 ആണ്. അപ്പം 3EV0 ഇസ് ഈക്വൽ ടു HC ബൈ ലാംഡ മൈനസ് HC ബൈ ലാംഡ നോട്ട് വരും. സെക്കൻഡ് കേസിൽ EV0 എന്ന് മാത്രം മതി അല്ലേ, ആൻഡ് പൊട്ടൻഷ്യൽ ചേഞ്ച് ടു V0 ആണ്. അപ്പം ആ സമയത്ത് HC ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഡബിൾ ആണ് 2 ലാംഡ മൈനസ് HC ബൈ ലാംഡ നോട്ട് എന്ന് വരും. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ലാംഡ നോട്ട് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ 4 ലാംഡ എന്നുള്ള തേർഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പം ആൻസർ തേർഡ് ഓപ്ഷൻ വരും. ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ലാംഡ നോട്ട് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ക്ലിയർ? നെക്സ്റ്റ് വൺ. Yes, 14th. The phase difference between the electric field vector and magnetic field vector in electromagnetic waves. Direct theory ആണ്. Phase difference between electric field vector and magnetic field vector in electromagnetic wave 0 ആണ്. Yes, 15th. A compound microscope has 3 possible objective lenses, focal length f0 and 2 eyepieces of lenses, focal length fe. For maximum magnification, the objective and eyepiece should be chosen that. കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഐപീസിന്റെയും ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ആകുമ്പോൾ ജനറൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവും ഐപീസിന്റെ കൂടുതലായിരിക്കണം. പക്ഷെ കമ്പാരിറ്റീവിൽ രണ്ടുപേരും കുറവായിരിക്കണം എന്ന് പറയണം. കാരണം എൻസിആർ പറയുന്നുണ്ട് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ L/F0 ഇൻറ്റു D/Fe ആണ്. ഇതാണ് നോർമൽ സെറ്റിംഗ്സിലുള്ള മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ അറിയാം L ട്യൂബ് ലെങ്ത് ആണ്, D ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ്. ഇവിടെ F0 FEക്കും ഇൻവേഴ്സ് ആണ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ F0 കുറവും FE കുറവാണെങ്കിലേ മാഗ്നിഫിക്കേഷൻ കൂടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. ഫോർ മാക്സിമം മാഗ്നിഫിക്കേഷൻ ആണ് F0ഉം FEയും സ്മോളസ്റ്റ് അവൈലബിൾ ആയിട്ട് എടുക്കണം, എങ്കിലും മാഗ്നിഫിക്കേഷൻ കൂടുതൽ കിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. Next one is 16th. A resistance of 3 ohm draws current from a potential divider. The potential divider AB has a total resistance of 12 ohm as shown in figure. A voltage 24 volt is supplied to the potential divider. Find the voltage across the 3 ohm when the sliding contact is in the middle. അപ്പോൾ മിഡിൽ ആണെന്ന് പറഞ്ഞാൽ അടുത്ത് എന്താ? ഇത് മൊത്തം 12 ആണ്. മിഡിൽ ആയതുകൊണ്ട് ഇത് 6 ohm ആണ്, ഇത് 6 ohm ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ വോൾട്ടേജ് അക്രോസ് 3 ohm റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് അക്രോസ് 3 ohm റെസിസ്റ്റൻസ്. അപ്പൊ ഇത് എ, ഇത് സി. അപ്പൊ VAC എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ.
VAC. ഇനി സിമ്പിളായി VAC കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നാ, ഇവിടെ ഈ രണ്ടും കൂടി എഫക്റ്റീവ് 2 ohm ആയിട്ട് മാറും. 3ഉം 6ഉം പാരലൽ. ആ 2 6നോട് സീരീസ് ആയതുകൊണ്ട് R എഫക്റ്റീവിന്റെ വാല്യൂ 8 ohm ആണ്. എങ്കിൽ VAC കാണാൻ VAC is equal to total drop 24 by total effective 8 കറണ്ട് കിട്ടി into ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 6 വോൾട്ട് എന്നുള്ള ആൻസർ വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സെക്കൻഡ് ആണ്, ദാറ്റ് ഇസ് 6 വോൾട്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ. A wire of length L is bent at the midpoint in the form of a letter V. വയേഴ്സ് ബെൻഡ് ചെയ്തിട്ട് മിഡ് പോയിന്റ് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ V എന്ന് പറയുന്ന ലെറ്റർ ഫോർമാറ്റിലേക്ക് ആക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ ലെങ്ത് L ആയതുകൊണ്ട് ഇത് L/2 ആണ്, ഇത് L/2 ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്, ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻഡക്ഷൻ B such that the field of induction perpendicular to the plane of V ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്, അപ്പൊ തന്നെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F is equal to ILB sin theta. തീറ്റ ഇസ് എ ഫീൽഡും ലെങ്ത്തും, പക്ഷെ അവിടെ ബെൻഡിങ് ആണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, എൻഡിങ് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ കർവ്ഡ് ആണ്. ആക്ച്വലി കർവ്ഡ് കണ്ടക്ടറിന്റെ കേസിൽ എഫക്റ്റീവ് ലെങ്ത് എടുത്താൽ മതി. ഇതാണ് എഫക്റ്റീവ് ലെങ്ത്. ഇത് 60, ഈ സൈഡും സെയിം ആണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കണം. അപ്പൊ ഇത് 60 കഴിഞ്ഞാൽ ബാക്കി ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ 120 ആണ്. ഇത് രണ്ടും സെയിം കൂടി ആയിരിക്കണമെങ്കിൽ ഇതും 60 ആണ്, ഇതും 60 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇഫക്റ്റീവ് ലെങ്ത് L/2 ആവും. മാത്രമല്ല ലെങ്ത് എലമെന്റും ഫീൽഡും മേക്കുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ θ 90 ആണ്. അപ്പൊ θ 90. അങ്ങനെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു L/2 ലെങ്ത് ഇൻറ്റു B എന്ന് വരും. πLB/2. യെസ്, സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ILB/2 വരും. നെക്സ്റ്റ് വൺ. Which of the following is a dimensionless quantity? Dimensionless quantity. Relative velocity dimension ഉള്ളതാണ്. Relative density dimensionless ആണ്. Angular velocity dimension ഉള്ളതാണ്. Answer is 2. Dimensionless quantity, relative density directly പറിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. Next one. If energy E, volume V and time T are taken as a fundamental units, the dimensional formula of the force when? So force is proportional in terms of energy, E raised to A, in terms of volume, V raised to B, in terms of time, T raised to C. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സിന്റെ ഡയമെൻഷൻ ML/T-2 ആണ്. ശരിയല്ലേ? പ്രൊപ്പോർഷണൽ ടു എനർജി ML/T-2, the power is A. Volume L3, the power is B. And time T, the power C. That's it. പവർ ഇക്വേറ്റ് ചെയ്താൽ മതി. എമ്മിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ 1 is equal to A വരും. P is equal to 1 ആണ്. എല്ലിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ L 1 is equal to L, സോറി പവർ ഇക്വേഷൻ ആണ്. 1 is equal to ഇവിടെ 2A plus 3B എന്ന് വരും. സോൾവ് ചെയ്യണം A ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്താൽ -2 is equal to -2A plus C എന്ന് വരും. That's it. സോൾവ് ചെയ്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിക്കാം. എയും ബിയും സി കണ്ടുപിടിക്കുമ്പോൾ ആൻസർ കിട്ടിക്കോളും. A1 ആണ്, ബിയുടെ വാല്യൂ -1/3 ആണ്, ആൻഡ് സിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ വരും. ഈ B raised to -1/3, സിയുടെ വാല്യൂ 0, അപ്പൊ T raised to 0 വരും. നെക്സ്റ്റ് വൺ. A body when dropped freely from a certain height, ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുവാണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ ഇവിടെ എത്തും അല്ലെ? ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി V ആണ്. ആ V is equal to ആരെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം V is equal to U plus GT ആണ്. ഇപ്പൊ യുടെ വാല്യൂ 0 ആണ്. ഇപ്പൊ V is equal to GT ആണ്. GT വരും. മനസ്സിലായോ? ദ ആവറേജ് വെലോസിറ്റി ഡ്യൂറിംഗ് ദിസ് ജേർണി ആണ്. അപ്പൊ V GT ആണ്. അപ്പം ആക്സലറേഷൻ യൂണിഫോം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു G യൂണിഫോം. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ V ആവറേജ് കാണാനുള്ള ഇക്വേഷൻ ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ 2 ആണ്. അത് GT പ്ലസ് 0/2 ആണ്. ആൻസർ ഇസ് GT/2 എന്നുള്ള ഫോർത്ത് ഓപ്ഷൻ വരും. ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു GT/2. നെക്സ്റ്റ് വൺ. A ball of mass 4 kg moving with a velocity 3 meter per second collides elastically head on with another ball of mass 6 kg at rest.
ആദ്യത്തെ മാസ് ഇത് m1 എന്ന് എടുത്തു, ആദ്യത്തെ വെലോസിറ്റി ഇത് u1, സെക്കൻഡ് മാസ് ഇത് m2, സെക്കൻഡ് വൺ റെസ്റ്റ് ആണ്, അപ്പൊ u2 ന്റെ വാല്യൂ 0 ആണ്. Then the ratio of speed of second ball to first ball after the collision is. എന്ത് കൊളീഷൻ ആണെന്ന് പറയുന്നുണ്ട്? ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ഹെഡ് ഓൺ, വൺ ഡയമെൻഷൻ ഇലാസ്റ്റിക് ആണ്. വൺ ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിലുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ആരാ? ആഫ്റ്റർ ദ കൊളീഷൻ ഫസ്റ്റ് വണ്ണിന്റെ വെലോസിറ്റി is equal to m1 minus m2 into u1 divided by m1 plus m2 plus 2m2 u2 divided by m1 plus m2 ആണ്. Similarly, second one equation, velocity of the second one after collision is equal to m2 minus m1 into u2 divided by m1 plus m2 plus 2m1 u1 divided by m1 plus m2 ആണ്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ വർക്ക് എനർജി പവറിൽ കൊളീഷന്റെ കേസിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ u2 കംപ്ലീറ്റ്ലി 0 ആയി. അപ്പൊ m1 minus m2 ആരാണ്? മാസ് ഡിഫറൻസ് ദാറ്റ്സ് ഈക്വൽ ടു -2 into u1 എത്രയാണ്? 3 ആണ്. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 10 ആണ്. ആൻസർ ഈസ് -5/3 വരും. ദാറ്റ്സ് ഇറ്റ്. ശരിയല്ലേ? സിമിലർലി v2 ന്റെ കേസിൽ ഫസ്റ്റ് ടേം 0 ആയി, സെക്കൻഡ് ടേം 2 into 4 into 3 divided by 10 വരും. ദാറ്റ്സ് ഈക്വൽ ടു 24/10. ദാറ്റ്സ് ഈക്വൽ ടു 12/5 ആണ്. 12/5. നമുക്ക് സെക്കൻഡ് ടു ഫസ്റ്റ് ബോൾ റേഷ്യോ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ v2/v1 ആണ്. അപ്പൊ v2/v1 ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 12/5 into 10/6 വരും. 5 10ൽ 2 ടൈംസ് പോയി, ദാറ്റ് ഇസ് 12/3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 4 വരും അല്ലെ? ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് 4:1 എന്ന് വരും. ക്ലിയർ അല്ലേ? Next one. Two balls are thrown vertically upwards simultaneously while they are in air. The acceleration of their center of mass. Acceleration of their center of mass. Center of mass ന്റെ ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. ആരാണ്? ഫസ്റ്റ് വണ്ണിന്റെ ആക്സലറേഷൻ g ആണ്, സെക്കൻഡ് വണ്ണിൻ്റെത് g ആണ് അല്ലെ? മാസ് സെയിം ആണ്. അപ്പൊ mg പ്ലസ് mg, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഡയറക്ഷൻ മുകളിലേക്കാണ്, 2 മൈനസ് വരും, ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. ശരിയാണോ? ദാറ്റ് ഇസ് ഈക്വൽ ടു യെസ്, mm കട്ടായി പോയി, അപ്പൊ 2g/2 g എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാം, അങ്ങനെ സോൾവ് ചെയ്താവും. നെക്സ്റ്റ് വൺ, S23. A particle of mass m is moving in a plane along a circular path of radius r. Is angular momentum about the axis is L. Angular momentum L. അത് mvr ആണല്ലേ? Angular momentum. And centripetal force നമുക്കറിയാം mv²/r ആണ് അല്ലേ? അപ്പൊ centripetal force is equal to m/r into ഇവിടെ mvr L ആണെങ്കിൽ v ആരാ? L/mr ആണ്. അപ്പൊ v² ആരാണ്? L²/m²r² ആണ്. ഒരു m കട്ടാവും. അപ്പൊ ബാക്കി L²/mr³ എന്ന് വരത്തില്ലേ? ആൻസർ ഈസ് L²/mr³. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ഫൈനൽ ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ L²/mr³ വരും. നെക്സ്റ്റ് വൺ, the earth suddenly stops rotating. അപ്പൊ തന്നെ ഓർത്തോളം സെൻട്രിപിറ്റൽ ഫോഴ്സ് കുറയും. The value of g at the equator should be. സെൻട്രിപിറ്റൽ ഫോഴ്സ് കുറയും, ഇപ്പൊ ജിയുടെ വാല്യൂ സ്ലൈറ്റ്ലി ഇൻക്രീസസ് ആണ്. അപ്പൊ ഡയറക്റ്റ് ആൻസർ ആയി സ്ലൈറ്റ്ലി ഇൻക്രീസസ്. നെക്സ്റ്റ് വൺ, ദ ഇക്വേഷൻ y is equal to. ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് തവണ നിങ്ങൾ ചെയ്താണ്. ഇക്വേഷൻ തന്നിട്ട് അയാൾ SHM ആണോ നോക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്ന മെത്തേഡ് പ്രകാരം സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന SHMന്റെ ഇക്വേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. സോൾവ് ചെയ്താൽ നമുക്ക് SHM ആണെന്ന് മനസ്സിലായിക്കോളും കേട്ടോ. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് ഇനി സമയം അറിയാലോ, നീറ്റിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി വീണ്ടും നമ്മൾ ഈ പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ട് അത് SHM ആണ് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓൾറെഡി നമുക്ക് അറിയാം. SHM കിട്ടിക്കോളും, ചെയ്ത് നോക്കുക. Yes, two capillary tube of radius 0.3 and 0.4 are dipped in the same liquid ആണ്. The ratio of respective heights ആണ്. അപ്പൊ നമുക്ക് മനസ്സിലറിയാമല്ലോ, h is equal to 2s cos theta divided by radius r rho g ആണ് ഇക്വേഷൻ. ഒരേ ലിക്വിഡ്, അവർ റോ സെയിം, g സെയിം, സർഫസ് സെയിം, ആംഗിൾ ഓഫ് കോണ്ടാക്ട് സെയിം, h പ്രൊപ്പോർഷണൽ ടു 1/r മതി. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി.
H1 by H2 R2 by R1 വരും അല്ലേ? അപ്പോൾ 4/3 എന്നുള്ള ആൻസർ വരും അല്ലേ? ഹിയർ ഇറ്റ് ഇസ് ആൻസർ. 26 ആൻസർ ഓപ്ഷൻ സെക്കൻഡ് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. The latent heat of vaporization of a substance. Latent heat of vaporization എന്തായാലും ഫ്യൂഷനേക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഇസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഡയറക്റ്റ് തിയറിയാണ്. ഇപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഇതാണ്. ഗ്രേറ്റർ ദാൻ ഇസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ. അതും ശരിയാണോ? അല്ല. സബ്ലിമേഷൻ ഡയറക്റ്റ് ഫ്രം സോളിഡ് ടു ഗ്യാസ് അല്ലേ? അപ്പം അതിനാണ് കൂടുതൽ എനർജി വേണ്ടത്. മറ്റൊക്കെ ഡയറക്ട്ലി ടു സോളിഡ് ടു ഗ്യാസ് അല്ല, ഇൻ ബിറ്റ്വീൻ ദം ഇന്റർമീഡിയറ്റ് ലിക്വിഡ് സ്റ്റേറ്റും കൂടി ഉണ്ട്. അപ്പം ഇയാൾ കുറവാണ്. ആര്? സബ്ലിമേഷൻ സംബന്ധിച്ചിടത്തോളം ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കുറവാണ്. അപ്പോൾ ഡയറക്റ്റ് ആവശ്യമുള്ള എനർജി ഇതാണ് കൂടുതലായിട്ട് വരും. അപ്പം ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ ആണ് കറക്റ്റ്. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ സബ്ലിമേഷനേക്കാളും കുറവാണ്, അത് ഓർത്തോളണം. ആൻഡ് ഫ്യൂഷനേക്കാളും കൂടുതലാണ് ആര്? വേപ്പറൈസേഷൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. യെസ്. എ സെറ്റ് ഓഫ് 16 tuning forks are so arranged that each produces 4 beats with the previous one. അപ്പോൾ ആദ്യത്തത് F ആണെങ്കിൽ അടുത്തത് F+4 ആണ്, അടുത്തത് F+8 ആണ്, അടുത്തത് F+12 ആണ്, ആൻഡ് എക്സെട്ര. അപ്പൊ അവസാനത്ത് എന്ത് വരും? F+15 × 4 അല്ലേ? ആദ്യത്തത് F ആണ്. അപ്പൊ രണ്ടാമത്തത് ആരാ? F+1 × രണ്ടാമത്തതാണ് 1 × 4 ആണ്. ഇത് 2 × 4, ഇത് 3 × 4. നാലാമത്തതാണ് 3 × 4. 16ാമത്തത് 15 × 4 വരും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഓർഡറിൽ അങ്ങ് എഴുതി GP-യിൽ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ലാസ്റ്റ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഫസ്റ്റ്. അപ്പൊ അയാളുടെ ഫ്രീക്വൻസി F+15 × 4 ആക്ച്വലി ഇനീഷ്യലുള്ള എഫിന്റെ ഡബിൾ ആണ്. അപ്പൊ 2F ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് തേർഡ് ട്യൂണിംഗ് ഫോർക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ? അപ്പൊ സിമ്പിളായി. ഇപ്പൊ ഈ റിലേഷൻ തന്നത് കൊണ്ട് നമുക്കെന്ത് പറയാം? ഈ എഫിന് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫിന്റെ വാല്യൂ 60 ആണെന്ന് മനസ്സിലാവും. ശരിയല്ലേ? ഇപ്പൊ എഫിന്റെ വാല്യൂ 60. ഇത് സോൾവ് ചെയ്താൽ മതി. F60 ആണെങ്കിൽ തേർഡ് വൺ ആരാ? F+8 ആണ്. F60 ആണ്, F+8 ആണ് തേർഡ് വൺ. ദാറ്റ് ഇസ് 68 വരും. ഡയറക്റ്റ് ആൻസർ ആയി. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. 68 ഹെഡ്സ് ഇസ് ദ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് വൺ. ഇഫ് Q1 + Q2 3Q ആണ്. Then the value of Q1 by Q for which the force of repulsion between Q1 Q2 is, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം. മാക്സിമം ഇത് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ = KQ1 Q2 / R² ആണ്. ഇപ്പൊ F മാക്സിമം ആകണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ, F മാക്സിമം ആകണമെങ്കിൽ Q1 = Q2 ആയിരിക്കണം. ഇപ്പൊ ടോട്ടൽ ചാർജ് Qനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അത് Q/2 ആയിരിക്കണം. ഇപ്പൊ ടോട്ടൽ ചാർജ് Q ആണ്, അത് രണ്ട് ചാർജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മാക്സിമം ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടുപേരും ഈക്വൽ സ്പ്ലിറ്റിംഗ് ആയിരിക്കണം. അപ്പൊ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഏതൊക്കെ ചാർജുകൾ തമ്മിലാണോ മാക്സിമം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അവർ സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അപ്പൊ Q1 = Q2 ആവണം. അത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ Q1 = Q2 ആണ്. അപ്പൊ Q1 = Q2 ആകണം. ഈ കണ്ടീഷൻ പ്രകാരം Q1 + Q2 ആരാണ്? 3Q ആണ്. Q1 = Q2 ആണെങ്കിൽ ഇയാൾ എനിക്ക് 2Q1 = 3Q എന്ന് വിളിച്ചൂടെ? അത്രേ ഉള്ളൂ. അപ്പം ഈ രണ്ട് മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ രണ്ട് പേരും ഈക്വൽ ആയിരിക്കണം എന്നാണ്. അപ്പൊ 2Q1 = 3Q ആണ്. അപ്പൊ Q1/Q ഡയറക്റ്റ്ലി അവിടെ തന്നെ കിട്ടിക്കോളും. ദാറ്റ് = 3/2 ആണ്. ആൻസർ ഈസ് സെക്കൻഡ്. ദാറ്റ് ഈസ് 3/2 എന്ന് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. ഓംസ് ലോ ഈസ് വാലിഡ് ഇഫ്. ഓപ്ഷൻസ് വായിക്കുക. ഡയറക്റ്റ് ആൻസർ I ഡിപ്പെൻഡ്സ് V ലീനിയർലി. വിയും ഐയും ലീനിയർ ആണെങ്കിൽ മാത്രമേ ഓംസ് ലോ വാലിഡ് ആവുള്ളൂ, നമുക്കറിയാം. നെക്സ്റ്റ് വൺ. എ സർക്യൂട്ട് ഈസ് മെയ്ഡ് ഓഫ് റെസിസ്റ്റൻസ്. ആറിന്റെ വാല്യൂ ഗിവൺ ആണ്, ദാറ്റ് ഇസ് 3 ohm. ആൻഡ് ഇൻഡക്ടൻസ് L ഈസ് ഗിവൺ ഹിയർ. ആൻഡ് alternating EMF of 100 volt at 50 Hz is connected. നമുക്ക് ഫേസ് ഡിഫറൻസ് വേണം. ഫേസ് ഡിഫറൻസ് നമുക്കറിയാം tan phi = ആരാണ്? tan phi = XL/R ആണ്. നമ്മൾ ഡയറക്ട്ലി പഠിക്കുന്ന ഇക്വേഷൻസ് ആണ് അല്ലെ? LR സർക്യൂട്ട് ആണ്, ഇൻഡക്ടൻസ് റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണ്. ദാറ്റ് = ആരാണ്? ωL/R ആണ്. ദാറ്റ് = ആരാണ്? 2πfL/R ആണ്. ഡയറക്റ്റ് ആയില്ലേ? 2π അറിയാം, F തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത ആൻസർ tan inverse π/4 വരും. മനസ്സിലായോ? സോറി, tan inverse π/3 വരും. ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ.
A ray of light strikes a silvered mirror surface as shown in figure, inclined to another one. Then the net deviation of the reflected ray. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മിറർ, ഇത് സെക്കൻഡ് മിറർ. 90 ഡിഗ്രിയിൽ ലൈറ്റ് വരുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു. ഇത് നോർമൽ ഇൻസിഡൻസ് ആണ് അല്ലേ? ലൈറ്റ് അതേ പാത്തിലൂടെ തിരിച്ചു പോകും. രണ്ടാമത്തെ മിററിലേക്ക് ലൈറ്റ് പോകത്തു കൂടിയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ വന്നത് അതേ പാത്തിലൂടെ തിരിച്ചു പോയി, ഡീവിയേഷൻ 180 ഡിഗ്രിയാണ്. വന്നത് അതേ പാത്തിലൂടെ തിരിച്ചു പോയാൽ ഡീവിയേഷൻ 180 ഡിഗ്രിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. മാഗ്നിഫിക്കേഷൻ അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഓർ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ലീസ്റ്റ് ഡിസ്റ്റൻസിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലുള്ള മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ 1 + d/fe അല്ലെങ്കിൽ d/f. ഫോക്കൽ ലെങ്ത് 2.5 ആണ്. അപ്പോൾ 1 + ഡിയുടെ വാല്യൂ 25 സെന്റിമീറ്റർ, ഫോക്കൽ ലെങ്ത് 2.5, ദാറ്റ്സ് ഈക്വൽ ടു 11 വരും അല്ലേ? അപ്പോൾ 11 ഈസ് ദ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി. ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ. n photons of wavelength lambda are absorbed by a black body. അറിയാം എനർജിയുടെ ഇക്വേഷൻ E hc/λ. പക്ഷെ ഇവിടെ n ടൈംസ് വരും, കാരണം n ഫോട്ടോൺസ് ഉണ്ട് അല്ലേ? n ടൈംസ് hc/λ ആണ്. n ടൈംസ് hc/λ ആണ്. The moment gained by the body. ഡയറക്റ്റ് ആയി, കാരണം മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം E/c ആണ്. P/c എടുത്താൽ അത് nh/λ വരും. മൊമെന്റം nh/λ അല്ലേ? ഡയറക്റ്റ് ആണ്, എല്ലാം ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ. An NPN transistor can be used as direct amplifier. S36. A long wire is bent into the hairpin-like shape shown in the figure. The magnetic induction at the point P. Magnetic induction at the point P. ഇതാണ് P. ഇവിടെ ഇങ്ങനെ കൺസെപ്റ്റ് വരച്ചു. 3 വയേഴ്സ് എടുത്തു. ഇത് ഫസ്റ്റ് വയർ, ഇത് സെക്കൻഡ് വയർ, ആൻഡ് ഹിയർ ഇസ് എ തേർഡ് വയർ. ഇനി ഫസ്റ്റ് വയർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ഫസ്റ്റ് വയറിന്റെ കറണ്ട് ഇങ്ങോട്ടാണ്. ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ, താഴെയാണ് P എന്നുള്ള പോയിന്റ്. അപ്പോൾ അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. പയൽ ഉണ്ടാക്കുന്ന ഫീൽഡ് B1 ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് B1. സെക്കൻഡ് കർവ്ഡ് ആണ്. ഇപ്പൊ കേൾഡ് ഫിംഗേഴ്സ് കറണ്ട് ഡയറക്ഷനിൽ കൊണ്ടുപോയി സ്ട്രെച്ച്ഡ് തമ്പ് പുറത്തേക്കാണ്. മീൻസ് സെക്കൻഡ് വൺ ഉണ്ടാക്കുന്ന ഫീൽഡും പുറത്തേക്കാണ്, അത് B2 ആണ്. തേർഡ് വൺ കറണ്ട് ഇങ്ങടാണ്. അപ്പൊ താഴെ ഇൻ ടു ദ പ്ലെയിനും മുകളിൽ ഔട്ട് ഓഫ് ദ പ്ലെയിനും ആണ്. അപ്പം തേർഡ് വൺ ഉണ്ടാക്കുന്ന ഫീൽഡും Pയിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് B3. ഇപ്പൊ എല്ലാവരും ഒരേ ഡയറക്ഷൻ ആണ്, എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫീൽഡ് അറ്റ് P is equal to B1 + B2 + B3 ചെയ്താൽ മതി. അതിൽ B1 ആരാണ്? സെമി ഇൻഫിനിറ്റിന്റെ ഒരു എൻഡ് പോലെയല്ല ആക്ട് ചെയ്യണം. ഇവിടെ മുതൽ ഇവിടം വരെ സെമി ഇൻഫിനിറ്റ് ആണ്, ഇതിന്റെ ഒരു എൻഡ് ആണ്. ഇപ്പൊ μ0I/4πr പ്ലസ് B2 ആരാ? സെമി സർക്കിൾ ആണ് അല്ല, റേഡിയസ് ആർ. സെമി സർക്കിൾ റേഡിയസ് ആറിന്റെ സെന്ററിൽ μ0I/4r പ്ലസ് അഗെയിൻ മറ്റേ തേർഡ് വണ്ണും സെമി ഇൻഫിനിറ്റിന്റെ വൺ സൈഡ് ആണ്, ബേസ് ആണ് 4πr. അപ്പൊ എല്ലാത്തിനും μ0I/4r പുറത്തെടുക്കാം. ശരിയല്ലേ? ബാക്കി 1 + 1/π വരും. 2 + 1/π വരും. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് വരും. 1ഉം 1ഉം വരും. ഇപ്പൊ 2+. അപ്പൊ പൈ കൂടി പുറത്തെടുത്താലോ μ0I/4πr അല്ലേ, ഇൻറ്റു 2. ഓക്കെ, ചെറിയ വ്യത്യാസം വന്ന് ഇവിടെയാണ്. 2/π + 1 ആണ്. ഫൈൻ. ഇത് 1 ആവും, ബാക്കി രണ്ട് 2/π വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ 2 + π എന്ന് വരും അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ചെറിയ മിസ്റ്റേക്ക് കാൽക്കുലേഷൻ വന്നതാണ്. 2/π + 1 ആണ് വരിക. കാരണം ഇവിടെ 1/π, ഇവിടെ 1/π, ഇപ്പൊ 2/π + ഇത് 1 ആയിട്ട് വരും. ഓക്കെ, ഫൈൻ. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും അല്ലേ? μ0I/4πr ഇൻറ്റു 2 + π. നെക്സ്റ്റ് വൺ. To make permanent magnets, the material we should select must have permanent magnet ആണ്. Magnetism matter, high retentivity and high coercivity. എങ്കിലാണ് പെർമനന്റ് മാഗ്നറ്റിന്റെ മോസ്റ്റ് സ്യൂട്ടബിൾ കേസ് വരുന്നത്. ഹൈ റിറ്റൻറ്റിവിറ്റി ആയിരിക്കണം, ഹൈ കോഴ്സിവിറ്റി ആയിരിക്കണം. Which of the following decay modes is due to the transition between states of the same nucleus gamma? തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെല്ലാം, ഒന്നും പറയാനൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് അറിയാവുന്ന കേസുകളാണ്.
What is the value of 600 meter plus 600 millimeter with regards to significant figures? Add ചെയ്യുമ്പോൾ 600 meter plus 600 millimeter ആണ് 0.6 meter വരും. ശരിയല്ലേ? പക്ഷെ ആഡ് ചെയ്യുന്ന കേസുകൾ രണ്ടിനും 3 significant figures ആണ്. അപ്പോൾ ആൻസറിലും 3 significant figures ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ 4 significant figures വന്ന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 601 meter വരും. 3 significant പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. Next one. Consider two statements A and B given and identify the correct choice of the option. Mass may or may not present at center of mass. Mass may or may not present. Center of mass body outside ആവാലോ. ഇപ്പൊ center of mass outside ആണെങ്കിൽ അവിടെ മാസ് പ്രസന്റ് ആയിരിക്കണം എന്നില്ലല്ലോ. പക്ഷെ ചില ബോഡികൾക്ക് അകത്തും ഉണ്ടാവാലോ, അവിടെ മാസ് പ്രസന്റ് ആവാലോ. അതായത് may or may not, ശരിയല്ലേ? Present at the center of mass. Charged particle can trace a circular path in a uniform electric field. തെറ്റല്ലേ? മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ചാർജഡ് പാർട്ടിക്കിളിന് എന്ത് ചെയ്യാം? സർക്കുലർ പാത്ത് ഫോളോ ചെയ്യാം. പക്ഷേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ചാർജഡ് പാർട്ടിക്കിൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ എന്തായാലും എന്താകുകയില്ല, സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പൊ എ ട്രൂ ആണ്, ബി ഫോൾസ് ആണ്. അപ്പൊ എ ട്രൂ, ബി ഫോൾസ്. അപ്പൊ 40 ഓപ്ഷൻ 1 വരും. ശരിയല്ലേ? നെക്സ്റ്റ് വൺ 41. കൺസിഡർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് യു പ്ലേസ് യുവർ ഹാൻഡ് എബവ് ദ ഫയർ യു ഫീൽ ഹോട്ട് ഡ്യൂ ടു റേഡിയേഷൻ. അല്ലല്ലോ, കയറ് കത്തുമ്പോൾ നമ്മൾ മുകളിൽ കൈ വെച്ചാൽ എയർ മോളിക്യൂൾസ് കൺവെൻഷൻ നടന്നിട്ട് മൂവ് ചെയ്യുന്നതല്ലേ കൈക്ക് തട്ടണേ. അപ്പോൾ അത് കൺവെൻഷൻ ആണ്. അപ്പോൾ റേഡിയേഷൻ ഓൺലി തെറ്റാണ്, കൺവെൻഷനും പോസിബിൾ ആണ്. ഓൺലി റേഡിയേഷൻ അല്ല, കൺവെൻഷൻ ഓൾസോ ദേ. ഇഫ് യു പ്ലേസ് യുവർ ഹാൻഡ് ബിലോ ദ ഗ്ലോയിങ് ഫിലമെന്റ്, ബൾബ് കത്തുമ്പോൾ താഴെ വെച്ചാൽ, കാരണം ഇവിടുത്തെ എയർ മോളിക്യൂൾസ് ഹീറ്റഡ് ആയിട്ട് ഡെൻസിറ്റി കുറഞ്ഞിട്ട് താഴേക്കല്ല വരും, മുകളിലേക്കാണ് പോകും. അപ്പൊ താഴെ വെക്കുമ്പോൾ ഹീറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അവിടെ എന്തേ നടക്കുള്ളൂ? റേഡിയേഷൻ മാത്രമാണ്. യു ഫീൽ ഹോട്ട് ഡ്യൂ ടു കൺവെൻഷൻ തെറ്റാണ്, അത് ഓൺലി ഡ്യൂ ടു റേഡിയേഷൻ ആണ്. താഴേക്ക് വരുന്ന റേഡിയേഷൻ മാത്രമാണ്. അപ്പൊ രണ്ടും തെറ്റല്ലേ? അപ്പൊ എ ആൻഡ് ബി ഫോൾസ്. 4th ഓപ്ഷൻ വരും അല്ലേ? അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, 4th ഓപ്ഷൻ. നെക്സ്റ്റ് വൺ yes 42. The distance of closest approach of an alpha particle fired towards gold nucleus with kinetic energy K is R0. But distance of closest approach, kinetic energy potential energy ആയിട്ട് കൺവേർട്ട് ചെയ്യും closest approachൽ. The distance of closest approach when the alpha particle is fired towards same nucleus with the kinetic energy 4K will be സെയിം ആണ്, പക്ഷേ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുവാണ്. ഇപ്പൊ ക്ലോസസ്റ്റ് അപ്രോച്ചിൽ ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്ന ഓർത്താൽ മതി. ആദ്യത്തെ കേസിൽ കൈനറ്റിക് എനർജി കെ ആണ്, അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/4πε0 രണ്ടുപേരുടെ ചാർജ് Q1 Q2/R0 എന്ന് വരും. ശരിയല്ലേ? സെക്കൻഡ് കേസിൽ കൈനറ്റിക് എനർജി 4 times K ആണ്, അപ്പൊ അത് 1/4πε0 Q1 Q2 മാറുന്നില്ല, പക്ഷെ അത് R0 ഡാഷ് ആവും സെക്കൻഡ് കേസിൽ. ശരിയല്ലേ? നമുക്ക് അതാ കണ്ടുപിടിക്കേണ്ടത് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇത് സോൾവ് ചെയ്ത് ആൻസർ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസിൽ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കെ ക്യാൻസൽ ആവും, ബാക്കി ഡയറക്റ്റ് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 4 = 1/4πε0 ക്യാൻസൽ ആകും, Q1 Q2 ക്യാൻസൽ ആകും. ശരിയല്ലേ? അപ്പൊ R0 4K / K ആണ് ചെയ്തത് ഓർത്തോളാം. അപ്പൊ ഇത് ഡിവൈഡഡ് ബൈ ഇതാണ്. അപ്പൊ എല്ലാവരും ക്യാൻസൽ ആയി പോയി. ഇപ്പൊ 1/R0 ഡാഷ് ഡിവൈഡഡ് ബൈ 1/R0 എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഡയറക്ട്ലി സോൾവ് ചെയ്തിട്ട് R0 ഡാഷ് കണ്ടുപിടിച്ച് ആൻസർ ആയത്തില്ലേ? R0/4 എന്ന് വരത്തില്ലേ? അപ്പൊ ഓപ്ഷൻ 3 അല്ലേ? ഡയറക്ട്ലി സോൾവ് ചെയ്ത് നോക്കിയാൽ ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മാത്രം മതി, ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 42 ആൻസർ ഓപ്ഷൻ 3 വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. Activity of radioactive element decreases to 1/4 of original activity in 16 years. Equation അറിയാം. Remaining is equal to R0. Radioactivity is equal to R0 into e⁻⁻t ആണ്. രണ്ട് കേസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ പോരെ. ആദ്യത്തെ കേസിൽ R വരുന്നത് 1/4 ആണ്, അപ്പൊ R0/4 ആണ്, ഡിക്രീസ് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു R0 into e⁻16 ഇയർ ആണ്, അപ്പൊ -λ into 16 വരും. ശരിയാണ്, λ into 16. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ പ്രശ്നം തീരും. ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഇൻ 16 ഇയേഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് കേസിൽ ബാക്കി എത്രയാണ്? അപ്പൊ R is equal to കണ്ടുപിടിക്കണം. ആ സമയത്ത് R0 e⁻⁻λ into 32 ഇയേഴ്സ് വരും. ശരിയാണോ?
ഇനീഷ്യലി തുടങ്ങിയിട്ടാണെങ്കിൽ 32 years. ഇനി ഇവിടത്തിന് ശേഷമാണെങ്കിൽ ഇവിടുത്തെ R0 R0/4 കൊടുക്കണം. ഇവിടെ R0/4 കൊടുത്താൽ ഇവിടെ 32 പകരം 16 കൊടുക്കണം. അത്രയുള്ള വ്യത്യാസം. ഞാൻ ഇനീഷ്യൽ എന്നുള്ള ടോട്ടൽ എടുത്തുകൊണ്ടാണ് 32 മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് ഇവിടുന്ന് ലാംഡ കണ്ടുപിടിക്കുക. ആ ലാംഡയെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ നമുക്ക് R0/16 എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. The soap bubble is illuminated by a source of white light. It appears colored is due to interference. Biooptics ഒക്കെ directly പഠിക്കുന്ന terms ആണ് interference. A child is standing with folded hands at the center of a platform, rotating above his central axis. The kinetic energy of the system is K. The child now stretches his arms so that the moment of inertia of the system becomes 3/2 of the initial momenta of inertia. The kinetic energy of the system now. നമുക്കറിയാം മൊമെന്റ് കൺസർവേഷൻ I1 ω1 is equal to I2 ω2 ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം I1 ω1 is equal to I2 3/2 I1 ω2 ആണ്. I1 വെട്ടിപ്പോയാൽ ω2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 2/3 ω1 ആണ്. അതും കിട്ടി. ആൻഡ് I2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 3/2 I1 ആണ്. അപ്പൊ അതും കിട്ടി. ആദ്യത്തെ കേസിൽ കൈനറ്റിക് എനർജി K ആണ് അല്ലേ? ആദ്യത്തെ കേസിൽ K ആണ്. അപ്പൊ K = നമുക്കറിയാം ഹാഫ് I1 ω1 സ്ക്വയർ ആണ്. സെക്കൻഡ് കേസിൽ കൈനറ്റിക് എനർജി ഞാൻ K' എന്ന് വിളിച്ചാൽ അത് ഹാഫ് I2 ω2 സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് I2നെ 3/2 I1 ആൻഡ് ω2ന്റെ സ്ക്വയറിനെ 4/9 ω1 സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു 3/2 ഇൻറ്റു 4/9 ഇൻറ്റു ഈ ഹാഫ് ω1 സ്ക്വയർ നമുക്ക് K എന്ന് വിളിക്കാം. സോൾവ് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? 2 4 2 ടൈംസ് ഇവിടെ 1 ഡിവൈഡഡ് ബൈ ഇവിടെ 3. ഇപ്പൊ 2/3. ഇപ്പൊ 2/3 ടൈംസ് K എന്ന് വരത്തില്ലേ? ഇപ്പോ ഫസ്റ്റ് ഓപ്ഷൻ വരും 2K/3. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A fish from inside water sees a bird in air at a distance. ഇത് ഡെൻസർ മീഡിയം താഴെ, റെയർ മീഡിയം ഇവിടെ, ഇവിടെയാണ് ഫിഷ്, ഇവിടെയാണ് ബേർഡ്. ഫിഷ് ആണ് ഒബ്സർവർ, ബേർഡ് ആണ് ഒബ്ജക്റ്റ്. ഡെൻസർ മീഡിയത്തിലുള്ള ഒബ്സർവർ റെയർ മീഡിയത്തിൽ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഷുഡ് ബി ഷിഫ്റ്റഡ് എവേ ഫ്രം ദ ഒബ്സർവർ ആണ്. എവേ ഷിഫ്റ്റ് ചെയ്യും, ഇപ്പൊ ദൂരത്തേക്ക് പോകും. ഇപ്പൊ ഗ്രേറ്റർ ദാൻ ഇസ് റിയൽ ഡിസ്റ്റൻസ് ആണ്. തേർഡ് വൺ ഇസ് ആൻസർ. ബേർഡ് ഇൻ എയർ അറ്റ് എ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ദ റിയൽ ഡിസ്റ്റൻസ്. റിയൽ ഡിസ്റ്റൻസിനെക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ? നെക്സ്റ്റ് വൺ. S47. The pressure exerted by an electromagnetic wave of intensity I on a non-reflecting surfaces. Non-reflecting surfaces. Directly equations ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്കറിയാം. ക്ലിയർ? Pressure exerted by an electromagnetic wave intensity I ω/m². അപ്പൊ അതിന്റെ ടേമിലേക്ക് മാറ്റി എഴുതിയാലും മതി. അപ്പം ഇന്റൻസിറ്റി നമുക്കറിയാം എനർജി ബൈ ഏരിയ ആണ്. ശരിയാണ്, ആണ് ഇന്റൻസിറ്റി. എനർജി ബൈ ഏരിയ ഈസ് ഈക്വൽ ടു ആണ് ഇന്റൻസിറ്റി I എന്നറിയാം. ശരിയല്ലേ? അപ്പൊ അതിന് നമ്മൾ പറയുന്ന പ്രഷറിലേക്ക് മാറ്റാൻ വേണ്ടി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? C കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. π/c ആയിരിക്കും നമ്മുടെ ആൻസർ വരും അല്ലെ? ഡയറക്ട്ലി നമ്മൾ പ്രഷർ റേഡിയേഷൻ ഒക്കെ പഠിക്കുന്നതാണ്. π/c ഇസ് ദ ആൻസർ. ഡയറക്ട്ലി തിയറി നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ. വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് ഗിവൺ ഫ്രീക്വൻസി. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇസ് ദ ആൻസർ. S49. Two ends of a conducting rod of varying cross section are maintained at. അപ്പം രണ്ട് ക്രോസ് സെക്ഷൻ മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ 200 ആണ്. ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് നമുക്കറിയാം ഹീറ്റ് കറണ്ട് സെയിം ആണ്. ഹീറ്റ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ഹീറ്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്?
KA ഡെൽറ്റ T ഡിവൈഡഡ് ബൈ ലെങ്ത് L ആണ്. ഇവിടെ ഹീറ്റ് കറന്റ് കോൺസ്റ്റന്റ് ആണ് രണ്ട് ക്രോസ് സെക്ഷനിലും, K ഒരേ മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് രണ്ട് ക്രോസ് സെക്ഷനിൽ X കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ഏരിയക്ക് ഇൻവേഴ്സ് ആണ്. ഇപ്പൊ സിമ്പിൾ ആയി. കാരണം ഇവിടെ ഏരിയ കൂടുതൽ എവിടെയാണ്? ഏരിയ ഓഫ് AB അല്ലേ കൂടുതൽ, കാരണം ഇവിടെ ഡിക്രീസിങ് ഏരിയ ആണ്. ഏരിയ ഓഫ് CD കുറവാണ്. ഇപ്പൊ തിരിയും. ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് AB കുറവും ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ CD കൂടുതലുമായിരിക്കും. ഇപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് AB ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് CD എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ S50. A and B are two conducting rings placed on either side of an infinitely long straight conducting wire as shown. If the current in the wire is slowly decreasing, അപ്പോൾ കറണ്ട് മുകളിലേക്കാണ്, അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഇതിന്റെ അകത്തും കൂടിയാണ് കേട്ടോ, അകത്തും പുറത്ത് എല്ലായിടത്തും ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെന്ന് മനസ്സിലാവും. ശരിയല്ലേ? കറണ്ട് ഡിക്രീസ് ചെയ്യുവാണ്. അപ്പൊ കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫീൽഡ് ഡിക്രീസ് ചെയ്യും. ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. ഇപ്പൊ ലെൻസ് ലോ പ്രകാരം നമുക്കറിയാം ഇവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണം ഫ്ലക്സ് കുറയുന്നതുകൊണ്ടാണ്, ഫ്ലക്സ് കുറയാൻ കാരണം ഫീൽഡ് കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ ലെൻസ് ലോ പ്രകാരം എന്ത് ചെയ്യണം? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ്സ് ദ കോസ് എന്നല്ലേ പഠിച്ചത് ലെൻസസ് ലോ പ്രകാരം. അപ്പൊ ഫീൽഡ് കുറയുന്നത് കൊണ്ടാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണേ. അപ്പൊ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യണം? ഫീൽഡിന് ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, അത് കുറയുവാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡും അകത്തേക്കായിരിക്കും. അപ്പൊ ഇതിനകത്താണ്, ഇതിനകത്ത് വരുന്ന സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വരക്കുവാണ്. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ അതേ ഡയറക്ഷൻ ആവണം. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആകണമെങ്കിൽ ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ആവണം, ലൈക്ക് ദിസ്. ഇവിടുത്തെ കറണ്ട് ഷുഡ് ബി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ കറണ്ട് ഈ ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആവും. ഇവിടെയും കറണ്ട് കുറയുന്നത് കൊണ്ട് ഫീൽഡ് കുറയുകയാണ്, ഫ്ലക്സ് കുറയുകയാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലക്സിനെ കൂട്ടണം, ഫീൽഡിനെ കൂട്ടണം. ഫീൽഡ് ഇവിടെ പുറത്തേക്കല്ലേ, അപ്പം ബി ഇൻഡ്യൂസ്ഡ് ഇവിടെ ഉണ്ടാകുന്ന ബി ഇൻഡ്യൂസ്ഡും എങ്ങോട്ടാവണം? പുറത്തേക്കാവണം. ബി ഇൻഡ്യൂസ്ഡ് പുറത്തേക്കാകണമെങ്കിൽ ഫീൽഡ് ഇങ്ങോട്ടാണ്. കേൾഡ് ഫിംഗേഴ്സ് കൊണ്ടുപോയാൽ ഹിയർ ഇറ്റ് ഈസ്. ഇതായിരിക്കും ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ എയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ബിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഇൻ എ ആൻഡ് ക്ലോക്ക് വൈസ് ഇൻ ബി എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്തിരി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്നത്. ഇനി എക്സാം നമുക്ക് അടുക്കാറായി. അപ്പം വീണ്ടും മാക്സിമം തിയറി നോക്കിയാൽ അർത്ഥമില്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിക്കൊള്ളുക. അപ്പൊ ഇവിടെ തന്നെ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടില്ല, ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പറ്റുന്ന അത്രയും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമുക്ക് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. വിച്ച് അമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്? തന്നിരിക്കുന്നതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലിമിറ്റിംഗ് ഏജന്റ് ഡിസൈഡ് ദ എക്സ്റ്റന്റ് ഓഫ് റിയാക്ഷൻ. ആരാണ് ലിമിറ്റിംഗ് ഏജന്റ്? ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നത്, ഏറ്റവും കുറച്ചുള്ളത് അവരാണ് റിയാക്ഷനെ കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് അവരാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആകണം എപ്പോഴ് എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അവർ തീർന്ന റിയാക്ഷൻ തീർന്നു. അപ്പോൾ ഇറ്റ് ഡിസൈഡ് ദ എക്സ്റ്റന്റ് ഓഫ് റിയാക്ഷൻ. അത് ശരിയാണ്. വൺസ് എ ലിമിറ്റിംഗ് ഏജന്റ് ഗെറ്റ് ഓവർ ദ റിയാക്ഷൻ സ്റ്റോപ്പ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ലിമിറ്റിംഗ് ഏജന്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. കാരണം ആക്ടിവേഷൻ എനർജി ആയിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Solution prepared by adding 4 gram of substance to 25 gram of water. Calculate the mass percentage. Mass percentage is equal to mass percentage. Mass to mass percentage is equal to mass of solute divided by mass of solution into 100. Okay, സുഖമായിട്ട് solution prepared by adding 4 gram മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ അത്രയ്ക്കും 25 gram ഓഫ് വാട്ടർ. 25 gram ആണ് വാട്ടർ ആഡ് ചെയ്തേക്കണേ. അപ്പോൾ 25 gram വാട്ടർ പ്ലസ് അത്രയ്ക്കും ഇറ്റ് ഈസ് 4 gram ചേർന്നാൽ എന്തായിരിക്കും സൊല്യൂഷൻ്റെ മാസം?
solution by prepare adding 4 gram of substance to 25 gram of water. 25 gram വാട്ടറിലേക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇൻറ്റു 100 ആണ്. ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 400 ഡിവൈഡഡ് ബൈ 29 എന്നാണ് കിട്ടുക. കാരണം മാസ് ഓഫ് സോൾവെൻ്റ് ഉണ്ട്, മാസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. രണ്ടും കൂടെ ചേർന്നാണ് മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടുക. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് സൊല്യൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയ്ക്കും കിട്ടുക 400 ഡിവൈഡ് ബൈ 29. നമുക്ക് 30 വെച്ച് ചെയ്ത് നോക്കാം. 400 ഡിവൈഡ് ബൈ 30. 30ക്ക് അപ്പോൾ 0 0 ക്യാൻസലായി. 40 ഡിവൈഡ് ബൈ 3 അപ്പോൾ എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 10 3 9 13.33 എന്ന ആൻസർ വരും. അതാണ് ആൻസർ വരിക. അടുത്ത കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് കളേർഡ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 6100 ആംസ്ട്രോം. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ദ വേവ് നമ്പറാണ്. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ആണ്. അതായത് 1 സെൻറ്റിമീറ്ററിലാണ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 6100 ആംസ്ട്രോം ആണ്. 10⁻⁻8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തും. എത്രയായിരിക്കും വെറൈറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര എടുക്കാൻ പറ്റും? 10⁸ മുകളിലേക്ക് പോവാം. 10⁸ ഡിവൈഡ് ബൈ 6100. രണ്ട് സീറോസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. അപ്പോൾ 10⁶ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 61. അപ്പോൾ 1.6 സംതിങ് ഇൻറ്റു 10⁴ എന്ന് പറയുന്ന ആൻസർ വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. റിലേറ്റീവ്ലി അടുത്തുള്ള ആൻസർ ഇതാണ്. നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റേസ് ഹാവിങ് ഫ്രീക്വൻസി ഹെർട്സ് ഇൻ ബിറ്റ്വീൻ. എക്സ്റേയുടെ വാല്യൂസ് NCERT കൊടുത്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഫ്രീക്വൻസി 10⁻16 to 10⁻28 റേഞ്ചിലാണ് വരിക. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് സൈസ്. അതായത് ഇവരിലെല്ലാം ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മൾ നോക്കണം. ദെൻ ഇവിടെ തന്നിരിക്കുന്നത് ഇത് രണ്ടും ആറ്റംസ് ആണ്. മഗ്നീഷ്യവും അലൂമിനിയവും ആറ്റംസ് ആണ്. ഉറപ്പായിട്ടും ബിഗർ ആയിരിക്കും. Mg2+ ഉറപ്പായിട്ടും Al3+ എന്തായിരിക്കാം? ഇറ്റ് ഈസ് അയോൺസ് ആണ്. ഉറപ്പായിട്ടും സ്മോളർ ആയിരിക്കും. സ്മോളറാണ് അയോൺസ്. ഇത് ബിഗർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇത് രണ്ടുമാണ് ചേർത്ത്. ഇതിലാരാ ചെറുതെന്ന് നോക്കിയാൽ ഇതിൽ രണ്ടിലും ഇലക്ട്രോൺസ് സെയിം ആണ്. 10 ഇലക്ട്രോണാണുള്ളത്. ഇതിലും 10 ഇലക്ട്രോണാണുള്ളത്. ചാർജ് എന്തായിരിക്കും? ന്യൂക്ലിയർ ചാർജ് നോക്കുക. ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതലുള്ള ഇതിനാണ്. അപ്പോൾ Al3+ ഉറപ്പായിട്ടും സ്മോളർ ദാൻ എന്തായിരിക്കാം? Mg2+ ആയിരിക്കും. ഇനി ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എല്ലുന്തോറും സൈസ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. സോ Al ഈസ് സ്മോളർ ദാൻ എന്തായിരിക്കാം? Mg. ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Al3+ ആണ് ഏറ്റവും ചെറുത്, Mg2+ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ Al, അത് കഴിഞ്ഞാൽ പിന്നെ Mg. ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത എമംഗ് ദ ഫോളോയിങ് C ഡബിൾ ബോണ്ടോ N ഡബിൾ ബോണ്ടോ C ട്രിപ്പിൾ ബോണ്ട് N C ട്രിപ്പിൾ ബോണ്ട് C. ദ സ്മോളസ്റ്റ് കോവാലന്റ് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവുള്ളത്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ഉറപ്പായിട്ടും ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ. ഇതിൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. കാരണം അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആൻസർ ഈസ് CN ഈസ് എ കറക്റ്റ് ആൻസർ. അസർഷൻ ഈസ് NH4+ ഈസ് ടെട്രാഹെഡൽ മോളിക്കുലർ ജോമെട്രി. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദർ ആർ 4 ബോണ്ട് പെയർസ് അറൌണ്ട് ദ നൈട്രജൻ കെപ്റ്റ് അപ്പാർട്ട് 109 ഡിഗ്രി 28 മിനിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. മാച്ച് ദ ഫോളോയിങ് മോളിക്കുലർ ഷേപ്പ്. O3 എന്ന് പറഞ്ഞാൽ ബെൻഡ് ഷേപ്പാണ്. അപ്പോൾ 1s ഉള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. നേരെ ആൻസറിലേക്ക് എത്തി. SF4 2R ആണ്. സീസോ ഷേപ്പാണ്. XE4 സ്ക്വയർ പ്ലെയിനാർ ആണ് ഉറപ്പായിട്ടും. BF5 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇറ്റ് ഈസ് Q ആണ്. സ്ക്വയർ പിരമിഡൽ ആണ്. സോ ഒരെണ്ണം കറക്റ്റ് ചെയ്താൽ പോലും നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അഥവാ 2R കണ്ടുപിടിച്ചാലും നമുക്ക് 2R ഉള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ നോക്കിയാലും നമുക്ക് ആൻസറിലേക്ക് എത്തും. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കോളും. The temperature at which a 10% aqueous solution of glucose exhibit osmotic pressure of 16.4 atm is. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് π ഈസ് ഈക്വൽ ടു CRT എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്.
പൈ ഈസ് ഈക്വൽ ടു CRT എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. മാസ് ബൈ വോളിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? കോൺസെൻട്രേഷൻ മൊളാരിറ്റി ആക്കി മാറ്റണം. പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 16.4 തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ R, ഇത് ക്യാപിറ്റൽ R ആണ്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.082 dm³ അറ്റ്മോസ്ഫിയർ പെർ കെൽവിനാണ്. അപ്പോൾ ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനിടയ്ക്ക് മൊളാരിറ്റി കൂടി കണ്ടുപിടിക്കണം. മൊളാരിറ്റിക്ക് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. 10% അക്വസ് സൊല്യൂഷനാണ് ഗ്ലൂക്കോസ്. അതായത് 10 ഗ്രാം ഇൻ 100 ml ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 100 ഗ്രാം ഇൻ എത്രയ്ക്കാം? 1000 ml ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആകുമ്പോൾ 180 ആണ്. ഇൻ that much mole 100 gram divided by 180. അപ്പോൾ അത്രയും മോളായിരിക്കും. മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ അത്രയും മോൾ ഇൻ 1000 ml അഥവാ 1 ലിറ്റർ. അതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റിയുടെ വാല്യൂ 100 ഡിവൈഡഡ് ബൈ 180 ആണ്. അപ്പോൾ എത്രയ്ക്കാം? 16.4 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ. സോൾവ് ചെയ്ത് തന്നെ ആൻസർ ആയിക്കോളും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 16.4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 0.0821. ഇത് 8.2 വരും. 100 മൾട്ടിപ്ലൈ ചെയ്താൽ 8.2 വരും. 16.4 അപ്പോൾ 2 വരും. 180 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 360 വരും. നമുക്ക് നേരെ ആൻസറിലേക്ക് എത്തും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, RMS വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഈസ് ഈക്വൽ ടു √8RT ബൈ πm ആണ്. മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2RT ബൈ m ആണ്. RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു √3RT ബൈ m ആണ്. അപ്പോൾ ഇവരുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത് √8 ബൈ പൈ ഈസ് ടു √2 ഈസ് ടു എത്രയ്ക്കാം? √3 എന്നാണ് വരിക. ഈ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇത് NCERT ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ നേരെ അറിയാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.128 ഈസ് ടു 1 ഈസ് ടു 1.224. 1.414 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക ഇതിന് കിട്ടുന്ന വാല്യൂസിന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താം. അടുത്ത മാച്ച് ദ ഫോളോയിങ് പ്ലോട്ട് ഓഫ് PV വാല്യൂസ് അഗെയിൻസ്റ്റ് ദ പ്രഷർ വാല്യൂസ്. ഈ തന്നേക്കുന്നത് NCERT കൊടുത്തേക്കുന്ന ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫിൽ കറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് ഇത് മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? ഉറപ്പായിട്ടും ആരായിരിക്കും? ഇറ്റ് ഈസ് ഓരോന്നോരോന്ന് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ 1 എന്ന് പറയുന്നത് ആരാണ്? 2 എന്ന് പറയുന്നത് ആരാണ്? 3 എന്ന് പറഞ്ഞാൽ ആരാണ്? 4 എന്ന് പറയുന്ന ആരാണ് എന്നാണ് നമ്മൾ നോക്കണ്ടേ. 1 ഗ്യാസ് 1 എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും എന്തായിരിക്കും? കാർബൺ മോണോക്സൈഡ്. ഗ്യാസ് 2 എന്ന് പറഞ്ഞത് ആരായിരിക്കും? ഉറപ്പായിട്ടും ഇറ്റ് ഈസ് CH4. ഗ്യാസ് 3 എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇത്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കി പോവുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തും. NCERT ഗ്രാഫ് ഓർമ്മ ഉണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഡിഫറൻസ് ഇൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ, കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം. അതായത് ഹീറ്റ് ഓഫ് റിയാക്ഷൻ, കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔH മൈനസ് ΔU ഈസ് ഈക്വൽ ടു ΔnRT ആണ്. കമ്പസ്റ്റ് ഓഫ് മീഥെയിൻ ആണ്. മീഥെയിൻ കമ്പസ്റ്റൻ. മീഥെയിൻ ബേൺ ചെയ്താൽ CH4 പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് 2H2. ഇത് ലിക്വിഡാണ്. 300 കെൽവിൻ ആയതുകൊണ്ട് ലിക്വിഡാണ്. ഇത് ഗ്യാസാണ്, ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ΔN ഈസ് ഈക്വൽ ടു ഇത് 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. ജൂളിലാണ് തന്നേക്കണേ. അപ്പോൾ നമുക്ക് ΔnRT കണ്ടുപിടിക്കണം. -2 ഇൻറ്റു 25/3 ഇൻറ്റു 300 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആട്ടോ 25/3 എന്ന് പറഞ്ഞത് 8.314 പകരം ഇട്ടതാണ്. അപ്പോൾ 25×2 എത്രയായിരിക്കും? ഇൻറ്റു എന്തായിരിക്കും? 100. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു
delta H minus delta U is equal to minus 5000 joule per മോളിനാണ് കിട്ടുക. നമ്മളിപ്പോൾ പെർ മോളിനാണ് ചെയ്തേക്കണേ, പെർ മോൾ ഓഫ് മീഥേൻ ചെയ്തേക്കണേ. നമുക്ക് പറഞ്ഞേക്കുന്നത് 8 ഗ്രാമിനാണ് ചോദിച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2500 ജൂൾ പെർ 8 ഗ്രാം. 1 മോളിനാണ് 16 ഗ്രാമിനാണ് നമ്മൾ കിട്ടിയത്, 8 ഗ്രാമിനാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഹാഫ് ആയിരിക്കും. മൈനസ് 2500, അതിനടുത്തുള്ള വാല്യൂ 2494. Which is the following order of correct bond enthalpy? Bond enthalpyയുടെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ബോണ്ട് ലെങ്ത് നോക്കുക. നമ്മൾ നേരത്തെ കണ്ടു ബോണ്ടിൻ്റെ എണ്ണം കൂടുന്തോറും കാർബൺ ഓക്സിജൻ, കാർബൺ നൈട്രജൻ, കാർബൺ ഓക്സിജൻ, കാർബൺ നൈട്രജൻ. ഡബിൾ ബോണ്ടിനേക്കാൾ ബോണ്ട് എന്താൽപ്പി കൂടുതലായിരിക്കും ട്രിപ്പിൾ ബോണ്ടിന്. കാരണം ബോണ്ട് എണ്ണം കൂടുതലുണ്ട്, ബോണ്ട് ഓർഡർ കൂടുതലാണ്. ഇനി മോർ ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പോൾ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക, അത് കഴിഞ്ഞ നൈട്രജൻ. അതിപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ കേസിലും അതേപോലെ തന്നെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. Which of the following statement is true? True ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചിട്ട്, the temperature is a measure of average chaotic motion of particle in the system. Entropy of any pure crystalline substance approaches 0 if the temperature approaches absolute 0. A spontaneous process is an irreversible process and may be reversed by same extent of agency. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നോടെ ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ആവറേജ് കയോട്ടിക് മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ സിസ്റ്റം. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 RT ആണ്. ടെമ്പറേച്ചറും അവരുടെ കയോട്ടിക് മോഷനും തമ്മിൽ ബന്ധമുണ്ട്. എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് 0 അറ്റ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0യിൽ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് 0 ആയിരിക്കും. അത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. A spontaneous process is an irreversible process and it may be reversed by some extent of energy. റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതും ശരിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും, ഓൾ ദീസ് അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ട്രൂ ആണ്. കാൽക്കുലേറ്റ് ദ pH ഓഫ് 10⁻⁻8 മോളാർ സൊല്യൂഷൻ ഓഫ് HCl. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വെരി വെരി ഡയല്യൂട്ട് സൊല്യൂഷനാണ്. വെരി വെരി ഡയല്യൂട്ട് സൊല്യൂഷനാണ്. അപ്പോൾ pH ഈസ് ഈക്വൽ ടു, pH കണ്ടുപിടിക്കണമെങ്കിൽ -log H+ion കോൺസെൻട്രേഷൻ. H+ion കോൺസെൻട്രേഷൻ നമുക്കിപ്പോൾ വെരി വെരി ഡയല്യൂട്ട് ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക. വെരി വെരി ഡയല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ pHനോട്, വെരി വെരി ഡയല്യൂട്ട് ആകുമ്പോൾ വാട്ടറിൻ്റെ pHനോട് വളരെ ക്ലോസർ ആയിരിക്കും. വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് എത്രയായിരിക്കാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. ഇത് ആസിഡാണ്. ആസിഡ് ആകുമ്പോൾ pH ഉറപ്പായിട്ടും 7നേക്കാൾ തൊട്ട് താഴെയായിരിക്കും. 7നേക്കാൾ തൊട്ട് താഴെയുള്ള വാല്യൂ 6.98 തന്നിരിക്കുന്നത്. 96 ആണ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്താൽ വരിക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. H+ion കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു H+ion ഫ്രം ആസിഡ് പ്ലസ് H+ion ഫ്രം വാട്ടറും കൂടി കൺസിഡർ ചെയ്താൽ 1.1 × 10⁻⁻7 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. -log 1.1 × 10⁻⁻7. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6.96 ആണ് വരിക. പക്ഷേ അതിനോട് അടുത്തുള്ള വാല്യൂ എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ബ്രോമിൻ ആറ്റം ഇൻ Br3O8 ഈസ്, നമുക്ക് നോക്കാം. Br ഡബിൾ ബോണ്ടോ 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 ഡബിൾ ബോണ്ടോ. ബ്രോമിൻ ഒരേ ആറ്റംസ് തമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡൈൻ സ്റ്റേറ്റിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ഇതിന് -2, ഇതിന് -2, ഇതിന് -2. അപ്പോൾ ഇതിന് +6 ആയിരിക്കും വരിക. ഇവിടെ -2, ഇവിടെ -2 ആകുമ്പോൾ ഉറപ്പായിട്ടും ഇതിന് +4 ആയിരിക്കും വരിക. ഇതിന് എത്രയായിരിക്കും വരിക, ഇറ്റ് ഈസ് ഈക്വൽ ടു -2 -2 -2. അപ്പോൾ ഇതിന് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, അതുകൊണ്ട് +6. സോ ആൻസർ ഈസ് +6 +4 +6. ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ആറ്റം ഇൻ P4O10. ഫോസ്ഫറസിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 വരാൻ പോകുന്നുള്ളൂ. ഇത് സ്ട്രക്ചർ എഴുതി നോക്കിയാൽ പോലും കിട്ടും. P4O10 അല്ലെങ്കിൽ P2O5 സ്ട്രക്ചർ ഉറപ്പായിട്ട് എന്തായിരിക്കും, സ്ട്രക്ചർ എഴുതി നോക്കിയാൽ സിമ്പിളായിട്ട് എത്രയായിരിക്കും വരിക, ഇറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും.
Question number 68. Tritium atom being radioactive, it emit a particle to become. The particle emit ചെയ്യാന്നുള്ളത്. Tritium atom എന്ന് പറഞ്ഞാൽ H13 ആണ്. ഇത് ബീറ്റ പാർട്ടിക്കിളിനാണ് എമിറ്റ് ചെയ്യുക. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇലക്ട്രോണിന് ഈക്വലൻ്റ് -1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഹീലിയം ആയിരിക്കും. ഹീലിയം 2 3. ഇനി ആഡ് ചെയ്ത് നോക്കുക. 2 - 1 ഉറപ്പായിട്ട് എത്രയ്ക്കും വരിക? 1 ആണ്. കറക്റ്റാണ്. 3 + 0 3 ആ വരിക. രണ്ട് സൈഡിലെയും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ആഡ് ചെയ്ത് നോക്കണം. കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. സോ ബീറ്റ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുക. ബീറ്റ പാർട്ടിക്കിൾ അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് H2O2 സച്ച് ഇൻ ഗ്യാസ് ഫേസീസ്. ഗ്യാസ് ഫേസിലെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. NCERT-യിലെ രണ്ടും സോളിഡ് ഫേസിൻ്റെയും ഗ്യാസ് ഫേസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 1110.5. അത് രണ്ട് ബോണ്ട് ആംഗിളും ഉണ്ട്. ഡൈഹെഡ്രൽ ആംഗിൾ ഉണ്ട്, HOO ബോണ്ടിൻ്റെ ഉണ്ട്, OOH ബോണ്ടിൻ്റെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വയ്ക്കുക, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? തന്നിരിക്കുന്നതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫ്രാൻഷ്യം ഹാസ് ഹാഫ് ലൈഫ് ഓൺലി 21 minutes. റേഡിയം ഈസ് compressing of only 10⁻⁻10% of ignited rocks. Potassium is lighter than sodium. Rubidium crimson red color in flame, in oxidizing flame. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. Which of the following statement are തന്നിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നാണ് നമുക്ക് നോക്കണ്ടേ. ഡെൽറ്റ HF values of fluoride become less negative when we go down into alkali metal group. Delta HF0 values become more negative for chlorides, bromides, iodides, etc. alkali metals, etc. Melting point and boiling point of the following trends of fluoride, chloride, bromide, iodide in alkali metals. CSI is highly soluble in water due to high hydration enthalpy of both ions. This statement തെറ്റാണ്. The following statements are wrong. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് CSIയും സൊല്യൂബിൾ അല്ല, ഇപ്പോൾ LIFും സൊല്യൂബിൾ അല്ല, രണ്ടും വാട്ടറിൽ സൊല്യൂബിൾ അല്ല. സോ ഇറ്റ് ഈസ് ദേ ആർ ഇൻസൊല്യൂബിൾ എന്നുള്ള ഓർത്ത് വയ്ക്കുക. അത് NCERT-യിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ട് NCERT വായിക്കണം. നന്നായി വായിച്ച് ആൻസർ എത്താൻ പറ്റും. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? BCl3 accept lone pair of electron from ammonia to become BCl3.NST എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടാകും. BCl3 ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ടെട്രാഹൈഡൽ BOH 4 times - എന്ന കോംപ്ലക്സ് ഉണ്ടാകും. LCl3 അസിഡിഫൈഡ് ഇൻ അക്വ സൊല്യൂഷൻ ഫോം ഒക്ടാഹൈഡ്രോ കോംപ്ലക്സ് AlH2O 6 times 3+1 അയോൺ ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ട്രൂ ആണ്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? തന്നിരിക്കുന്നതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചേക്കട്ടെ. പൊറാക്സ് ഡിസോൾഡ് ഇൻ വാട്ടർ ഗീവ് ആൽക്കലൈൻ സൊല്യൂഷൻ. ബോറിക് ആസിഡും NaOH ആയിട്ടാണ് മാറുക. ഉറപ്പായിട്ടും ബോറിക് ആസിഡ് വീക്ക് ആസിഡാണ്, NaOH സ്ട്രോങ് ആൽക്കലിയാണ്. സോ ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. പൊറാക്സ് ഡിസോൾഡ് ഇൻ വാട്ടർ ഗിവിങ് ഓർത്തോബോറിക് ആസിഡ് ആൻഡ് മിക്സർ ഓഫ് ആസിഡിക്. തെറ്റാണ്. ഓർത്തോബോറിക് ആസിഡ് ഉണ്ടാകുന്നത് ഒപ്പം ഉണ്ടാകുന്ന ആൽക്കലൈനാണ്. മേക്കിംഗ് ബോറിക് ആസിഡ് ഉണ്ടാവും ഉറപ്പായിട്ടും, ഒപ്പം തന്നെ NaOH ഉണ്ടാവുന്നുണ്ട്. ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചറാണ്. ബൊറാക്സ് ബി ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് മെനി ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ശരിയാണ്. നമ്മൾ കൊബാൾട്ട് എൻ്റെ എക്സാമ്പിൾ NCERT കൊടുത്തിട്ടുണ്ട്. HTBO3 സ്പെയറിംഗ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ബട്ട് ഹൈലി സൊല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 2 ആണ്. അസർഷൻ റീസൺ CO ഫോം കോംപ്ലക്സസ് വിത്ത് ഹീമോഗ്ലോബിൻ. ശരിയാണ്. H2CO3 - HCO3 - buffer system help to maintain pH between 7.26 to 7.42. NCERT-യിലെ P ബ്ലോക്ക് എലമെൻറ്റ്സ് ഫസ്റ്റ് ഇയറിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അസർട്ടും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓർത്തോ ഈതൈൽ അനിസോളീസ്. അനിസോൾ എന്ന് പറഞ്ഞത് OCST ഗ്രൂപ്പുള്ളതാണ്. അതിൻ്റെ അകത്ത് ഓർത്തോ ഓപ്പോസിറ്റിൽ ഈതയിലുള്ളത് ഉറപ്പായിട്ടും ഇതാണ് അനിസോൾ. ഇതിൽ ഓർത്തോ ഈതയിലുള്ളത് ഇതാണ്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ 2. Prussian blue color correspond to which of the following hydrated species? ഏത് സ്പീഷ്യസിൻ്റെയാണ്? ഫെറിക് ഫെറോസൈനൈഡിൻ്റെയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. ഫെറിക്
ഫെറി സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിൻ ഗ്രീൻ ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. UMAS method for the estimation of nitrogen in 0.3 gram of organic compound gives 75 ml of nitrogen collected at 300 Kelvin temperature and 730 millimeter of pressure. Calculate the percentage composition of nitrogen in the compound. എന്താണ് കണ്ടുപിടിക്കാൻ പറയണേ. നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം P1 V1 by T1 is equal to P1 V1 by T1 is equal to P2 V2 by T2. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്ത നൈട്രജൻ്റെ അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 730 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും തന്നേക്കണോണ്ട് 730 millimeter ഓഫ് മെർക്കുറിയാണ്. അപ്പോൾ നെറ്റ് പ്രഷർ എന്ന് പറഞ്ഞത് പ്രഷർ ഈസ് ഈക്വൽ ടു 730 മൈനസ് 15. അപ്പോൾ 715 ആണ് എടുക്കേണ്ടത്, 730 എടുക്കരുത്. ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു, നൈട്രജൻ്റെ വോളിയം കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും വരിക? ഈസ് ഈക്വൽ ടു 273 ഇൻറ്റു 715 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു എത്രയ്ക്കാം 760 ചെയ്യുക. അപ്പോൾ നമുക്ക് വോളിയം കിട്ടും 64 ml അടുത്ത് വോളിയം കിട്ടും, 64.2 അടുത്ത് വോളിയം കിട്ടും. ഇനി നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? മാസിലേക്ക് മാറ്റണം. അതായത് നമുക്കറിയാം 22,400 ml ആണെങ്കിൽ അത് 28 gram ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇത്ര ml ആണെങ്കിൽ എത്ര ഗ്രാം ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു എത്രയ്ക്കും വരെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 28 ഇൻറ്റു 64.2 ഡിവൈഡഡ് ബൈ 22,400 കിട്ടുക. ഇനി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 28 ഇൻറ്റു 64.2 ഡിവൈഡഡ് ബൈ 22,400 ആണ്. ഇത്രയും ഗ്രാമമുള്ളത് എത്രയും ഓർഗാനിക് കോമ്പൗണ്ടിലാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.3 ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിലാണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ ഈസ് ഈക്വൽ ടു 26.75 ഗ്രാം. നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തി. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ can give butane as a product. ബ്യൂട്ടേന് പ്രൊഡക്റ്റ് തരുന്ന ആരാണ്? ഫസ്റ്റ് വണ്ണിൽ എന്തായിരിക്കും? ഡീകാർബോക്സിലേഷൻ നടക്കും. കിട്ടുന്നത് CH3 CH2 CH2 CH3 ആയിരിക്കും കിട്ടുക. ഡീകാർബോക്സിലേഷൻ ബൈ സോഡ ലൈം. കോപ്സ് ഇലക്ട്രോൺസ് നടക്കുമ്പോൾ ഒരു മോളിക്യൂളോട് ചേർന്നത് CH3 CH2 COONA. ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാട്ടാ? CH3 CH2 CH2 CH3 കിട്ടുക. ബ്യൂട്ടേൻ തന്നെ കിട്ടുക. ഇത് ഗ്രിഗ്നോർ റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? HOOH. ഉറപ്പായിട്ടും എന്തായിട്ട്? ഇറ്റ് ഈസ് അഗെയിൻ ബ്യൂട്ടേൻ തന്നെ കിട്ടുക. CH3 CH2 CH2 CH3 തന്നെയാണ് കിട്ടുക. സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ഹെക്സൈൻ എക്സുമായിട്ട് റിയാക്ട് ചെയ്ത് ബെൻസീനായിട്ട് മാറും. 773 കെൽവിനും 10 to 20 ATM അതായിരിക്കും ബെൻസീനായിട്ട് മാറാൻ ഉപയോഗിക്കാവുന്ന ഏത് റിയേജൻ്റ് ഉപയോഗിക്കാമെന്നുള്ളത്. അത് അരോമാറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ഹെക്സൈനെ ബെൻസീനാക്കി മാറ്റുന്ന അരോമാറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻസിൽ അവസാനത്തെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓൾ ഓഫ് ദി അബോവ് ഈസ് എ കറക്റ്റ് ആൻസർ. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് H2 ആയിട്ട് റിയാക്ട് ചെയ്യും. ഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. ഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഉറപ്പായിട്ടും നമുക്ക് എന്താ സംഭവിക്കുക? എവിടെയാണോ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യാൻ പറ്റുക അവിടെയായിരിക്കും OH മൈനസ് HOH അഡീഷനാണ് നടക്കുക. Ag2+ൻ്റെ പ്രസൻസിൽ H2SO4 H2SO4 ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? Ag2+ഉം H+ഉം ആണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ ഏതാണോ കാർബോകാറ്റയോൺ സ്റ്റേബിൾ കാർബോകാറ്റയോൺ അവിടെ OH ആഡ് ചെയ്യും, മറ്റേ സൈഡിൽ H ആഡ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? CH3 CH റിയാക്ഷൻ നമുക്ക് നോക്കാം. CH3 CH2 COH ഡബിൾ ബോണ്ട് CH2 ആയിട്ടാണ് മാറുക.
ടോട്ടോമറൈസേഷൻ നടക്കും, OH അങ്ങോട്ട് പോകും. അപ്പോൾ CH3 CH2 CO CH3 ആയിട്ട് മാറുക. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടും. ഇതായിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ്, കീറ്റോൺ ആയിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇൻ്റർമീഡിയറ്റ് ആണിത്, സ്റ്റേബിൾ അല്ല, അത് ഇതായിട്ട് മാറും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? തന്നിരിക്കുന്നതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് എ ഡിസ്ലൊക്കേഷൻ പോയിൻ്റ് ഡിഫക്റ്റ് ഇൻ അയണിക് ക്രിസ്റ്റൽ. എഫിഷ്യൻസി ഓഫ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഡിസ്ലൊക്കേഷനാണ് അയണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന. എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് HCP in crystal lattice is 74, കറക്റ്റാണ്. നമ്പർ ഓഫ് ആറ്റം ഇൻ എ സിംഗിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഈസ് 1. സിമ്പിൾ ക്യൂബിക്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. ഇൻ ഷോർട്ട് കീ ഡിഫക്റ്റ് എക്സസ് ഓഫ് ലിഥിയം മേക്സ് ലിഥിയം ക്ലോറൈഡ് വയലറ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് X ഈസ് 356 Kelvin. വെൻ 2 gram of non-volatile non-electrolyte solute was dissolved in 100 gram of X, the boiling point is raised to 359 Kelvin. Calculate the molar mass of solute. Kb of X is 2.6. നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു I ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള വാല്യൂസ് ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് KB ഇൻറ്റു M എന്ന് പറഞ്ഞാൽ WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA ആണ്. ഡെൽറ്റ TB തന്നിട്ടുണ്ട്. എത്രയ്ക്കും ബോയിലിംഗ് പോയിന്റ് മാറിയേക്കണേ 356 359 ആയിട്ട് മാറിയേക്കണേ. 3 യൂണിറ്റ് ആണ് മാറിയേക്കണേ. KBയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.6 തന്നിട്ടുണ്ട്. മാസ് ഓഫ് 2 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100 gram ആണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് ക്യാൻസൽ ചെയ്താൽ 10 വരും. അപ്പോൾ MB ഈസ് ഈക്വൽ ടു 2.6 ഇൻറ്റു 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 3 ആണ് വരിക. 2652 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 17.3 എന്ന് ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ലാംഡൈം ഓഫ് NaCl HCl ആൻഡ് അസെറ്റ് സോഡിയം അസ്റ്റേറ്റ്. NaAC എന്ന് എഴുതിയിരിക്കണം, സോഡിയം അസ്റ്റേറ്റ് ആണ്. കാൽക്കുലേറ്റ് ദ ലാംഡൈം 0 ഓഫ് എന്തായിരിക്കാം അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ലാംഡ ഓഫ് HAC ഈസ് ഈക്വൽ ടു ലാംഡ 0 ഓഫ് H പ്ലസ് ലാംഡ 0 ഓഫ് അസറ്റേറ്റ് അയൺ. H പ്ലസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? ലാംഡ 0 ഓഫ് HCl ഉപയോഗിക്കും. അസറ്റേറ്റിന് പകരം ആരെ ഉപയോഗിക്കുക? സോഡിയം അസ്റ്റേറ്റിന് ഉപയോഗിക്കും. ലാംഡ 0 ഓഫ് NaAC. ഇനി എക്സസ് ആയിട്ടുള്ള ലാംഡ 0 ഓഫ് NaCl ആണ്. ഇത് കുറയ്ക്കണം. അപ്പോൾ HClൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ 425.9 പ്ലസ് NaCl എന്ന് പറഞ്ഞാൽ 91 മൈനസ് 126.4. സോൾവ് ചെയ്ത് തന്നെ ഉറപ്പായിട്ട് എത്ര കിട്ടുക? 390.5 ആണ് കിട്ടുക. കാരണം ഇത് ഏകദേശം 426 ആണ്, ഇത് 126 ആണ്, ഏകദേശം 300 വരിക. ഇത് 91, അപ്പോൾ 391 അടുത്തുള്ള വാല്യൂ. അങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയുക. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂണിറ്റ് നോക്കുക. യൂണിറ്റ് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോന്നിൻ്റെയും കെയുടെ യൂണിറ്റ് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ടൈമിൻ്റെ മാത്രം ഉള്ളത് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് റേസ് ടു -1, മിനിറ്റ് റേസ് ടു -1, അവർ റേസ് ടു -1 ഒക്കെ വന്നത് ഉറപ്പായിട്ടും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഫോർ ദ റിയാക്ഷൻ A plus B giving C, enthalpy of the reaction is ഇതാണ് activation energy of delta H is equal to activation energy of forward reaction minus activation energy of backward reaction. ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത്രയാണ് കൊടുക്കേണ്ടത് എക്സസ് ആയിട്ട്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സോ ദ ആൻസർ ഈസ് ഉറപ്പായിട്ട് എത്രയ്ക്കാൻ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഡിഫറൻസ് ഇൻ എനർജിയാണ് വന്നത്. ആക്ടിവേഷൻ എനർജി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് ഇതിന് വേണ്ടത് മൊത്തം ത്രഷോൾഡ് എനർജി ഇത്രയാണ്, മോളിക്യൂളിൻ്റെ എനർജി ഇത്രയാണ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. 3 യൂണിറ്റ് ഏകദേശം എത്ര വരും? 20 മൈനസ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ
മൈനസ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇത്രയാണ് മോളിക്യൂളിൻ്റെ എനർജി ഉള്ളത്. ഇത്രയായിരിക്കും വ്യത്യാസം. ഉറപ്പായിട്ടും എത്രയായിരിക്കും കിട്ടുക? ഈസ് ഈക്വൽ ടു 15 കുറച്ചാൽ മതി. അപ്പോൾ 5 എന്ന് കിട്ടും. +5 എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷൻ 3 കിട്ടും. ഇനി അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റായിട്ട് മാറിയപ്പോൾ എനർജി കൂടുക ചെയ്തേ. ഉറപ്പായിട്ടും എൻഡോതെർമൽ റിയാക്ഷനാണ്. ഈ ഡിഫറൻസ് ഇൻ എനർജി 5 ആണ്. അപ്പോൾ +5 എന്ന് നേരിട്ട് എഴുതാൻ പറ്റണുള്ളൂ. അങ്ങനെയും ചെയ്യാട്ടോ. Which of the, among the following is the following statement are true? തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്? The fact n can have the values between 0 to 1 in Freundlich isotherm. Chemistry option decreases with the increase in surface area and its specific. Freundlich isotherm fails at a high pressure. ZSM5 convert gasoline to petrol by hydrating them. തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. Freundlich isotherm fails to at a high pressure. പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നോക്കുക. മാച്ച് ദ ഫോളോയിങ്. അതിൻ്റെ അകത്ത് കലാമിൻ, കുപ്രൈറ്റ്, മാലക്കൈറ്റ്, സ്പാലറൈറ്റ്. കലാമിൻ എന്ന് പറഞ്ഞാൽ സിങ്ക് കാർബണേറ്റ് ആണ്. 1s ആണ്. 1s ആയിട്ടുള്ള ഒറ്റ ആൻസർ ഉള്ളൂ. ഇത് 2r ആണ്. കുപ്രൈറ്റ് 2r ആണ്, ശരിയാണ്. മാലക്കൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്. കാർബണേറ്റ് കോപ്പർ ഹൈഡ്രോക്സൈഡിൻ്റെ മിക്സറാണ്. 3p ആണ്. അടുത്ത സ്പാലറൈറ്റ് എന്ന് പറഞ്ഞാൽ 4q ആണ്. സിങ്ക് സൾഫൈഡാണ്. സിങ്ക് സൾഫൈഡിന് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയും. സ്പാലറൈറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. വൈറ്റ് ഫോസ്ഫറസ് ഗ്ലോസ് ഇൻ ഡാർക്ക് ആൻഡ് ഡിസോൾവ്സ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്. റെഡ് ഫോസ്ഫറസ് ഈസ് എ പോളിമറിക് ആൻഡ് ഇൻസൊല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ബ്ലാക്ക് ഫോസ്ഫറസ് ഹാസ് 2 ഫോംസ്, ആൽഫ ആൻഡ് ബീറ്റ ഫോംസ്. ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? തന്നിരിക്കുന്ന ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? S2 ഈസ് പാരാമാഗ്നറ്റിക്, ശരിയാണ്. O2 ഈസ് പാരാമാഗ്നറ്റിക്, രണ്ടിൻ്റെയും ഒരേപോലത്തെ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. O3 ഈസ് ഡയാമാഗ്നറ്റിക്, അതും ശരിയാണ്. ദെൻ അറോംബിക് സൾഫർ ഹാസ് S6 മോളിക്യൂൾ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സൾഫർ S8 ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? തന്നിരിക്കുന്ന ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. Dichromate ion has 126 degree chromium oxygen chromium bond angle. Most lanthanide shows +3 oxygen state. Neptunium and plutonium shows the highest oxygen state in actinoids +7 ആണ്. അപ്പോൾ അതിലെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ all of the above are true. The number of bridge CO ligands in CO2 CO 8 times. CO2 CO 8 times ആണ്. അതിൻ്റെ അകത്ത് കൊബാൾട്ട് ബ്രിഡ്ജ്, നമ്പർ ഓഫ് ബ്രിഡ്ജ്, അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ അതിൻ്റെ അകത്തുള്ളത് കൊബാൾട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. കൊബാൾട്ട് ബ്രിഡ്ജ് ചെയ്യാൻ 2 CO ഗ്രൂപ്പിനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെൻ്റ് കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സൂക്ഷിക്കുക. അതിൻ്റെ അകത്ത് ഫ്ലൂറൈഡ് ഫ്ലൂറൈഡിൻ്റെ ചെറിയ സൈസ് കൊണ്ട് അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ, ബോണ്ട് ലെങ്ത് കുറവായതുകൊണ്ട് അനോമലസ് ആയിട്ടുള്ള വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഹാലോ ആൽക്കൈൻസിൽ കൃത്യമായിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. ഫ്ലൂറൈഡിൻ്റെ ബോണ്ട് ലെങ്ത് ചെറുതായതുകൊണ്ട് അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ബോണ്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. ആൻസർ ഈസ് കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. എനവോയിച്ചുമായിട്ട് അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയഡിൻ അവിടെ മാറാനൊന്നും പോകില്ല. കാരണം അയഡിൻ ഹാവിങ് പാർഷ്യലി ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ക്ലോറിനെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും SN റിയാക്ഷൻ നടക്കുന്നത് ക്ലോറിന് മാത്രമാണ്. ദെയർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. CH3 CO CH3 C2H5 MgCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർബണിലേക്ക് C2H5 ഗ്രൂപ്പ് വരും. MgCl ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കഹോളായിട്ട് മാറും. സോ ടെർഷ്യറി ആൽക്കഹോളാണ് കിട്ടുക. ടെർഷ്യറി ആൽക്കഹോൾ ഒരേ 2 കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും C2H5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവിങ് ഹയസ്റ്റ് PK വാല്യൂ? PK വാല്യൂ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളതാണ്. ആൽക്കഹോൾ ഈസ് ലെസ് അസിഡിക് കമ്പയർ ടു ഫീനോൾസ്. സോ ഫീനോള് ബാക്കിയെല്ലാം ഫീനോൾസ് ആണ്. ആൽക്കഹോൾ ഒരേ ഒരെണ്ണുള്ളൂ, എത്തനോൾ. CH3 CHO and NaHSO3 crystalline compound is obtained having the molecular formula. അപ്പോൾ എന്തായിരിക്കും ആഡ് ചെയ്യുക? ആദ്യം Na+ ആഡ് ചെയ്യും, HSO3 അടുത്ത സ്ഥലത്തേക്ക് ആഡ് ചെയ്യും, പിന്നെ
NAയും H തമ്മിൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. C6H5COO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. എന്തായിരിക്കും ഉണ്ടാകുക? ഇറ്റ് ഈസ് OHഉം Hഉം ഉണ്ടാവും. ബ്രേക്ക് ചെയ്യുക ഉറപ്പായിട്ടും C6H5COOH ബെൻസോയിക് ആസിഡ് ഉണ്ടാവും. എത്തനോയിക് ആസിഡ് ഉണ്ടാകുക. എത്തനോയിക് ഇത് എസ്റ്റർ അല്ല കേട്ടോ, ഇത് അൺഹൈഡ്രേറ്റ് ആണ്. ബെൻസോയിക് എത്തനോയിക് അൺഹൈഡ്രേറ്റ് ആണ്. അൺഹൈഡ്രേറ്റ് ഹൈഡ്രോളിസ് നടത്തിക്കുന്ന 2 ആസിഡുകളായിട്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 and 2 ആണ്. ഏതൊരു കോമ്പൗണ്ടിനെ പിരിഡിൻ മീഡിയത്തിൽ അസറ്റിലേഷൻ നടത്തി അതായത് ബ്രോമിനേഷൻ നടത്തി ഹൈഡ്രോളിസ് നടത്തി കഴിയുമ്പോൾ ബ്രോമോ അനിലീൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ തുടക്കത്തിലെടുത്ത കോമ്പൗണ്ട് ഏതായിരിക്കും? സിമ്പിളാണ്, നേരെ ആൻസറാണ് നമുക്ക്. അതിൻ്റെ അകത്ത് Y ഏതാണെന്നാണ് ചോദിച്ചിരിക്കണേ. തുടക്കത്തിലെടുത്ത് അനിലീൻ ആയിരിക്കും. അനിലീനെ അസറ്റിലേഷൻ നടത്തിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? അസറ്റൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അനിലീനാണ് കിട്ടുക. അപ്പോൾ അസറ്റാൻലൈഡാണ് കിട്ടുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. തുടക്കത്തിലെടുക്കുന്ന അനിലീനാട്ടോ, തുടക്കത്തിലെടുക്കുന്ന അനിലീന അതിന് അസറ്റിലേഷൻ നടത്തിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇറ്റ് ഈസ് NHCOCH3 കിട്ടുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y ആണ് കണ്ടുപിടിക്കാൻ പറയണേ. ഫൈനൽ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? തന്നിരിക്കുന്ന ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾ മോണോസാക്രൈഡ്സ് വെദർ ആൾഡോസ് ഓർ കീറ്റോസ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ആ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത് ഏതാണെങ്കിലും എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിങ് ഷുഗേഴ്സാണ്. Pentacetate of glucose does not react with the hydroxylamine, indicating the absence of free CHO group. Pentacetate of glucose does not react with the hydroxylamine, indicating the absence of free CHO group. കാരണം സൈക്ലിക് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റില്ല, ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രീ CHO ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്തും തോന്നും. ദെൻ ലാക്ടോസ് ലിങ്ക് ബിറ്റ്വീൻ C1 ഓഫ് ഗ്ലൂക്കോസ് ടു C1 ഓഫ് ഗാലാക്ടോസ്. തെറ്റാണ്. C1 ഫ്രീ ആണെങ്കിൽ ലാക്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആവില്ല ഉറപ്പായിട്ടും. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അമൈലോപെക്റ്റിൻ ഇസ് ഇൻസൊലബിൾ ഇൻ വാട്ടർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അറൌണ്ട് 80 to 85% സ്റ്റാർച്ച്. അമൈലോപെക്റ്റിൻ ഉണ്ട്, അമൈലോസും ഉണ്ട്. രണ്ടും കൃത്യമായിട്ട് NCERT കൊടുത്തിട്ടുണ്ട്, വായിക്കുക. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. Which of the following statement is or are true with respect to aspirin? Aspirin ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് റിവീൽസ് skeleton pain like due to arthritis. പെയിൻ കില്ലറാണ്. ഇറ്റ് പ്രിവെൻറ്റ് പ്ലേറ്റ്ലെറ്റ് കോയാഗുലേഷൻ ആൻഡ് റെഡ്യൂസ് ഫീവർ. പ്ലേറ്റ്ലെറ്റ് കോയാഗുലേഷൻ ബ്ലഡ് കോയാഗുലേഷന് പ്രിവെൻറ്റ് ചെയ്യും. ഫീവർ ആൻറ്റി പൈരറ്റിക് ആണ്, അതുകൊണ്ട് എന്തായിരിക്കും ഫീവർ റെഡ്യൂസ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഹേർട്ട് അറ്റാക്ക്, അതായത് ബ്ലഡ് ഡയലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മുടെ 3-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അല്ലെങ്കിൽ 3-ാം തീയതി എക്സാമിനേഷൻ്റെ ഹോൾ യൂണിറ്റ് അതിൻ്റെ ബോട്ടണി പാർട്ടിൻ്റെ ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. സോ നമ്മൾ ആക്ച്വൽ പരീക്ഷയോട് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ വെരി ക്ലോസ് ടു ദ ഫിനിഷിംഗ് പോയിന്റ്. ഹോൾ യൂണിറ്റ് എക്സാമിനേഷൻസ് തന്നെ ഇസ് ഗോയിങ് ഓൺ. നമ്മൾ പലത് എഴുതി കഴിഞ്ഞു. സോ മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ നമ്മൾ വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വേണം. സ്റ്റിൽ ബയോളജിയാണ്, ഇറ്റ്സ് എ സയൻസ് ഓഫ് വേരിയേഷൻ. തീർച്ചയായിട്ടും ചില കൺസെപ്റ്റുകളിലൊക്കെ നമുക്കിപ്പോഴും ചില ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് ചെറിയ മിസ്റ്റേക്ക് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് ഓർത്തുകൊണ്ട് നമുക്കിതിലേക്ക് വരാം. തന്നെമല്ല ഇപ്പോഴും പല സ്റ്റുഡൻസും നമ്മുടെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ഇപ്പോൾ ഈ ഓൾ യൂണിറ്റ് പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ബയോളജിയിലെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിന് കാരണം? അതിന് പ്രത്യേകിച്ച് ട്രിക്കുകൾ വല്ലതും ഉണ്ടോ? ട്രിക്കുകളൊന്നുമില്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ബയോളജിയുടെ മാർക്ക് പറയുമ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം, ബയോളജി ഇസ് സയൻസ് ഓഫ് വേരിയേഷൻ എന്നുള്ളതാണ് ഞാൻ ഒറ്റവാക്കിൽ എനിക്കത് പറയാനുള്ളത്. കാരണം ചില കൺസെപ്റ്റുകളൊക്കെ സ്വല്പം ഡീവിയേറ്റ് ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കിട്ടിയിരിക്കുന്ന ഐഡിയാസുകൾ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് മാറിപ്പോകുന്നതാണ്. അപ്പം അതൊക്കെ മാക്സിമം പോസിബിലിറ്റി ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മുടെ ഈ മോഡൽ പരീക്ഷയിലിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞങ്ങൾ ഇട്ട് തരുന്നത്. അപ്പോൾ അതൊക്കെ
നമ്മളൊന്ന് നമുക്കിപ്പോൾ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളിലൂടെ ഒന്ന് പോയി അതിൻ്റെ ആ കൺസെപ്റ്റ് NCERT ബുക്കിൽ എവിടെയാണോ കിടക്കുക അതൊന്ന് വായിച്ച് നോക്കി ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യമായിട്ട് NCERT ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മോഡൽ പരീക്ഷയൊക്കെ എഴുതുമ്പം ഏത് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസുകളാണോ നമ്മുടെ തെറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് കിടക്കുന്ന തിയറി പാർട്ട് നല്ലതുപോലെ ഒന്നുകൂടെ വായിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി മൊത്തം NCERT ബുക്ക് വായിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഓൾ യൂണിറ്റ് പരീക്ഷയിലൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, അപ്പം നമ്മൾ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ കാണും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉള്ള തിയറി ടെക്സ്റ്റ് ബുക്കിൽ ഏത് ചാപ്റ്ററിനാണ് അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സമയം കളയാതെ 3-ാം തീയതി പരീക്ഷയുടെ ബോട്ടണി ക്വസ്റ്റ്യൻ 101 തൊട്ട് 150 വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബയോളജി ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ, തീർച്ചയായിട്ടും ഡയറക്റ്റ് ആൻസറാണ്. RH വിറ്റേക്കർ 969 അല്ലെ. ലിനേവോസും 969 യാതൊരു ബന്ധവുമില്ല. കാരണം ലിനേവോസ് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ്, 1700-കളാണ്. എങ്കിലും ഈ 3 പേരെ നമുക്ക് ക്ലാസിഫിക്കേഷൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുണ്ട്. ലിനേവോസ് പ്രപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കോപ്പിലാൻഡ് പ്രപ്പോസ്ഡ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഹെയ്ക്കൽ പ്രപ്പോസ്ഡ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പക്ഷെ 5 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് RH വിറ്റേക്കർ 969-ലാണ്. വളരെ ബേസിക് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർത്തിരിക്കണം. അപ്പോൾ ആ കൂടെ വിറ്റേക്കർ കൊണ്ടുവന്ന ക്രൈറ്റീരിയാസുകൾ, വിറ്റേക്കർ പറഞ്ഞ 5 കിങ്ഡത്തിൻ്റെ പ്രത്യേകത എല്ലാം നല്ലതുപോലെ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ. അഗെയിൻ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഐ തിങ്ക് ഓൾ ദി ഓപ്ഷൻസ് ആർ carrying the names of the 4 important classes in the protozoan protist അല്ലേ. അപ്പം ആ 4 ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിളുകളാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഒരുപക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ ചിലയിടത്ത് തെറ്റിക്കിടപ്പണം. നമുക്ക് നോക്കാം. അമീബോയുടെ പ്രോട്ടിസ്റ്റ് അത് തന്നെയാണ് സാർക്കോഡൈൻസ്. അതിനകത്ത് വരുന്നതാണ് അമീബയും എൻഡമീബയും. ഇറ്റ് ഈസ് കറക്റ്റ്. ഫ്ലജലേറ്റ് പ്രോട്ടോസോവൻ ദാറ്റ് ഈസ് സൂ ഫ്ലജലേറ്റ്, അതിനകത്ത് വരുന്നതാണ് ട്രൈപ്പനോസോമ ലേഷ്മാനി ഒക്കെ. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സീലിയറ്റ് പ്രോട്ടോസോവൻ യൂഗ്ലീന തികച്ചും തെറ്റായ സെന്റൻസ് ആണ്. കാരണം യൂഗ്ലീന എന്ന് പറയുന്നത് ഒരിക്കലും പ്രോട്ടോസോവനകത്ത് വരുന്നതല്ല. യൂഗ്ലീന എന്ന് പറയുന്നത് ഫോട്ടോസ്നെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ്നെറ്റിക് പ്രോട്ടിസ്റ്റ് വരുന്ന ഒരു ക്ലാസ് ആണ്. സീലിയറ്റ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആയിട്ട് വരുന്ന എന്താണ്? പാരമീഷ്യമാണ്. അപ്പോൾ അതായാലും തെറ്റാണ്. സ്പോറോസോവൻ പ്ലാസ്മോഡിയം വളരെ ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് മിസ്മാച്ച് ഏതാണ്? ഓപ്ഷൻ 3. ബിക്കോസ് സീലിയറ്റ് പ്രോട്ടോസോവന് വരുന്നതല്ല യൂഗ്ലീന. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് ദി ആൻസർ. ഇപ്പം ഇവിടേക്കാണ് ടാക്സോണമിയുടെ ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുവാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ +1 ബോട്ടണിയിൽ ആദ്യത്തെ 2-3 ചാപ്റ്ററുകൾ, അത് ടാക്സോണമി പ്ലസ് മോർഫോളജി, ഈ 2 ചാപ്റ്ററുകളിലാണ് ഓരോരോ ടെക്നിക്കൽ ടേംസുകളുടെ എക്സാമ്പിളുകൾ നിരവധി കിടക്കുക. അപ്പം അതിനകത്ത് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്ന ഓരോരോ കൺസെപ്റ്റുകളുടെയും എക്സാമ്പിളുകൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെയും ഇഷ്ടം പോലെയുണ്ട്. എന്നുകൊണ്ട് അതെല്ലാം ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് NCERT ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളുകളാണ്. അപ്പം ആ എക്സാമ്പിളുകൾ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. പക്ഷെ നമ്മൾ നമ്മുടെ ബ്രില്യൻ്റിൽ ക്ലാസ് കേൾക്കുമ്പോൾ അപ്പോൾ അവിടെ തന്നെ ചിലപ്പം എക്സ്ട്രാ എക്സാമ്പിളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിന് വേറെയും പോസിബിലിറ്റി ഉണ്ടെന്നറിയാനാണ്. ഇപ്പം മോർഫോളജിയിൽ ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി ടെക്സ്റ്റ് ബുക്കിൽ 2-3 എക്സാമ്പിളുകൾ, പക്ഷേ എന്തുമാത്രം എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ 2-3 എക്സ്ട്രാ എക്സാമ്പിൾ പറയും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളാണ് അത്യാവശ്യം അറിയേണ്ടത്. ഇനി നമ്മൾ എൻട്രൻസിൻ്റെ പ്രൈവറ്റ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോരോ കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ വസ്തുതി കിടപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് NCERT ബുക്കിലെ ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ ശരിക്കും ശ്രദ്ധിക്കുക, അതൊരിക്കലും മറന്നു പോകരുത്. ആ ഓരോ എക്സാമ്പിളിൻ്റെ പ്രത്യേകതകളൊക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽഗ എക്സിബിറ്റ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ? ചോദിച്ചിരിക്കുന്നത് ആൽഗയുടെ കാര്യമാണ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഏതാണെന്നാണ്, എവിടെയാണെന്നാണ്. അപ്പം ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ്റെ തിയറിയുടെ ഒരു ലോജിക്ക് എന്താണ് നമുക്കറിയാം. പ്ലാൻ കിങ്ഡത്തിനെ യുണീക്ക് ആക്കുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ്റെ പ്രത്യേകത അനുസരിച്ച് ലൈഫ് സൈക്കിൾ ഇവിടെ 3ആയിട്ട് തിരിയുമ്പോൾ ആ പ്ലാൻ കിങ്ഡത്തിലുള്ള 5 ഡിവിഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിവിഷനായ ആൽഗയുടെ കോംപ്ലക്സിറ്റി എന്താണ്? ആൽഗയിൽ എല്ലാ ടൈപ്പ് ലൈഫ് സൈക്കിളും വരുന്നുണ്ട് പലരിലൂടെ. ആ നിലയിൽ ബാക്കി ഡിവിഷൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ബാക്കി എല്ലാ ഡിവിഷനിലും ഏതെങ്കിലും ഒരു ലൈഫ് സൈക്കിളേ ഉള്ളൂ. ഇപ്പം ബ്രയോഫൈറ്റ് എടുത്താൽ, ടെരിഡോഫൈറ്റ് എടുത്താൽ ആ 2 ഡിവിഷൻസിൽ എല്ലാവർക്കും ഹാപ്ലോ ഡിപ്ലോണ്ടിക്കാണ്. ജിംനോസ്തേം എടുത്താൽ, ആൻജിയോസ്തേം എടുത്താൽ
അവിടെ എല്ലാവർക്കും ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിളാണ്. എന്നാൽ ആൽഗ എടുത്താൽ ആൽഗയിൽ മജോറിറ്റിയിലും ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിളാണ്, ഒരു സംശയമില്ല. എന്നാൽ there are some algae which exhibit a haplodiplodic life cycle. അതുപോലെ there are some algae which exhibit a diplodic life cycle. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽഗയുടെ കോമൺ ലൈഫ് സൈക്കിൾ ഹാപ്ലോയിഡിക് ആയതുകൊണ്ട് ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൽഗയുടെ പേര് ഓർത്തിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഹാപ്ലോഡിപ്ലോഡിക്കും ഡിപ്ലോഡിക്കും ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൽഗയാണ്. അതിന്റെ വണ്ടർഫുൾ എക്സാമ്പിൾ NCERT ബുക്കിലുണ്ട്. ആ നിലയിൽ നമുക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ആൽഗയാണ്. നമുക്കറിയാം സ്പൈറോഗീറ ഓൾവക്സിന്റെ പ്രത്യേകത ഇത് രണ്ടും നോർമൽ ആൽഗെ ദേശോസ് ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെ. പോളിസൈഫോണിയയുടെ പ്രത്യേകത പോളിസൈഫോണിയ കാര്യം റെഡ് ആൽഗയാണ്, പക്ഷെ ഇത് കാണിക്കുന്ന ലൈഫ് സൈക്കിൾ ഹാപ്ലോഡിപ്ലോഡിക് ആണ്. അപ്പൊ ഹാപ്ലോഡിപ്ലോഡിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന എക്സെപ്ഷണൽ ആൽഗ രണ്ടുമൂന്നെണ്ണം പറയുന്നിടത്ത് NCERT ബുക്കിൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളാണ് പോളിസൈഫോണിയ. Now fucus is a brown algae that shows diplodic life cycle. Diplodic. അല്ലേ? അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകളെല്ലാം ആൽഗയാണ്. അതിനകത്ത് ആദ്യത്തെ രണ്ട് പേരിൽ ആൽഗയിൽ നോർമലി കാണുന്ന ഹാപ്ലോയിഡിക് ആണ്, പോളിസൈഫോണിയയിൽ ഹാപ്ലോഡിപ്ലോഡിക് ആണ്, ഫ്യൂക്കസിൽ മാത്രമാണ് ഇവിടെ ഡിപ്ലോഡിക് ലൈഫ് സൈക്കിൾ കാണുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് വൺ. Name a bryophyte which has considerable economic importance. ഇപ്പൊ ഈ ആ ക്വസ്റ്റിന്റെ ലോജിക്ക് നമ്മൾ അവിടെ ഓർക്കേണ്ട കാര്യം എന്നതാ ബ്രയോഫൈറ്റ് ഇൻഫർമേഷന്റെ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നുണ്ട് ബ്രയോഫൈറ്റ്സ് ആർ ഓഫ് ലിറ്റിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ പറഞ്ഞാൽ പ്ലാൻ കിങ്ഡത്തിലെ നമ്മൾ 5 ഡിവിഷൻ എടുത്താൽ സാമ്പത്തിക പ്രാധാന്യം ഏറ്റവും കുറവുള്ള ഗ്രൂപ്പ് ബ്രയോഫൈറ്റ് ആണ്. എങ്കിലും ബ്രയോഫൈറ്റിലെ ചില ക്ലാസ്സുകൾ പ്രത്യേകിച്ച് മോസസ് അവർക്കൊക്കെ മൊത്തത്തിൽ ചില സാമ്പത്തിക പ്രാധാന്യമുണ്ട്. അത് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്നറിയപ്പെടുന്ന എക്കോളജിക്കൽ സക്സഷനിൽ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം അത് മോസസ് മൊത്തത്തിൽ വരുന്നതാണ്. എന്നാൽ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് ബ്രയോഫൈറ്റിൽ ഉള്ള ജീനസുകൾ വളരെ കുറവാണ്. അത് പ്രധാനപ്പെട്ട ഒരെണ്ണമേ ഉള്ളൂ. അത് ഏതാണെന്നാണ് ക്വസ്റ്റിന്റെ അർത്ഥം. ഏതാണത്? എന്നാ സംശയം? സ്പാഗ്നം അല്ലേ? സ്പാഗ്നത്തിന്റെ കോമൺ നെയിം എന്താണ്? പീറ്റ്മോസ് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുക. ഓൾസോ നോൺ ആസ് ബോഗുമോസ്. എന്താണ് പ്രാധാന്യം? സ്പാഗ്നത്തിന്റെ ഡ്രൈഡ് പ്ലാൻ ബോഡി, അതിന് പറയുന്ന പേരാണ് പീറ്റ് അല്ലെ? ഈ പീറ്റിന്റെ സോഫ്റ്റ് ടെക്സ്ചർ കാരണം ആ പീറ്റിന് പ്രാധാന്യമുണ്ട്. ആ പീറ്റിന്റെ പ്രാധാന്യത്തിലൂടെയാണ് സ്പാഗ്നം പ്രധാനപ്പെട്ടതാകുക. ഫ്ലവർ പോലെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം പാക്കേജിങ്ങിനും റൂട്ടിംഗ് മീഡിയമായിട്ട് ഈവൻ ഫ്യൂവലായിട്ട് പോലും ഉപയോഗിക്കുന്നതാണ് പീറ്റ്. അപ്പൊ പീറ്റിന്റെ ആ പ്രാധാന്യത്തിലൂടെ പീറ്റ് എടുക്കുന്ന സ്പാഗ്നം എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആകുന്നു. ഇപ്പൊ ബ്രയോഫൈറ്റിൽ ഇൻഡിവിജ്വൽ പ്രാധാന്യമുള്ള ഒരേ ഒരു ജീനസ് സ്പാഗ്നമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതെല്ലാം ബ്രയോഫൈറ്റുകളാണ് നമുക്കറിയാം. അപ്പൊ ഇതിനകത്ത് മോസ് അല്ലാത്ത ഏതാണ്? മാർക്കാൻഷ്യ മാത്രം ലിബർവറ്റ്, ബാക്കി മൂന്നും മോസസ്. ഓക്കെ, യെസ്, എല്ലാം ബ്രയോഫൈറ്റ്. നെക്സ്റ്റ് വൺ. സെലക്ട് ദ സ്യൂട്ടബിൾ ടേം applicable to the stamen which are attached to perianth as in the flower of lily. നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിലും ആ ക്വസ്റ്റ്യനകത്ത് അടങ്ങിയിരിക്കുന്ന തീം നമ്മൾ പഠിക്കുന്നുണ്ട്. തലാമസ് എന്ന് പറയുന്ന ഫ്ലോറൽ ആക്സിസിന്റെ കണ്ടൻസേഷനിലൂടെ തലാമസ് നോഡുകളെല്ലാം അടുത്തിരിക്കുന്നത് കൊണ്ടും ഓരോ നോഡിൽ സ്പേസ് ലിമിറ്റഡ് ആയതുകൊണ്ടും തലാമസിന്റെ നോഡയിലിരിക്കുന്ന ഫ്ലോറൽ ലീഫുകൾക്ക് ഫ്യൂഷൻ ഉണ്ട്. ഫ്യൂഷൻ, നാച്ചുറലി ഫ്യൂഷന് 2 ചാൻസ്. ഒരു നോഡയിലെ ഫ്ലോറൽ ലീഫുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന കൊഹിഷൻ ആകാം, എല്ലാ വേളിലും വരാം. ആ നിലയിൽ നോക്കുമ്പോൾ പോലും ആൻഡ്രീഷ്യത്തിന്റെ സ്റ്റേമൻ അവിടെ വളരെ കോംപ്ലക്സ്. കാരണം ഫിലമെന്റ് ആന്ത്രം അടങ്ങിയ സ്റ്റേമൻ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിന് 3 പോസിബിലിറ്റി. സ്റ്റേമന്റെ ഫിലമെന്റുകൾ മാത്രം ഫ്യൂസ് ചെയ്യുന്ന അഡൽഫസ്, അതിനകത്ത് വരുന്നതിലെ മോണഡൽഫസ്, ഡൈഅഡൽഫസ്, പോളിഅഡൽഫസ് ഒക്കെ. വീണ്ടും സ്റ്റേമന്റെ ആന്ത്രം മാത്രം ഫ്യൂസ് ചെയ്ത് ഫിലമെന്റ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് സിൻജനേഷ്യസ്, NCERT ബുക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ ഫിലമെന്റ് ആന്ത്രം മൊത്തം ഫ്യൂസ് ചെയ്യുന്ന സിനാൻഡ്രസ്, NCERT ബുക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ സ്റ്റേമിനുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന കോഹിഷന് 3 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് ഫിലമെന്റ് മാത്രം ഫ്യൂസ് ചെയ്ത് ആന്തർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അഡൽഫി. അത് എല്ലാം കൂടെ ചേർന്ന് ഒരു ബണ്ടിലാകുന്ന മോണഡൽഫി ആകാം, 2 ബണ്ടിലാകുന്ന ഫാബേസി കോമൺ ആയിട്ട് കാണുന്ന ഡൈഅഡൽഫി ആകാം, 2ൽ കൂടുതൽ ബണ്ടിൽ ഫോം ചെയ്യുന്ന പോളിഅഡൽഫി ആകാം അല്ലെ? ഇനി അതുപോലെ തന്നെ 2 നോഡുകൾ തമ്മിൽ ഫ്യൂഷന് ചാൻസ് ഉണ്ട്. അതാണ് അഡ്ഹഷൻ ഓർ അഡ്നേഷൻ.
ഈ രണ്ട് നോഡുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴും ആ ഫ്യൂഷന് ലോകത്ത് എത്ര പോസിബിലിറ്റി ഉണ്ടോ അതിനകത്തെല്ലാം ഒരു നോഡെന്ന് പറയുന്നത് ഈ സ്റ്റേമിനിരിക്കുന്ന നോഡാണ്. അതിനകത്തൊരു പോസിബിലിറ്റി സ്റ്റേമൻ തൊട്ട് മുകളിലത്തെ നോഡയിലെ കാർപ്പലുമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ സ്റ്റേമന്റെ ആന്തരം കാർപ്പലും സ്റ്റിഗ്മയായിട്ട് ചേരുന്ന ഗൈനാൻഡ്രസ് NCERT ബുക്കിലില്ല, പക്ഷെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി സ്റ്റേമൻ താഴേക്ക് ഡിഫറൻഷ്യബിൾ കാലിക്സും കൊറോളായും ഉള്ള ഒരു ഫ്ലവർ ആണെങ്കിൽ ആ കേസിൽ മൂന്നാമത്തെ നോഡയിലെ സ്റ്റേമൻ താഴേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഇരിക്കുന്ന പെറ്റലാണ്. പെറ്റലുമായിട്ട് ചേരുമ്പോൾ അത് എപ്പിപെറ്റലസ്. എന്നാൽ ഡിഫറൻഷ്യബിൾ കാലിക്സ് ആൻഡ് കൊറോളായ്ക്ക് പകരം പെരിയാന്തുള്ള ഫ്ലവർ, അങ്ങനത്തെ ഫ്ലവറിന് ഒരു ടേം ഉണ്ട്. NCERT ബുക്കിൽ ഇല്ലെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. മോണോക്ലാമിഡിയസ് എന്ന് പറയും. ദാറ്റ് ഇസ് വെരി കോമൺ ഇൻ മോണോകോട്ട് ലൈക്ക് ലില്ലിയേസിയേ. അപ്പൊ അങ്ങനെ അൺഡിഫറൻഷ്യബിൾ കാലിക്സ് ആൻഡ് കൊറോള എന്നറിയപ്പെടുന്ന പെരിയാന്തുള്ള ഫ്ലവറുകളിൽ മൂന്നാമത്തെ നോഡയിലെ സ്റ്റേമൻ താഴേക്ക് ഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തൊട്ട് താഴെ ഇരിക്കുന്ന ടെപ്പലുമായിട്ട് ചേരുക. അപ്പൊ അതിന് പറയുന്ന പേരെന്നതാ എപ്പിഫില്ലസ് അല്ലെങ്കിൽ എപ്പിടെപ്പലസ് എന്ന് പറയും. കൂടുതൽ കറക്റ്റ് എപ്പിഫില്ലസ്. NCERT ബുക്കിൽ എപ്പിഫില്ലസ് എന്നുള്ള വാക്കേ ഉള്ളൂ. അപ്പൊ സ്റ്റെയ്മനും ടെപ്പലും എന്ന് പറഞ്ഞാൽ സ്റ്റെയ്മൻ ടെപ്പലിനോട് ചേർന്നിരിക്കുമ്പോൾ പറയുന്ന വാക്കാണതാ. എന്നാ സംശയം? എപ്പിഫില്ലസ്. ഡയറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ ആ ഫ്യൂഷന്റെ കാര്യം ഇച്ചിരി പ്രധാനപ്പെട്ടതായതുകൊണ്ട് സ്റ്റെയ്മൻ അതിനകത്ത് കൂടുതൽ ഫേമസ് ആയതുകൊണ്ട് സ്റ്റെയ്മന്റെ കാര്യം ഒന്ന് ഇച്ചിരി പറഞ്ഞല്ലോ കേട്ടോ. ഓക്കെ, യാ. നെക്സ്റ്റ് വൺ. അഗെയിൻ നമ്മളിപ്പോ പറഞ്ഞ ഈ അൺഡിഫറൻഷ്യബിൾ കാലിക്സ് ആൻഡ് കൊറോളയുടെ ഇൻഫർമേഷൻ ഒക്കെ കിടക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആ പാരഗ്രാഫ് മോർഫോളജിയിൽ എവിടെയാണോ ഫ്ലവറിന്റെ ഫസ്റ്റ് ഹെഡിങ്ങിന്റെ താഴെ അതിന്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫ് കിടക്കുന്ന കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. ഹൈലി ഇറഗുലർ ഫ്ലവർ ലൈക്ക് ദാറ്റ് ഓഫ് ക്യാന വിച്ച് cannot be divided into two similar half in any plane. സംശയം സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുമ്പം തലാമസിന്റെ സെൻട്രൽ ആക്സിസിലൂടെ പോകുന്നത് പോലെ നമ്മൾ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും കിട്ടുന്ന ഹാഫുകൾ അൺഈക്വൽ ആയിട്ട് വരിക. ആ സ്ഥാനത്ത് ഒരു പ്ലെയിനിലെങ്കിലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടിയാൽ ഫ്ലവർ സിമെട്രിക്കലായി. അത് ഒന്നിൽ കൂടുതൽ പ്ലെയിൻസിൽ നമുക്ക് സിമിലർ ഹാഫ് എടുക്കാൻ സാധിച്ചാൽ അത് ആക്ടിനോമോർഫിക്കായി. ഒറ്റ പ്ലെയിന് മാത്രമാണെങ്കിൽ സൈഗോമോർഫിക്കായി. ഇതാണ് ഐസോമെറസ് എന്ന് പറഞ്ഞാൽ. തലാമസായി കാണുന്ന ഡിഫറെന്റ് നോഡുകളിൽ മോസ്റ്റ് ഓഫ് ദ നോഡിൽ സെയിം നമ്പർ ഓഫ് ഫ്ലോറൽ ലീഫുകൾ വരിക. സെയിം നമ്പർ. കൂടുതൽ ഫ്ലവറുകൾ അങ്ങനെയാണ്. അതിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 3. ട്രൈമിയറസ്, ടെട്രാമിയറസ്, പെന്റാമിയറസ്. അർത്ഥമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്താണല്ലോ ആൻസർ? സിമെട്രിക്. ഓക്കെ, യെസ്. അടുത്തത് യെസ്. കോർക്ക് ഗേംബിയം, കോർക്ക് സെക്കൻഡറി കോർട്ടസ് കളക്റ്റീവ്ലി കോൾഡ്. നമുക്കറിയാം സ്റ്റീലിന്റെ അകത്ത് ആദ്യത്തെ സെക്കൻഡറി മെരിസ്റ്റമായ വാസ്കുലർ കേംബിയം ഉണ്ടായി. കേംബിയത്തിൽ നിന്ന് അകത്തേക്ക് സൈലം പുറത്തേക്ക് ഫ്ലോയം ഉണ്ടായി. സ്റ്റീൽ നിറഞ്ഞു കഴിയുമ്പോൾ വാസ്കുലർ കേംബിയം കണ്ടിന്യൂസ് ഡിവിഷൻ വിതിൻ ദ സ്റ്റീൽ. പക്ഷെ അകത്ത് സ്ഥലമില്ല. അപ്പൊ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി വാസ്കുലർ കേംബിയത്തിന്റെ ആ നീളമൊക്കെ കൂടി അവൻ പയ്യെ പുറകോട്ടേക്ക് തള്ളുമ്പോൾ അല്ലെ സ്റ്റീലിന്റെ പുറത്തിരിക്കുന്ന പ്രൈമറി ടിഷ്യൂസുകളൊക്കെ ക്രഷ്ഡ് ആകുന്നു, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അത് പൊട്ടിപ്പോയി സ്റ്റീലിന്റെ അകത്തുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന ഒഴിവാക്കാനായിട്ട് സ്റ്റീലിന്റെ പുറത്തുണ്ടാകുന്ന സെക്കൻഡറി ഇന്റഗമെന്ററി സിസ്റ്റമായ പെരിഡേം, ആ പെരിഡേം ഉണ്ടാകാൻ വേണ്ടി സ്റ്റീലിന്റെ പുറത്ത് നടക്കുന്ന കാര്യം പ്രധാനമായിട്ടും എന്താണ്? ഒരു കോർക്ക് കേംബിയം എന്ന് പറഞ്ഞൊരു മെരിസ്റ്റം ഉണ്ടാകുന്നു, ഓൾസോ നോൺ ആസ് ഫെല്ലോജൻ. എന്നിട്ട് അകത്തേക്ക് ഫെല്ലോഡേം പുറത്തേക്ക് ഫെല്ലം. ഫെല്ലം ഈസ് ഓൾസോ നോൺ ആസ് കോർക്ക്. അങ്ങനെ സ്റ്റീലിന്റെ പുറത്തുണ്ടാകുന്ന മെരിസ്റ്റമായ കോർക്ക് കേംബിയം, അതിന്റെ അകത്തേക്കുണ്ടാകുന്ന ഫെല്ലോഡേം പുറത്തേക്കുണ്ടാകുന്ന ഫെല്ലം, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പറയുന്ന പേരല്ലേ പെരിഡേം. അപ്പൊ പെരിഡേമിന്റെ ഫംഗ്ഷൻ ഒറ്റവാക്കിൽ എന്നതാ? പെരിഡേം ഫംഗ്ഷൻ ആസ് സെക്കൻഡറി ഇന്റഗമെന്ററി സിസ്റ്റം വിച്ച് പ്രൊട്ടക്ട് ദ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി. കോർക്ക് കേംബിയം ഓൾസോ നോൺ ആസ് ഫെല്ലോജൻ, കോർക്ക് ഓൾസോ നോൺ ആസ് ഫെല്ലം, സെക്കൻഡറി കോർട്ടസ് ഓൾസോ നോൺ ആസ് ഫെല്ലോഡേം, ടുഗദർ നോൺ ആസ് വാട്ട്? എന്നാ സംശയം? പെരിഡേം. ഓക്കെ, അപ്പൊ പെരിഡേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ഫെല്ലോജൻ. ദിസ് വൺ. കാരണം ഇതാണല്ലോ മെരിസ്റ്റം. പിന്നെയാണ് ഫെല്ലം, ഓൾസോ നോൺ ആസ് കോർക്ക്, ദെൻ ഫെല്ലോഡേം, ഓൾസോ നോൺ ആസ് സെക്കൻഡറി കോർട്ടക്സ്. കാരണം ഫെല്ലോജൻ ഉണ്ടായാലേ ബാക്കി രണ്ട് കാര്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ മെയിൻ കാര്യം ഫെല്ലോജൻ ആണെങ്കിലും അത് മൂന്നും കൂടെ ഒരുമിച്ച് പറയുന്ന പേര് പെരിഡേം, സെക്കൻഡറി പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ഓക്കെ, യാ. അടുത്തത് when xylem and phloem are arranged in an alternate manner on different radii, the arrangement is called. സൈലവും ഫ്ലോയവും ഇങ്ങനെ മാറി മാറി ഇരിക്കുക. അപ്പൊ ഇത് സൈലം, ഇത് ഫ്ലോയം ആണെന്ന് സങ്കല്പിക്കുക. അതിന് പറയുന്ന പേരാണതാ
This is known as radial arrangement, typical to which part of plant? Root system. അല്ലേ? ആ സ്ഥാനത്ത് സൈലവും ഫ്ലോയും ഇങ്ങനെ ഒരേ റേഡിയസിൽ, നോർമലി സൈലം അകത്തേക്കും ഫ്ലോയം അകത്തേക്കും വന്നാൽ ഇതെന്താണ്? ദിസ് ഈസ് കൺജോയിന്റ്, ടിപ്പിക്കൽ ടു ഷൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. അത് ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ സൈലം അകത്തേക്കും ഫ്ലോയം പുറത്തേക്കും വന്നാൽ കൺജോയിന്റ് തന്നെ ഇത് ടിപ്പിക്കലി കൊളാട്രൽ ആണെന്നേ ഉള്ളൂ. കൊളാട്രൽ. ഇപ്പൊ കൊളാട്രൽ എന്ന് പറയുമ്പോൾ സൈലം അകത്തേക്കും ഫ്ലോയം പുറത്തേക്കും വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്നതാ? സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ, മാറി മാറിയിരിക്കുക. തീർച്ചയായിട്ടും റേഡിയൽ. അതിന്റെ ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ആണ് കൺജോയിന്റ്. കൺജോയിന്റിന് വീണ്ടും 3 പോസിബിലിറ്റി. അതിനകത്തൊന്നാണ് കൊളാട്രൽ, ഞാൻ പറഞ്ഞു. സൈലം ഇന്റേണൽ, ഫ്ലോയം എക്സ്റ്റേണൽ. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്നതാ? സൈലം ഇങ്ങനെ നടുക്ക് വന്ന് ഫ്ലോയം 2 സൈഡിലും വരാം. ഇത് ബൈകൊളാട്രൽ. അടുത്തത് എന്നതാ? ഒരു ടിഷ്യൂ നടുക്ക് വന്ന് അതിനെ ചുറ്റി രണ്ടാമത്തേത് വരാം. അതിങ്ങനെ സൈലം നടുക്ക് വന്ന് ഫ്ലോയം ചുറ്റിലും വരാം, അല്ലെങ്കിലോ ഫ്ലോയം നടുക്ക് വന്ന് സൈലം ഇങ്ങനെ ചുറ്റിലും വരാം. ഇതിലേതാണേലും ഇത് രണ്ടും കോൺസെൻട്രിക് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് സൈലം നടുക്ക് വന്ന് ഫ്ലോയം ചുറ്റിലും വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ആംഫി ക്രൈബൽ എന്ന് പറയും. ഫ്ലോയം നടുക്ക് വന്ന് സൈലം ചുറ്റിലും വന്നാൽ ആംഫി വാസൽ. എന്താണേലും നോക്കി, ഈ 4 ബണ്ടിലും വാട്ട് ഈസ് കോമൺ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൈലം ആൻഡ് ഫ്ലോയം ആർ ഇൻ ദ സെയിം റേഡിയസ്. അതുകൊണ്ട് ഇതെല്ലാം കൺജോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. റേഡിയലിന്റെ അർത്ഥം എന്നതാ? സൈലോ ഫ്ലോ ഇങ്ങനെ മാറി മാറിയിരിക്കുവാണ്, ഒരിക്കലും ഒരു വെർട്ടിക്കൽ ലൈന് വരിക. ഓക്കെ, യെസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. യെസ്, നെക്സ്റ്റ് വൺ. Which of the following is wrongly matched? Cell the unit of life എന്നാണ്. റിഗാർഡിംഗ് സെൽ ഓർഗനൽ ആൻഡ് ദെയർ ഫംഗ്ഷൻ ആണ്. നമുക്ക് നോക്കാം. RER പ്രോട്ടീസിന്തസിസ് ശരിയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് RER ഈസ് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ്. 80S റൈബോസോം ഉണ്ട്, പ്രോട്ടീൻ ഫോർമേഷൻ ഉണ്ട്. SCR ലിപ്പിഡ് സിന്തസിസ് വളരെ ശരിയാണ്. റൈബോസോം ഇല്ലാത്ത സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എസ്പെഷ്യലി ആനിമൽ സെൽസിനകത്തൊക്കെ അവിടെയാണല്ലോ സ്റ്റിറോയിഡൽ ഹോർമോൺസുകളൊക്കെ ഉണ്ടാകുക. സ്റ്റിറോയിഡ്സ് ആർ എ ടൈപ്പ് ഓഫ് ഡിറൈവ്ഡ് ലിപ്പിഡ്. ഓക്കെ, ശരിയാണ്. ലൈസോസോം ഡൈജഷന് വേണ്ടിയുള്ള സെൽ ഓർഗനൽ, ഓൺലി തിങ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽ, പ്ലാന്റ് സെല്ലിൽ വരികയില്ല. അതിനുവേണ്ടിയാണല്ലോ ലൈസോസോം കണ്ടെയ്ൻ ദ വണ്ടർഫുൾ ഡൈജസ്റ്റീവ് എൻസൈം ഗ്രൂപ്പ് ഹൈഡ്രോളൈസസ്, ആസിഡ് ഹൈഡ്രോളൈസസ്. ശരിയാണ്. ദെൻ സാപ്പ് വാക്യൂൾ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ തെറ്റാണ്. സാപ്പ് വാക്യൂളിന്റെ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷനോട് ബന്ധപ്പെട്ട വാക്യൂൾ കൺട്രാക്റ്റൈൽ വാക്യൂളാണ്, ഫൗണ്ട് ഇൻ ലോവർ ഫോംസ് ലൈക്ക് പ്രോട്ടിസ്റ്റ്. നമ്മുടെ പ്രോട്ടോസവൻ പ്രോട്ടിസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ സ്പോറോസവൻ ക്ലാസ്സിൽ മാത്രമാണ് ഈ കൺട്രാക്റ്റീവ് വാക്യൂൾ അത്ര പ്രസക്തമല്ലാത്തത്. ബാക്കി ആ 3 ക്ലാസ്സുകളിലും കൺട്രാക്റ്റീവ് വാക്യൂൾ, സമീബോയിഡ്സിലൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സീലിയഡ്സിലൊക്കെ. അതുകൊണ്ട് സാപ്പ് വാക്യൂൾ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ തെറ്റായി. സോ ഓട്ടോമാറ്റിക്കലി ആൻസർ ഈസ് ഓപ്ഷൻ 4 ബിക്കോസ് ഇറ്റ് ഈസ് റോങ്ലി മാച്ച്ഡ്. ഓക്കെ, യാ. അടുത്തത് അഗെയിൻ ഫ്രം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, അഗെയിൻ വിച്ച് ഈസ് റോങ്ലി മാച്ച്ഡ്. ഇപ്പം സെല്ലിന്റെ അകത്തുള്ള ചില സെൽ ഓർഗനൽസുകളോ അല്ലെങ്കിൽ സെല്ലുലാർ പാർട്സുകളോ തന്നിട്ട് അതിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് നോക്കാം. ന്യൂക്ലിയോലസ് RRന്റെ സിന്തസിസ് 100% ശരിയാണ്. ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന സ്പെറിക്കൽ ബോഡിയായ ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ നമ്മൾ മോർഫോളജിക്കലി പറയാം റൈബോസോ സിന്തസിസ്. എന്നുകൊണ്ട് റൈബോസോം മൊത്തം ഉണ്ടായി വരിക എന്നല്ല. റൈബോസോംസ് ആർ മേഡപ്പ് ഓഫ് RRNA ആൻഡ് പ്രോട്ടീൻ. ആ RRNA ഫോം ചെയ്യുന്നത് ന്യൂക്ലിയോലസിന്റെ അകത്തിരിക്കുന്ന DNA പാർട്ടിൽ നിന്നുമാണ് അതിന്റെ അർത്ഥം. അപ്പം ജെനറ്റിക്കലായിട്ട് സൈറ്റോളജിക്കലായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ ശരിക്കും RRNA ഫോർമേഷൻ, അതിലൂടെ റൈബോസോം കറക്റ്റാണ്. സെൻട്രിയോൾ കാർട്ടിവിയൽ സ്ട്രക്ചർ ശരിയാണ്. നമുക്കറിയാം സെൻട്രിയോളിന്റെ അകത്തും പിന്നെ സീലിയ ഫ്ലജലയുടെ ബേസൽ ബോഡിക്കകത്തും 9+0 അറേഞ്ച്മെന്റിലൂടെ 27 മൈക്രോട്യൂബ്യൂൾസുകൾ വരുമ്പോൾ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് റിസംബിൾ ദി കാർട്ടിവിൽ, കാളവണ്ടി ചക്രം അല്ലേ. നമുക്കറിയാം എങ്ങനെ സെൻട്രൽ ഒരു ഹബ്ബ്, എന്നിട്ട് പെരിഫറിയിൽ ഇങ്ങനെ ട്രിപ്ലറ്റ്സ് അല്ലെ, ഇങ്ങനത്തെ 9 എണ്ണം വന്ന് ഓരോ ട്രിപ്ലറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ. ഇറ്റ് ഈസ് സ്പോക്സ്, ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ 9 സ്പോക്സ്, ഇപ്പൊ ഇങ്ങനത്തെ 9 ഗ്രൂപ്പ് ഉണ്ട്. ഇസ് ഇറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ പെരിഫറിയിൽ ഇങ്ങനെ ഒരു ഡിസ്ക്, പിന്നെ നടുക്കൊരു ഭാഗം, പിന്നെ അകത്തേക്ക് കണക്ഷൻ വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു കാളവണ്ടി ചക്രത്തിന്റെ ഷേപ്പാണ്. കറക്റ്റാണ്. ദെൻ റൈബോസോ ന്യൂക്ലിയോ പ്രോട്ടീൻ, വെരി വെരി കറക്റ്റ്.
ഞാനിപ്പോൾ പറഞ്ഞല്ലോ റൈബോസോമിൻ്റെ കെമിസ്ട്രി എന്താണ്? റൈബോസോം കെമിക്കലി മേഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. അതുകൊണ്ടാണല്ലോ റൈബോസോമിൻ്റെ ഒരു കോമൺ നെയിം തന്നെ RNB പാർട്ടിക്കിൾ എന്നാണ്. RNB പാർട്ടിക്കിൾ എന്താ അതിൻ്റെ ഫുൾ ഫോം? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പാർട്ടിക്കിൾ എന്നാണ്. ടി ആണ്. റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പാർട്ടിക്കിൾ. റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പാർട്ടിക്കിൾ. ഇതിന്റെ അർത്ഥം എന്നതാ? റൈബോസോം ഈസ് മേഡ് അപ്പ് ഓഫ് റൈബോ ന്യൂക്ലിക് ആസിഡ്. അതെന്നതാ? RNA ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, റൈബോ ന്യൂക്ലിയോ കറക്റ്റ്. ദെൻ ക്ലോറോപ്ലാസ്റ്റ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ തെറ്റിപ്പോയി. എന്താ തെറ്റ്? ക്ലോറോപ്ലാസ്റ്റിൽ ഒരു ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. അത് എന്ത് ഫോസ്ഫോറിലേഷൻ? ദാറ്റ് ഈസ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഹെൽപ്ഡ് ബൈ ദ പിഗ്മെന്റ്സ് ലൊക്കേറ്റഡ് ദെയർ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്ന എവിടെയാ? അത് മൈറ്റോകോൺട്രിയ ആസ് ഫാർ ആസ് യൂക്കാരിയോട്സ് ആർ കൺസേൺ. ദാറ്റ്സ് എ പാർട്ട് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അപ്പം അതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റിൽ ഒരിക്കലും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല. സോ ദിസ് ഈസ് ദ റോങ് മാച്ച്. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത് അത് ചുമ്മാ സിമ്പിൾ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സീക്വൻസ് സ്റ്റേജ് ഇൻ സെൽ സൈക്കിൾ. തീർച്ചയായിട്ടും സെൽ സൈക്കിളിൽ ആദ്യം ഇന്റർഫേസിന്റെ മെയിൻ കാര്യം എസ് ഫേസിൽ റെപ്ലിക്കേഷൻ ആണ്. പക്ഷേ എസ് ഫേസ് നടക്കണമെങ്കിൽ അതിനു മുമ്പ് അതിന്റെ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കാനുണ്ട്. അപ്പം ആ ഫേസ് ആണല്ലോ G1. അപ്പം G1S, പിന്നെ G2 and M അല്ലേ? ഇപ്പം ഇത് വരും. G1 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൽ ഇതൊന്നും വരികയില്ല. സോ G1S, G2 and M. M ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ആകാം, അല്ലെങ്കിൽ മിയോസിസ് ആകാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ദ ഇവന്റ്സ് ഇൻ ഇന്റർഫേസസ് ആർ ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, ഓൾമോസ്റ്റ് അല്ല, സെയിം. ക്ലിയർ? യെസ്. അടുത്തത് ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് യെസ്, ഇപ്പൊ പറഞ്ഞല്ലോ, ദ ഫേസ് വിച്ച് മാർക്ക് ദ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് DNA സിന്തസിസ് ഒക്കർ. സെൽ സൈക്കിളിന്റെ ലോങ്സ്റ്റ് ഫേസ് എന്നറിയപ്പെടുന്ന ഇന്റർഫേസിന്റെ മെയിൻ കാര്യം ഡബിളിംഗ് ഓഫ് DNA എന്ന് പറഞ്ഞ റെപ്ലിക്കേഷൻ ആണ്. കാരണം സെൽ ഡിവിഷൻ എം ഫേസ് നടക്കുന്നതിന് മുമ്പ് DNA ഡബിൾ ചെയ്തില്ല എങ്കിൽ എം ഫേസിൽ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ന്യൂക്ലിയസ് മുറിയല. ന്യൂക്ലിയസ് മുറിയുന്നില്ലെങ്കിൽ സെൽ ഡിവിഷൻ സ്റ്റോപ്പ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇന്റർഫേസിന്റെ സമാൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ഓഫ് DNA ആണ്. ഒരു സംശയമില്ല. നടക്കുന്ന ഫേസ് എന്നതാ? സിന്തറ്റിക് ഫേസ് ആയി എസ് ഫേസ്. ഓക്കെ, സോ DNA സിന്തസിസ് ഒക്കെ എസ് ഫേസ്. പക്ഷെ ഓർത്തോണം, ആ എസ് ഫേസിൽ നടക്കുന്ന റെപ്ലിക്കേഷന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന G1 ഫേസിൽ. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട് G1 ഫേസ് ആണ് മെറ്റബോളിക്കലി മോസ്റ്റ് ആക്റ്റീവ്. എം ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇന്റർഫേസ് മൊത്തത്തിൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെങ്കിലും അതിനകത്ത് ഏറ്റവും ആക്റ്റീവ്, മെറ്റബോളിക്കലി ഏറ്റവും ആക്റ്റീവ് എന്ന് പറയുന്നത് G1 ഫേസ് ആണ്. അത് ഓർത്തോണം. ഓക്കെ, പക്ഷെ റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസ്. ഓക്കെ, അടുത്തത് പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? ലോഡിംഗ് ഓഫ് ഷുഗർ ഇൻ ടു CV2 ഫ്രം സോഴ്സ് പോയിന്റ്. ഫുഡ് മോളിക്യൂൾ ഉണ്ടാകുന്ന സ്ഥലമായ മീസോഫിലിൽ നിന്നും കമ്പാനിയൻ സെല്ലിലൂടെ CV2 ഫുഡ് മോളിക്യൂൾസുകളെ കയറ്റി വെക്കുന്ന പരിപാടി. അത് കോൺസെൻട്രേഷൻ അനുസരിച്ചൊന്നും ആകണമെന്നില്ല. അതുകൊണ്ട് അതൊരു ആക്റ്റീവ് പ്രോസസ്സുമാണ്. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? എന്നാ സംശയം? ഫ്ലോയം ലോഡിംഗ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് മോളിക്യൂൾ ത്രൂ ദ ഫ്ലോയം അക്കോർഡിംഗ് ടു ദ എക്സ്പ്ലനേഷൻ ഗിവൻ ബൈ മഞ്ച്, ദാറ്റ് ഈസ് മാസ് ഫ്ലോ ഹൈപ്പോസിസ് അല്ലെങ്കിൽ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തിസിസ്. ശരിക്കും അതിനകത്ത് 3 സ്റ്റെപ്പാണ് വരിക അല്ലെ? ഫ്ലോയം ലോഡിംഗ്, പിന്നെ ശരിക്കുമുള്ള മാസ് ഫ്ലോ, ദെൻ ഫ്ലോയം അൺലോഡിങ്. ഈ ഫ്ലോയം ലോഡിങ്ങും ഫ്ലോയം അൺലോഡിങ്ങും ആക്റ്റീവ് ആകാം, പക്ഷെ മാസ് ഫ്ലോ ശരിക്കും പാസീവാണ്. അത് ഓർത്തോണം. ഓക്കെ, യെസ്. ഇപ്പൊ ഫ്ലോയം ലോഡിങ് നടക്കുന്നത് സോഴ്സിന്റെ ഏരിയയിൽ, അൺലോഡിങ് നടക്കുന്നത് സിങ്കിന്റെ ഏരിയയിൽ. ഓക്കെ, പക്ഷെ സോഴ്സ് സിങ്ക് റിലേഷനൊക്കെ മാറി മാറി വരുന്നത് കൊണ്ട് ഇപ്പം നിലവിൽ സോഴ്സായിട്ട് പെരുമാറുന്ന ഭാഗം കുറച്ച് കഴിയുമ്പോൾ സിങ്ക് ആകാം. ഇവിടെ ഇപ്പം സിങ്കായിട്ട് പെരുമാറുന്ന കുറച്ച് കഴിയുമ്പോൾ സോഴ്സ് ആകാം. അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ ബൈഡയറക്ഷണൽ എന്ന് പറയുക. ഓക്കെ, അത് ഓർത്തോണം. അപ്പോൾ സൈലന്റ് ട്രാൻസ്പോർട്ട് വഴി വരുന്ന വ്യത്യാസമാണ്. സൈലന്റ് ട്രാൻസ്പോർട്ട് എപ്പോഴും യൂണി ഡയറക്ഷണൽ, തിരിച്ചൊഴുകയല്ല. ഫ്ലോയം ട്രാൻസ്പോർട്ട് ബൈ ഡയറക്ഷണൽ ആകാം. ഓക്കെ, യെസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ 2. അടുത്തത് യെസ്, മെംബ്രെയിൻ ദാറ്റ് അലൗസ് സോൾവെന്റ് ആൻഡ് സം ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് പ്രിവെന്റ് അതേഴ്സ് ആർ കോൾഡ്. എന്നാ സൂപ്പർ ക്വസ്റ്റൻ. എന്നാ ഡയറക്റ്റ് ആൻസർ? വാട്ട് ഇസ് ഇറ്റ്? സെലക്ടീവ്ലി ഓർ ഡിഫറൻഷ്യബിളി പെർമെബിൾ മെംബ്രെയിൻ. ഇപ്പൊ വാക്കുകളൊക്കെ ഓർക്കും. ഇപ്പൊ സപ്പോസ് ദർ ഇസ് എ മെംബ്രെയിൻ, ദേ മേ നോട്ട് അലൗ എനിത്തിങ്സ് ടു പാസ്. സോൾവെന്റ് സൊല്യൂട്ടിന് ഒന്നിനെ കടത്തി വിടുകയില്ലെങ്കിലോ അത് ഇംപെർമിബിൾ ആണ്. Suppose there is a membrane that allows the free movement of solvent and all type of solute, അത്
ഫ്രീലി പെർമിബിൾ ആണ്. സപ്പോസ് എ മെമ്പറൈൻ അലൗസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ഓൺലി, സൊല്യൂട്ടിനെ കടത്തി വിടുന്നില്ലെങ്കിൽ അത് സെമി പെർമിബിൾ ആണ്. എന്നാൽ ഏതെങ്കിലും മെമ്പറൈൻ സോൾവെന്റിനെ കടത്തി വിടുമ്പോൾ സൊല്യൂട്ടുകളെയും ആവശ്യമനുസരിച്ച് സെലക്റ്റീവായിട്ട് കടത്തിവിട്ടാൽ അത് ഡിഫറൻഷ്യലി പെർമിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ അടക്കമുള്ള ഓൾമോസ്റ്റ് എല്ലാ മെമ്പറൈൻസുകളും സെമി പെർമിബിളും ആണ്, സെലക്റ്റീവ്ലി പെർമിബിളും ആണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, യെസ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ 3. അടുത്തത്, യെസ്, നെക്രോസിസ് ഓഫ് ടിഷ്യൂ പർട്ടിക്കുലർലി ലീഫ് ടിഷ്യൂ ഇസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. നെക്രോസിസ് ലോക്കലൈസ്ഡ് ഡെത്ത് ഓഫ് ടിഷ്യൂ, പ്രത്യേകിച്ച് ലീഫിലാണെന്ന് വരിക. ക്വസ്റ്റ്യൻസ് ഫോർ മിനറൽ ന്യൂട്രീഷൻ. നമ്മളെ റോൾ ഓഫ് എലമെന്റ്സ് ഒക്കെ പഠിച്ചിട്ട് ദ മീനിങ് ഓഫ് ഡെഫിഷ്യൻസി സിംറ്റംസ്, അപ്പം അത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, അതിലൂടെ ഡെഫിഷ്യൻസി സിംറ്റത്തിലേക്കൊക്കെ വന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോരോ എലമെന്റുകൾക്ക് സ്പെസിഫിക് ആയിട്ടൊക്കെ സിംറ്റംസുകളുണ്ട്. നമുക്കത് ഭാഗ്യത്തിന് സിലബസിൽ അങ്ങനെ പഠിക്കാനില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ എലമെന്റ്സുകൾ അല്ലെങ്കിൽ ഒരേ സിംറ്റംസിന് കാരണമാകുന്ന ഒന്നിൽ കൂടുതൽ എലമെന്റ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങൾ സിലബസിൽ പറയുന്നത് നമുക്കറിയാം. ഒന്ന് ക്ലോറോസിസ്, ഒരുപാട് എലമെന്റ്സുകൾ. ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സുകളും ക്ലോറോസിന് കാരണമായെങ്കിലും നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ, കാൽസ്യം ഒക്കെ വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ ഡിലേ ഇൻ ഫ്ലവറിംഗ്, ഇപ്പോൾ ഇവിടെ നൈട്രജനുമായിട്ട് ബന്ധപ്പെട്ട നൈട്രജൻ, മാംഗനീസ്, മോളിബ്ഡിനം. അതുപോലെ ഡിലേ ഇൻ സെൽ ഡിവിഷൻ, ഒരു ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, അവിടെ നൈട്രജൻ, പൊട്ടാസ്യം, പിന്നെ മോളിബ്ഡിനം ഒക്കെ. പിന്നെ പറഞ്ഞാൽ നെക്രോസിസ് പറയുക. ഇപ്പം നെക്രോസിന് കാരണമാകുന്ന ആ എലമെന്റ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേര് ഓർക്കേണ്ടത് ഈ കാൽഷ്യവും കോപ്പറുമാണ്. ഒട്ടും മോശമല്ല മഗ്നീഷ്യം. പൊട്ടാസ്യത്തിനകത്ത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ തന്നെ പ്രത്യേകിച്ച് മഗ്നീഷ്യം കഴിഞ്ഞ പിന്നെ ഇവരിൽ പ്രധാനപ്പെട്ടത് കാൽഷ്യമാണ്. അപ്പൊ കാൽഷ്യവും മഗ്നീഷ്യവും ചേർന്ന് വരുന്ന കോമ്പിനേഷൻ അത് എടുത്താൽ മതി. അതിനകത്ത് ഈ ഓപ്ഷൻ 2 ഉള്ളൂ. സോ ഇതിനകത്ത് നെക്രോസിന് കാരണമാകുന്ന ഏതാ? കാൽഷ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം മുതലായ എലമെന്റ്സിന്റെ കോൺസെൻട്രേഷൻ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന്റെ താഴെ വരുന്നതാണ് പ്രശ്നം. എന്നാ നെക്രോസിസ്? ലോക്കലൈസ്ഡ് ഡെത്ത് ഓഫ് ടിഷ്യൂ. അത് പ്ലാന്റിന്റെ ഏത് ഓർഗനിലും ഉണ്ടാകും, പക്ഷെ അത് പെട്ടെന്ന് വിസിബിൾ ആകുന്ന ലീഫിലാണ്. ഓക്കെ, യാ. അടുത്തത്, yes, some plants require certain elements other than essential for their normal growth and reproduction like cobalt, selenium, gallium, silicon, etc. known as എന്താണാവോ? ബെനിഫിഷ്യൽ എലമെന്റ്സ്. ബാക്കിയെല്ലാം നമ്മുടെ എസെൻഷ്യൽ എലമെന്റ്സ് ബന്ധപ്പെട്ട സബ് ഡിവിഷൻസ് ആണ്. എന്താണ് ക്രിട്ടിക്കൽ എലമെന്റ്സ്? ക്രിട്ടിക്കൽ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്ന ഏതൊക്കെയാ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ബിക്കോസ് പ്ലാന്റ്സിന്റെ ഒക്കെ വെജിറ്റേറ്റീവ് ഫേസിന്റെ സമയത്ത് വളരെ അത്യാവശ്യമായിട്ട് എലമെന്റ്സ് ആണ്. അതിനകത്ത് നൈട്രജൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫ്ലവർ ഉണ്ടാകാനും വേണം. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഫേമസ് ഫെർട്ടിലൈസർ ഒക്കെ NPK ആണ്. ഏതൊക്കെയാ ബാലൻസിങ് എലമെന്റ്സ്? ബാലൻസിങ് എലമെന്റ്സ് പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. സെല്ലിന്റെ അകത്ത് ആനയോൺ കാറ്റയോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടതും, അതുപോലെ മെമ്മറൈനിന്റെ പെർമിബിലിറ്റി നിലനിർത്താനൊക്കെ വേണ്ട കുറെ എലമെന്റ്സുകൾ ഒരുമിച്ചാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുക. എന്തൊക്കെയാണ് ഫ്രെയിംവർക്ക് എലമെന്റ്സ്? അത് പ്രധാനമായിട്ടും CHO. എന്തുകൊണ്ടാണ്? സെല്ലിന്റെ അകത്തിരിക്കുന്ന ഏത് ബയോമോളിക്യൂൾസ് എടുത്താലും എല്ലാ ബയോമോളിക്യൂൾസിലും കമ്പൽസറി ആയിട്ട് വരുന്ന 3 പേരാണ് ഇവർ. അതുകൊണ്ട് ഇവർ 3 പേരും ഫ്രെയിംവർക്ക്. അപ്പം അതിനകത്ത് ബെനിഫിഷ്യൽ എലമെന്റ്സ് അതാണ് ഈ കോബാൾട്ടും, സെലേനിയം, സിലിക്കൺ ഒക്കെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്തത്, യെസ്, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ലൈറ്റ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം 360 നാനോമീറ്റർ തൊട്ട് 760 നാനോമീറ്റർ വരെയുള്ള ഭാഗമാണല്ലോ എന്ത്? വിസിബിൾ ലൈറ്റ്. ഇസ്ന്റ് ഇറ്റ്? ഇത് വിസിബിൾ ലൈറ്റ് ആണ്. റെപ്രസെന്റ് 7 കളർ സ്വിബ്ജിയോർ. ഇതിനകത്ത് തന്നെ 400 നാനോമീറ്റർ തൊട്ട് 700 നാനോമീറ്റർ വരെയുള്ള ഭാഗമാണല്ലോ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ അബ്സോർവ് ചെയ്യുക. അതുകൊണ്ട് ഈ ഭാഗത്തിന് പറയുന്ന പേരാണല്ലോ വാട്ട്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഇത്ര സ്ഥലത്ത് തന്നെ 7 കളറുകളും വരും. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പം ഈ 700-നും 760-നും ഇടയ്ക്കുള്ള ഭാഗമാണല്ലോ നമ്മൾ ഈ ഫാർ റെഡ് എന്ന് പറയുക. ഫാർ റെഡ്. അതിന്റെ അർത്ഥം ഈ 700-ന് തൊട്ട് പുറകിലുള്ള ചെറിയൊരു ഭാഗമാണ് റെഡിന്റെ തന്നെ എഫക്റ്റീവ് പാർട്ട്. അത് ഓർത്തോണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് PIR റേഞ്ചസ് ബിറ്റ്വീൻ നോ ഡൗട്ട് 400-700 നാനോമീറ്റർ. ഓക്കെ, യെസ്. അടുത്തത്, യെസ്, ഇൻ C3 പ്ലാന്റ് റുബിസ്കോ പ്രസന്റ് ഇൻ C3 പ്ലാന്റ്സ്. നമുക്കറിയാം ഏത് ഗ്രൂപ്പ് പ്ലാന്റ്സുകളിലും ഫോട്ടോസിന്തസിന്റെ ഡാർക്ക് റിയാക്ഷന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകാൻ വേണ്ട റിഡക്ഷൻ നടക്കുന്ന മെയിൻ സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. അതാണ് C3 സൈക്കിൾ. അതിന്റെ എൻസൈമാണ് റുബിസ്കോ. അതുകൊണ്ട് C3 സൈക്കിൾ ഇല്ലാതെ ഒരു കാരണവശാലും പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് പൂർണ്ണമാകുകയില്ല.
പക്ഷേ C3 സൈക്കിളിന് ഫിക്സേഷൻ എൻസൈമായ റുബിസ്കോയ്ക്ക് നമുക്കറിയാം ഓക്സിജനേസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഫോട്ടോ റെസ്പിറേഷനെ പേടിക്കുന്നത് കൊണ്ട് ചില അൺഫേവറബിൾ ഹാബിറ്റായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകൾ പ്രത്യേകിച്ച് CO2 ആദ്യം കയറി വരുന്ന സ്ഥലമായ മീസോഫിലിൽ നിന്നും ഈ റുബിസ്കോ എന്ന് പറയുന്ന C3 സൈക്കിൾ എൻസൈമിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെയാണ് C3 സൈക്കിൾ എൻസൈം ബണ്ടിൽ ഷീറ്റിൽ കൊണ്ടുപോയി വെക്കുക. അതൊക്കെ C4 പ്ലാന്റ്സ്. എന്നാൽ C3 പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? C3 പ്ലാന്റ്സിന് ഈ ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം ഒന്നുമില്ല. അവർക്കാകെ C3 സൈക്കിൾ എൻസൈമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ C3 സൈക്കിൾ ഇരിക്കുന്ന എവിടെയാ? CO2 ആദ്യം കയറി വരുന്ന സ്ഥലമായ മീസോഫിലാണെന്ന് കോമൺ സെൻസ്. അപ്പൊ നോക്കിയാൽ C3 പ്ലാന്റ്സ് റുബിസ്കോ പ്രസന്റ് നമുക്ക് നോക്കാം. ഒള്ളി മീസോഫിൽ സെൽ, ഇതേതായാലും ശരിയാകാം. ഒള്ളി ബണ്ടിൽ ഷീത്ത് എന്ന് പറയുന്ന ഒരു സംഭവം C3ക്ക് ഇല്ല. സ്പോഞ്ചി പാരങ്കൈം ബണ്ടിൽ ഷീത്ത് ഇല്ല. പാലിസൈഡ് പാരങ്കൈം ബണ്ടിൽ ഷീത്ത് ചേർത്തൊരു കോമ്പിനേഷൻ വരികയാണ്. ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആർക്കേ ഉള്ളൂ? ഒള്ളി C4 പ്ലാന്റ്സ്. അപ്പൊ C3യിൽ റുബിസ്കോ ആയിരിക്കും നമ്മുടെ ഒള്ളി മീസോഫിൽ, ഓപ്ഷൻ 1. ഓക്കെ, അടുത്തത് റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്. സിംഗിൾ ടേൺ ഓഫ് ക്രബ് സൈക്കിളിൽ ഒരു ക്രബ് സൈക്കിൾ, നമുക്കറിയാം ഒരു ക്രബ് സൈക്കിളിൽ 4 ഓക്സിഡേഷൻ ആണ് വരിക. അപ്പോൾ അവിടെ 4 റെഡ്യൂസ്ഡ് കോഎൻസൈംസ് ഉണ്ടാകുന്നതാണ് മെയിൻ കാര്യം. പക്ഷെ 4ൽ 3 സ്ഥലത്തുണ്ടാകുന്നത് NADH2, ഒരു സ്ഥലത്ത് മാത്രം FADH2. അപ്പോൾ ഒരു ക്രബ് സൈക്കിളിൽ ഒരു FADH2, 3 NADH2. ഈ ക്രബ് സൈക്കിളിന് വേറൊരു വാല്യൂ എന്നതാ? ഒരൊറ്റ സ്ഥലത്ത് മാത്രം സബ്സ്ട്രേറ്റ് ലെവലിൽ ATP ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ATP ഉണ്ടാകാനായിട്ട് ആദ്യം ഇവിടെ ഉണ്ടാകുന്നതാ? GTP ആണ്. GTP ഉണ്ടായിച്ച് പിന്നെ ATP ഉണ്ടാകുകയാണ്. അതെവിടെയാ? സക്സിനിയിൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഒരു ക്രബ് സൈക്കിളിൽ ഉണ്ടാകുന്ന എന്നതൊക്കെയാ? നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്. ഒരു FADH2, 3 NADH2, ഒരു GTP. ഇപ്പൊ GTPയുടെ പ്രാധാന്യം ഇതിൽ നിന്ന് പിന്നീട് ATP ഉണ്ടാകാം. ഓക്കെ, പക്ഷെ അവിടെ നേരിട്ട് ആദ്യം ഉണ്ടാകുന്ന GTP. സോ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് Yes, again from respiration. Consider the following statement with respect to respiration. ചെറിയ പ്രിന്റിംഗ് ആണ്, വായിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിസിസ് occur in cytoplasm of the cell. ശരിയാണ് അല്ലേ? എല്ലാ റെസ്പിറേഷനും കോമൺ ആയിട്ട് വരുന്ന ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസ്മിനകത്താണ്. ശരിയാണ്. ദെൻ സെൽ ഓർഗനൽ കൺസേൺഡ് വിത്ത് എയറോബിക് റെസ്പിറേഷൻ ഇസ് മൈറ്റോകോൺട്രിയ. ശരിയാണ്. അൺഎയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ മൈറ്റോകോൺട്രിയായിട്ട് ഒരു ബന്ധവുമില്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ സൈറ്റോപ്ലാസം. അടുത്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ ദി ഔട്ടർ മൈറ്റോകോൺട്രിയ മെമ്മറി. തെറ്റാണ്. എന്താ തെറ്റ്? എയറോബിക് റെസ്പിറേഷന്റെ മെയിൻ ഭാഗമായി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് നടക്കുന്നത് ഇന്നർ മെമ്മറൈനയിലാണ്. കാരണം ഇന്നർ മെമ്മറൈനയിലാണ് ഇലക്ട്രോൺ കാരിയേഴ്സുകളും എൻസൈം കോംപ്ലക്സസും ഇരിക്കുക. ദെൻ C51H92O6 is the chemical formula for tripalmitin fatty acid. ഫാറ്റി ആസിഡ് എന്നൊക്കെ ഉപരി ചോടെ നല്ല പേര് ഫാറ്റ് എന്നാണ് കറക്റ്റ്. ഫാറ്റി ആസിഡ് എന്ന് ജനറലായിട്ട് പറഞ്ഞിരിക്കുന്ന ഫാറ്റാണത്. കാരണം പാമിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് 3 എണ്ണവും ഒരു ഗ്ലിസറോളും ചേർന്നുണ്ടാകുന്ന ഫാറ്റാണ് ട്രൈപാമിറ്റിൻ. ഓക്കെ, ഫാറ്റി ആസിഡ് എന്നങ്ങനെ പറഞ്ഞിരിക്കുന്നുള്ളതേ ഉള്ളൂ. എനിവേ ഫോർമുല കറക്റ്റാണ്. ദെൻ RQ വോളിയം ഓഫ് O2 ഇവോൾവ്ഡ് ടു ദ വോളിയം ഓഫ് CO2 കൺസ്യൂംഡ്. ഭയങ്കര തെറ്റല്ലേ? RQ എന്നതാ? വോളിയം ഓഫ് CO2 ഇവോൾവ്ഡ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. CO2/O2 ആണ് RQ. അപ്പോൾ അത് തെറ്റല്ലേ? സോ ചോദ്യം ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ ശരി എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ശരി വരും? 1, 2, 4 ആർ കറക്റ്റ്. സോ ഓപ്ഷൻ 3. അപ്പം 3ലെയും 5ലെയും മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തത് യെസ്, വിച്ച് വൺ വുഡ് യു യൂസ് ടു ഇൻഡ്യൂസ് ഇമ്മീഡിയറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റോ ആൻഡ് ലീഫ്? again ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? അപ്പം തീർച്ചയായിട്ടും ജനറലായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പം പ്ലാന്റിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടിരിക്കുമ്പം അത് അടയ്ക്കാനായിട്ടൊരു ഹോർമോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ്. തന്നെയല്ല, സ്റ്റൊമാറ്റോ അടയ്ക്കാൻ നമ്മൾ നിർബന്ധിതമാകുന്ന എപ്പോഴാണ്? ഒരുപക്ഷെ ആ പ്ലാന്റിന്റെ സ്റ്റൊമാറ്റോയുടെ സംഭവിക്കുന്ന ട്രാൻസ്പിരേഷൻ വഴി വെള്ളം ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകുന്നു. വെള്ളം ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകും. നമ്മളും പ്ലാന്റ് വരെ പേടിക്കാൻ കാരണം ഒരുപക്ഷെ പ്ലാന്റ് നിൽക്കുന്ന സമയം വാട്ടർ ഡെഫിഷ്യന്റ് സമയം അല്ലെങ്കിൽ വാട്ടർ ഡെഫിഷ്യന്റ് ഏരിയയാണ്. അപ്പോൾ വാട്ടർ സ്ട്രെസ് അവിടെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ട്രെസ് ഹോർമോണിന് മാത്രമേ താൽക്കാലികമായിട്ട് സ്റ്റൊമാറ്റോ അടച്ച് സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? പിന്നെ ഏതാ സ്ട്രെസ് ഹോർമോൺ? അങ്ങനെ ചിന്തിക്കണം. ഡയറക്റ്റ് ആൻസർ ABA. അണ്ടർസ്റ്റാൻഡ്? യെസ്, നല്ല ക്വസ്റ്റൻ. അടുത്ത് നോക്കിയാൽ 1 ഹോർമോൺ ഈസ് ഇൻഡോൾ കോമ്പൗണ്ട്. ഇൻഡോൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഏതായാലും ഇത് ഓക്സിൻ ആണല്ലോ അല്ലേ? ഇൻഡോൾ കോമ്പൗണ്ട്. അപ്പോൾ ഏതായാലും 3ഉം 4ഉം വരികയില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് N6 ഫർഫറൈൽ അമിനോ പ്യൂറിൻ. പ്യൂറിൻ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഹോർമോൺ ഗ്രൂപ്പ് അത് സൈറ്റോകൈനിനാണ്. ഓക്കെ, അപ്പൊ അതിനെ തന്നെ സ്പെസിഫിക്കലി കൈനറ്റിനാകാം. അവിടെ നിൽക്കട്ടെ. ആൻഡ് അപ്പം ഇത് രണ്ടിനും ഏകദേശം ചാൻസ് ഉണ്ട്.
ആൻഡ് തേർഡ് വൺ ഈസ് എ ഗേഷ്യസ് ഹോർമോൺ. ഗേഷ്യസ് ഹോർമോൺ എഥിലീൻ അല്ലേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഓക്സിജൻ അവസാനത്തെ എഥിലീൻ ചേർത്ത് വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 ഡെഫിനറ്റ്ലി. ഓക്കെ, സോ ദിസ് ഇസ് ഇൻഡോൾ കോമ്പൗണ്ട്, ദിസ് ഇസ് പ്യൂരിൻ ഡെറിവേറ്റീവ്, ദിസ് ഇസ് ഗേഷ്യസ് ഹോർമോൺ. ഓക്കെ, അടുത്തത് നോക്കിയാൽ നെയിം ദ ടൈപ്പ് ഓഫ് ഗമീറ്റ് ഫോംഡ് ഇൻ സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റൽ ഫ്ലവർ റെസ്പെക്റ്റീവ്ലി. ഒരു ഫ്ലവർ യൂണിസെക്ഷൽ ആകുമ്പോൾ തലാമസേൽ സ്റ്റെയ്മൻ മാത്രമേ ഉള്ളൂ, കാർപ്പിലില്ല എങ്കിൽ അതാണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ. സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ മെയിൽ ഫ്ലവർ. അപ്പൊ സ്റ്റാമിനേറ്റ് ഫ്ലവറിൽ ഉണ്ടാകുന്നതാ മെയിൽ ഗമീറ്റ്. എന്നെ സംശയം. പിസ്റ്റൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവർ വിച്ച് ഈസ് ഹാവിംഗ് കാർപ്പൽ ഫീമെയിൽ ലീഫ് ഓൺലി, സ്റ്റെയ്മൻ അവിടെ ഇല്ല. അപ്പൊ മെയിൽ ഓർഗൻ ഇല്ലാത്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ഓൺലി. അപ്പൊ ഓർഡറിൽ സ്റ്റാമിനേറ്റ് ഫ്ലവറിൽ മെയിൽ ഗമീറ്റ്, പിസ്റ്റൽ ഫ്ലവറിൽ ഫീമെയിൽ ഗമീറ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ 2 ഡയറക്റ്റ് ആൻസർ അല്ലേ. അടുത്തത് എസ് അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയ ഇൻ എ നോർമൽ എംബ്രിയോസാക്ക് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്. നമ്മളൊരു എംബ്രിയോസാക്ക് ഇൻസൈഡ് ദ ഓവ്യൂൾ എടുത്താൽ ഇത് ഓവ്യൂളിന്റെ ബൗണ്ടറി. ആൻജിയോസ്പെമിന്റെ ഓവ്യൂൾ എന്ന് പറയുന്നത് അനാട്രോപ്പസ് ആണ്, മൈക്രോപ്പയിൽ താഴെയാണ് വരിക. ഞാൻ സൗകര്യാർത്ഥം ഓർത്ത് വെച്ചു. അപ്പം നമ്മളിങ്ങനെ പ്രശ്നം കാണിച്ചാൽ മതി. ഇത് മൈക്രോപ്പയിൽ ഇവിടെ ചലാസയാണെങ്കിൽ അല്ലേ, ന്യൂക്ലിയസ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3. ഐ തിങ്ക് the 3 nucleus at micropylar become egg-apparatus. ഇത് 3 കൂടെ ചേർന്ന് ആന്റിപോഡൽസ്, ഇത് സെൻട്രൽ സെൽ, പിന്നീട് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാ? 3 + 2 + 3, സോ ഓപ്ഷൻ 1. ഓക്കെ, യെസ്. അടുത്തത് the seed that have no residual endosperm as it is completely consumed during embryo development. അപ്പൊ അതിന്റെ അർത്ഥം സീഡ് എങ്ങാട്ട് വന്നപ്പം എൻഡോസ്പേം ഉണ്ടായിരുന്നു, മച്ചുർ ആയപ്പം എൻഡോസ്പേം കാണുന്നില്ല. എന്ത് സംഭവിച്ചു? ഡെവലപ്ഡ് എംബ്രിയോനെ ഫുൾ കൺസ്യൂം ചെയ്തു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മച്ചുവർ സീഡിന്റെ അകത്ത് എൻഡോസ്പേം ഇല്ലാത്ത സീഡിനെ എന്ത് വിളിക്കുന്നു? നോൺ എൻഡോസ്പേമിക് സീഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതിന്റെ തന്നെ വേറൊരു പേരാണ് എക്സ് ആൽബുമിനസീഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതിന്റെ തന്നെ വേറൊരു പേരാണ് നോൺ ആൽബുമിനസീഡ്. ശരിയല്ലേ? പിന്നെ എന്താണ് നോൺ ആൽബുമിനസീഡ് എന്ന് പറഞ്ഞാൽ? the seed that have a no residual endosperm as it is completely consumed during embryo development. എവിടെയാണ് ഇങ്ങനത്തെ സീഡുകൾ കൂടുതൽ കാണുക? കോമൺ ഇൻ മോണോകോട്ട്. പക്ഷെ എക്സെപ്ഷണൽ ഡൈക്കോട്ടിലില്ല അങ്ങനത്തെ സീഡുകൾ. സോറി, നോൺ ആൽബുമിനസ് കോമൺ ആയിട്ട് കാണുന്ന ഡൈക്കോട്ട്. ഓക്കെ, ഇനി എക്സെപ്ഷണലി മോണോകോട്ടിൽ അങ്ങനത്തെ സീഡുകൾ വരാൻ മേലെ ഇതിന് എക്സാമ്പിൾ ഏതാ? ഓർക്കിഡ്സ്. ഓക്കെ, അപ്പം മച്ചുവർ സീഡിന്റെ അകത്ത് എൻഡോസ്പേം ഇല്ലാത്ത നോൺ എൻഡോസ്പെമിക് സീഡുകൾ കോമൺ ആയിട്ട് കാണുന്ന ഡൈക്കോട്ടിലാണ്. എക്സെപ്ഷണലി മോണോകോട്ടിൽ വരാം. എക്സാമ്പിൾ ഓർക്കിഡ്സ്. അപ്പൊ മോണോകോട്ട് സീഡുകൾ നോർമലി എങ്ങനെയാണ് ഓർക്കുക? എൻഡോസ്പെമിക് ആണെന്ന് ഓർത്തോണം. അടുത്തത് പെരിസ്പെമിക് സീഡ്. റിയൽ പെരിസ്പെം റെമനന്റ് ഓഫ് ന്യൂസെല്ലസ് ആണ്, അത് കോമൺ അല്ല. പെരിസ്പെമിക് സീഡിന് എക്സാമ്പിൾ നമുക്കറിയാം, പെപ്പർ ആണ്. പെപ്പർ. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉള്ള സീഡ് പോളി എംബ്രിയോണിക് സീഡ്. ഓക്കെ, അതൊക്കെ എക്സെപ്ഷൻ ആണ്. അടുത്തത് ഫ്രം സ്ട്രാറ്റജീസ് ബെറ്റർ yielding semi-dwarf varieties of rice produced in India. ഇപ്പൊ semi-dwarf varieties of rice എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് റൈസ് ഏതൊക്കെയാ? റൈസായിട്ട് ഇതിനകത്ത് 2, 3, 5. സൊനാലികായും കല്യാൺ സോണായും വീറ്റാണ്. ശരിയല്ലേ? അപ്പോൾ ഉണ്ട് ഇത് രണ്ടും ഏതായാലും വരികയില്ല. ഇനി തായ്ച്ചിങ് 1 ജയരത്ന 2, 3, 5 ഒരുമിച്ച് വരുമോ? ഇല്ല. കാരണം തായ്ച്ചിങ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഇൻട്രൊഡക്ഷൻ ഫ്രം അതർ കൺട്രി. ഇതൊരിക്കലും ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത വെറൈറ്റി അല്ല. ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത റൈസ് വെറൈറ്റി ഏതൊക്കെയുള്ളൂ? ജയ ആൻഡ് രത്ന. ദറ്റ് ഈസ് 3 and 5, ഓപ്ഷൻ 3. ഓക്കെ, ഫാന്റാസ്റ്റിക് ആൻസർ. ക്ലിയർ? അടുത്തത് എത്രയോ പ്രാവശ്യം നമ്മളല്ലേ എത്രയോ ക്വസ്റ്റിനെ കണ്ടു പഴകിച്ച ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതുമാണ്. PCR proceed in 3 steps. they are ഏതാണ്? ഡീനേച്ചറേഷൻ, അനീലിംഗ് ആൻഡ് ചെയിൻ എലോങ്ങേഷൻ ഓർ എക്സ്റ്റൻഷൻ. വളരെ സിമ്പിൾ. ഓക്കെ, ഇവിടെ ഇത് രണ്ടുപേർ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏതായാലും ഡീനേച്ചറേഷൻ കഴിഞ്ഞ് അനീലിംഗ് കഴിഞ്ഞിട്ടാണ് എലോങ്ങേഷൻ വരിക. ഓക്കെ, അപ്പോൾ അവിടെ ഓർത്തോണം മക്കളെ, ഡീനേച്ചറേഷൻ സമയത്ത് ടെമ്പറേച്ചർ എബോവ് 90ക്ക് മുകളിൽ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടുന്നു. അത് കഴിഞ്ഞ് സഡൻ കൂളിംഗ് ഓൾമോസ്റ്റ് അപ് ടു 60 അറൗണ്ട് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. പ്രൈമർ ആഡ് ചെയ്യുമ്പോൾ ആ പ്രൈമർ പോയി ഒറിജിൻ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അനീലിംഗ്. അത് കഴിഞ്ഞ് വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് ഉയർത്തുന്നു അറൗണ്ട് 70യിലേക്ക്. എന്നിട്ടാണ് നമ്മൾ
ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സുകളും പിന്നെ എൻസൈം ടാഗ് പോളിമറൈസും കൊടുക്കുക. അപ്പോൾ സംഭവിക്കുന്നതാണ് ശരിക്കുമുള്ള എലോങ്ങേഷൻ ഫോമിംഗ് ഡോട്ടർ ചെയിൻ ഓഫ് DNA. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ 3. അടുത്തത് യെസ് അഗൈൻ ബയോടെക് ആപ്ലിക്കേഷൻ ഇതാണ്. Cry1AC, Cry1AB ആൻഡ് Cry2AB റെസ്പെക്റ്റീവ്ലി കൺട്രോൾ ബാസിലസ് തുറിഞ്ചിയൻസിന് എടുക്കുന്ന ക്രൈജീൻ വിച്ച് കോഡ് ഫോർ ദാറ്റ് ക്രിസ്റ്റൽ പ്രോട്ടീൻ that is providing damage to that different type of worms, maybe cotton ball worms, അല്ലേ, then different type of stem borers etc. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏത് ടൈപ്പ് ജീനുകളാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, അതിനെ ആസ്പദമാക്കിയ പേരുകളുണ്ട് സ്പെസിഫിസിറ്റി അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്ന 3 എണ്ണമാണ് Cry1AC, Cry1AB ആൻഡ് Cry2AB. അപ്പോൾ അതിനകത്ത് Cry1AC അതെന്തിനാ റെസിസ്റ്റൻ്റ് ആകുന്നത്? കോട്ടൺ ബോൾ വേംസ് ആണ്. Cry1AB എന്ന് പറയുന്നത് കോൺ ബോറർ ആണ്. വീണ്ടും Cry2AB കോട്ടൺ ബോൾ വേംസ്. അപ്പോൾ അതിനകത്ത് Cry1ACയും Cry2ABയും കോട്ടൺ ബോൾ വേംസിനോട് റെസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ജീൻ. Cry1AB എന്ന് പറയുന്നത് കോൺ ബോററാണ്. കോൺ ബോറിനോട് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ക്രിസ്റ്റൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. അപ്പോൾ ഇതിനകത്ത് ഓർഡറിൽ കോട്ടൺ ബോൾ വേം, കോൺ ബോറർ, അഗെയിൻ കോട്ടൺ ബോൾ വേം. സോ ഓപ്ഷൻ 4. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് എപ്പോഴും മാറിപ്പോകാതെ ഓർത്തിരിക്കണം. ഓക്കെ, Cry1ACയും Cry2ABയും ബോൾ വേംസ് ആണ്. Cry1AB മാത്രമാണ് കോൺ ബോറർ എന്ന് ഓർത്തിരിക്കുക. അടുത്തത് യെസ് ഗോൾഡൻ റൈസ് ഈസ് അഗൈൻ ഫ്രം ബയോടെക് ആപ്ലിക്കേഷൻ. നമ്മുടെ ആ ചാപ്റ്ററിന്റെ 2ാമത്തെ പാരഗ്രാഫ് സ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്ന അല്ലേ. ഗോൾഡൻ റൈസ് റിച്ച് ഇൻ വാട്ട്? വൈറ്റമിൻ എ. സോ വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് ആണ്. ഓക്കെ, ഗോൾഡൻ റൈസ്. അടുത്തത് നല്ല ക്വസ്റ്റ്യൻ. ആൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ഈസ് മാത്തമാറ്റിക്കലി റെപ്രസെന്റഡ് ആസ്. നമുക്കിത് തീർച്ചയായിട്ടും 2 ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇതിനോ ചാൻസ് ഉണ്ട്. ആദ്യം മാത്തമാറ്റിക്കലി നോക്കിക്കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ 1 തോന്നും. തന്നെയല്ല അവിടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ കൂടെ ഇത് ഇന്റഗ്രൽ ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ക്യാൻ ബി റെപ്രസെന്റ് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചോദ്യം എന്നതാ നോക്കി, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കെയർവാണ്. ഗ്രോത്ത് കെയർവ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമുല ഏതാ? അതിനകത്ത് ഇതാണ് dN/dt = Rn. നമ്മുടെ ആ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതിന്റെ മിഡിൽ പാർട്ടിൽ ആ ഗ്രാഫ് കാണിച്ചിരിക്കുന്നതിന്റെ അവിടെ ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അപ്പൊ അതിന്റെ അവിടെ ആ ഗ്രോത്ത് കർവിന്റെ അവിടെ കാണിച്ചിരിക്കുന്ന ഫോർമുല ഏതാ? dN/dt = Rn. That is rate of change in population size after the time interval t is equal to R. R stands for biotic potential into normal density. ഓക്കെ, അപ്പം ആ ഗ്രോത്ത് കെയർവിന്റെ മാത്തമാറ്റിക് റെപ്രസെന്റേഷൻ ചോദിക്കുമ്പം ഇതാണ്. ഇനി അതല്ലാതെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇന്റഗ്രൽ ഫോം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഓക്കെ, ഇപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, ഫാന്റാസ്റ്റിക്. അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, അക്വാട്ടിക് ആനിമൽസ് വിച്ച് ക്യാൻ ടോളറേറ്റ് ഓൺലി നാരോ റേഞ്ച് ഓഫ് സലൈനിറ്റി. അത് സിമ്പിൾ അല്ലേ. നാരോ റേഞ്ചിനോട് ടോളറേറ്റ് ചെയ്യുന്നവരാരാ? സ്റ്റീനോ ഹാലൈൻ. വൈഡ് റേഞ്ച് ആണെങ്കിൽ യൂറി ഹാലൈനായി. ഓക്കെ, സ്റ്റീനോ ഹാലൈൻ. അടുത്തത് പൈനിയർ സ്പീഷീസ് ഇൻ ഹൈഡ്രാർക്ക് ഓർ ഹൈഡ്രോസിയർ ആൻഡ് സീറാർക്ക് ഓർ സീറോസിയർ റെസ്പെക്റ്റീവ്ലി. ഹൈഡ്രോസിയറിൽ പൈനിയർ സ്പീഷീസ് ആയിട്ട് വരുന്നത് ഫൈറ്റോ പ്ലാങ്ടൺ. വ്യക്തമായ ഡയഗ്രാം NCERT ബുക്കിലുണ്ട്, എക്കോസിസ്റ്റം ചാപ്റ്റർ. then ലാൻഡ് സക്സഷൻ പ്രത്യേകിച്ച് ബെയർ റോക്കിൽ സംഭവിക്കുമ്പോൾ അതാണ് സീറാർക്ക്. അവിടെ വരുന്ന ഡെഫിനറ്റ്ലി ലൈക്കൻസ്. ബിക്കോസ് ലൈക്കൻസ് ആർ ഏബിൾ ടു ഫോം കാർബോണിക് ആസിഡ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ സ്റ്റാർട്ട് that weathering of rock producing mineral particle. That is the first step in the initiation of soil formation. പിന്നെ വന്നിരിക്കുന്ന ലൈക്കൻസിന്റെ അടുത്ത ഡീക്കയിലൂടെ സ്ലൈറ്റ് ഓർഗാനിക് മാറ്റർ അങ്ങനെ സോയിൽ ഫോർമേഷൻ ആരംഭിക്കുക. എന്താണേലും ഹൈഡ്രാർക്കിൽ ഫൈറ്റോ പ്ലാങ്ടൺ, സീറാർക്കിൽ ലൈക്കൻസോ ഓപ്ഷൻ 2 നോ ഡൗട്ട്. അടുത്ത നോക്കിയേ. സെക്കൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഗേഷ്യസ് സൈക്കിൾ. എന്നതാ ഗേഷ്യസ് സൈക്കിളിന്റെ ശരിക്കുള്ള മീനിങ്? ദ ന്യൂട്രിയൻ സൈക്ലിംഗ് ദർ ദ റിസർവോയർ ഓഫ് ന്യൂട്രിയന്റ് ഈസ് അറ്റ്മോസ്ഫിയർ വരുന്നതാണ് ഗേഷ്യസ് സൈക്കിൾ. എന്നാൽ സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് വേർ ദ റിസർവോയർ ഓഫ് ന്യൂട്രിയന്റ് ഈസ് എർത്ത് ക്രസ്റ്റ് വരുന്നതാണ് സെഡിമെന്ററി. അപ്പൊ ഇതിനകത്ത് കാർബണിന്റെയും നൈട്രജന്റെ ഓക്സിജന്റെ ഒക്കെ സോഴ്സ് അറ്റ്മോസ്ഫിയർ ആണെന്ന് ആർക്കും അറിയത്തില്ലാത്ത. അതുകൊണ്ട് കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളും ഓക്സിജൻ സൈക്കിളും ഒക്കെ ഗേഷ്യസ് സൈക്കിളാണ്. ഇസ്ന്റ് ഇറ്റ്? എന്നാൽ ഫോസ്ഫറസ് സെഡിമെന്ററി സൈക്കിൾ ബിക്കോസ് ഇതിന്റെ റിസർവോയർ എർത്ത് ക്രസ്റ്റ് ആണ്. ചോദ്യം എന്നതാ?
നോട്ട് എ ഗേഷ്യസ് സൈക്കിൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ഡയറക്റ്റ് ആൻസർ. അടുത്തത് യെസ്, ഹൈ BOD ഇൻഡിക്കേറ്റ്. BOD മീൻസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇൻഡിക്കേറ്റ് വാട്ട്? നമുക്കറിയാം, ഒരു വാട്ടർ ബോഡിയിലേക്ക് ഓർഗാനിക് ഡീഗ്രേഡബിൾ വേസ്റ്റ് മെറ്റീരിയൽ ഡംപ് ചെയ്യുമ്പോൾ അവിടെയുള്ള എയ്റോബിക് ബാക്ടീരിയാസുകളും ഫംഗസുകളും ഒക്കെ അതിന് ഡീകമ്പോസിഷന് വേണ്ടി, എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് കാറ്റബോളിസമായ റെസ്പിറേഷന് വേണ്ടി വെള്ളത്തിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഓക്സിജന്റെ അളവാണല്ലോ BOD. അപ്പൊ തീർച്ചയായിട്ടും വെള്ളത്തിൽ കിടക്കുന്ന ബാക്ടീരിയയും ഫംഗസുകളും ഡീകമ്പോസിഷന് വേണ്ടി ഓക്സിജനെ ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? അവര് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയലിനകത്ത് വരുമ്പോഴല്ലേ. അപ്പൊ തീർച്ചയായിട്ടും വെള്ളത്തിലേക്ക് ഈ ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് വരുംതോറും ബാക്ടീരിയയ്ക്ക് വേണ്ട ഓക്സിജൻ ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് ഹൈ BOD ഇൻഡിക്കേറ്റ് വാട്ട്? ഒരു സംശയമില്ല, ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അങ്ങനെ ബാക്ടീരിയൽ ഫംഗൽ ആക്ഷൻ വഴി ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസിന് ഡീകമ്പോസിഷൻ നടന്ന് ആ ഡീകമ്പോസിഷൻ പ്രൊസീഡ് ചെയ്യുന്തോറും BOD കുറയും. എന്ന് പറഞ്ഞാൽ BOD എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയും തോറും DO കണ്ടന്റ് കൂടും. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ. അടുത്തത് യെസ്, ഫ്രം ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ചാപ്റ്റർ, ദ പെർസെന്റേജ് ഓഫ് ഫോറസ്റ്റ് കവർ റെക്കമെൻഡഡ് ബൈ ദ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 ഇൻ പ്ലെയിൻസ് ആൻഡ് ഹിൽ. ഇപ്പൊ പ്ലെയിൻ ഏരിയയിലും ഹില്ലി ഏരിയയിലും ഫോറസ്റ്റ് ഓൾമോസ്റ്റ് എത്ര വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഫോറസ്റ്റ് പോളിസി 1988 എത്ര ശതമാനമാണ്? പ്ലെയിൻ ഏരിയയിൽ 33, ഹില്ലി ഏരിയയിൽ 67. അപ്പൊ ആ ചാപ്റ്ററിൽ ഇത് പറഞ്ഞിരിക്കുന്ന ഏത് കോണ്ടസ്റ്റിനാണ്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇഷ്യൂസ് ആയിട്ട് ഇപ്പൊ നിൽക്കുമ്പോൾ നാഷണൽ ഫോറസ്റ്റ് പോളിസി പറയുന്ന ആ ഒരു ഫോറസ്റ്റ് കവർ ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന്. 20-ാം നൂറ്റാണ്ടിലേക്ക് ബിഗിനിങ്ങിൽ ഫോറസ്റ്റ് കവർ ഏകദേശം 30% ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴത്തേക്കോ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ ലാസ്റ്റോ 20-ാം നൂറ്റാണ്ട് വെച്ചോ 20-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ എൻഡിലായപ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് 21ന്റെ അടുത്തേക്ക് ഒത്തിരി ചുരുങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം ഫോറസ്റ്റ് പോളിസി പറയുന്ന ഫോറസ്റ്റ് കവർ ഒരിക്കലും വന്നിട്ടില്ല, ഇപ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സോ ദാറ്റ് ഇസ് ഓൺലി ഡീഫോറസ്റ്റേഷൻ. ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ഫ്രം പ്ലാൻ കിങ്ഡത്തിൽ നിന്നാണ്. എനിവേ സെക്ഷൻ B ആണ് ഇനി. കോളം 1 ആൽഗയുടെ ക്ലാസ്, കോളം 2 റിസർവ് ഫുഡ് മോളിക്യൂളിന്റെ കെമിസ്ട്രി, കോളം 3 പിഗ്മെന്റ്സ് ഒരുമിച്ച് കോറിലേറ്റ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. ബ്രൗൺ ആൽഗയിൽ തീർച്ചയായിട്ടും റിസർവ് ഫുഡ് മോളിക്യൂൾ, മാനിറ്റോള ലാമിനാറിൻ, പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ, A and C. സോ A32 എന്ന് പറയണം. A32 ഇങ്ങനെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇതിന് ആൻസർ ആയി കഴിഞ്ഞു. ഇനി നോക്കാം. റെഡ് ആൽഗയിൽ സ്റ്റോറേജ് മോളിക്യൂൾ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, പിഗ്മെന്റ്സ്, ക്ലോറോഫിൽ, A and D. സോ B13 ശരിയാണ്. ഗ്രീൻ ആൽഗയിൽ തീർച്ചയായിട്ടും സ്റ്റോറേജ് മോളിക്യൂൾ, സ്റ്റാർച്ച്, പിഗ്മെന്റ്, ക്ലോറോഫിൽ, A and B. സോ C21 ശരിയാണ്. സോ ഓപ്ഷൻ 3. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്തത് യെസ്, മെഡിസിനൽ പ്ലാന്റ്സ് ബിലോങ്സ് ടു ഡിഫറെന്റ് ഫാമിലീസ് ആർ ഗിവൻ ബിലോ. സെലക്ട് ദ പ്ലാന്റ്സ് ബിലോങ്സ് ടു ദ ഫാമിലി സോണാനേസി. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് മെഡിസിനൽ പ്ലാന്റ് ആണ് പല ഫാമിലീസ്. നമുക്ക് നോക്കാം. ഇൻഡിഗോഫറ, ഫിലിയാത്തി, ഇത് രണ്ടും ഇൻഡിഗോഫറയൊക്കെ ഏത് ഫാമിലിയാ? ഫാബേസിയ. അട്രോപ്പ, ബെലഡോണ ആൻഡ് അശ്വഗന്ധ ഡെഫിനറ്റ്ലി ബിലോങ്സ് ടു സോളാനേസിയ. അട്രോപ്പ, ബെലഡോണ അല്ലെ. അട്രോപ്പ എന്ന് പറയുന്ന ആൽക്കലോയിഡ് യൂസ്ഡ് നൈറ്റ് ടെസ്റ്റിംഗ് എടുക്കുന്ന വണ്ടർഫുൾ പ്ലാന്റ്. അശ്വഗന്ധ, വിത്താനിയ സോംനിഫറ എന്ന് പറയുന്ന അശ്വഗന്ധ ഭയങ്കര മെഡിസിനൽ പ്ലാന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് രണ്ട് സോളാനേസിയെ. നമുക്ക് നോക്കാം. അലോ, കറ്റാർവാഴയാണ്. അലോ അസ്പരാഗസ് ബിലോങ്സ് ടു ലില്ലിയേസിയെ. ദെൻ ട്യൂലിപ്പ് ഗ്ലോറിയോസ അഗൈൻ ലില്ലിയേസിയെ. അപ്പൊ അതിനകത്ത് സോളാനേസിയെ വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ 2. ഓക്കെ. അടുത്തത് which of the following is not related to the secondary growth of dichotron? Not related. ഇപ്പൊ നോക്കാം. വാസ്കുലർ KEAM is completely secondary in origin. ശരിയാണ്. കാരണം റൂട്ടിന്റെ പ്രൈമറി സ്ട്രക്ചറിൽ പ്രൈമറി മെരിസ്റ്റം ഒന്നും ഇല്ലാത്തടത്തോളം കാലം ഉണ്ടാകുന്ന KEAM ഫുൾ സെക്കൻഡറി. ശരിയാണ്. Then vascular KEAM originate from tissue below xylem and pericycle tissue above phloem. ശരിയാണോ നോക്കാം. റൂട്ടിന്റെ പ്രൈമറി സ്റ്റേജിൽ ഓർമ്മയുണ്ട്. റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. സൈലോ ഫ്ലോ ഇങ്ങനെ മാറിയിരിക്കുന്നു. ജസ്റ്റ് സിംബോളിക് ഡയഗ്രം. ഇവിടെ എങ്ങനെയാണ് KEAM ഉണ്ടാകുന്നത്? നമുക്കറിയാം. എവിടെയൊക്കെ ഫ്ലോയം ഉണ്ടോ ഫ്ലോയത്തിന്റെ ഇന്നറായിട്ട് ഇവിടെയുള്ള പാരങ്കൈമ, അതുപോലെ സൈലത്തിനൗട്ട് പെരിസൈക്കിളിൽ നിന്നാണ് ഇങ്ങനെ KEAM ഉണ്ടാകും. എന്നിട്ടാണല്ലോ ഇതിങ്ങനെ ചേർന്ന് വേവി റിംഗ് ഓഫ് KEAM.
അങ്ങനെയാണെങ്കിൽ ശരിക്കും വാസ്കുലാർ കീം ഒറിജിനേറ്റ് ഫ്രം ടിഷ്യൂ ബിലോ സൈലമാണോ? അല്ല, എബോവ് സൈലമാണ് വരേണ്ടത്. ആൻഡ് പെരിസൈക്കിൾ ടിഷ്യൂ എബോവ് ഫ്ലോയമാണോ? അല്ല, ഫ്ലോയത്തിന് താഴെ ഉണ്ടെന്ന് കൺജന്റീവ് ടിഷ്യൂവിൽ നിന്നുമാണ്. അപ്പോൾ ഈ സെന്റൻസ് തികച്ചും തെറ്റല്ലേ? ബാക്കി നോക്കി. അറ്റ് ദ ബിഗിനിങ് വാസ്കുലാർ കീംബറിംഗ് ഈസ് വേവി ഇൻ നേച്ചർ. സ്റ്റാർട്ടിങ്ങിന് തന്നെ വേവി എറിഞ്ഞല്ലേ? ശരിയാണ്. വാസ്കുലാർ കീംബിംഗ് ഫോം സെക്കൻഡറി സൈലം ടുവേർഡ്സ് ഇന്നർ സൈഡ്, സെക്കൻഡറി ഫ്ലോയും ടുവേർഡ്സ് ഔട്ട് സൈഡ്. അതിപ്പോൾ സ്റ്റെമിലെ റൂട്ടിലും എല്ലാം സൈലം അകത്തേക്ക് ഫ്ലോയും പുറത്തേക്കുമാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. അപ്പം തെറ്റേതാ? ഓപ്ഷൻ 2. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സൂപ്പർ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓർത്തോണം, റൂട്ടിൽ കേമ്പിയത്തിൻ്റെ സ്റ്റാർട്ടിങ് ഫ്ലോയത്തിനകത്തേക്കും സൈലത്തിന് പുറത്തേക്കുമാണ്. ഇപ്പം സൈലത്തിന് പുറത്തേക്ക് ഉണ്ടാകുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. പ്ലാസ്റ്റിഡ് ഡിഫർ ഫ്രം മൈറ്റോകോൺട്രിയ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്? പ്ലാസ്റ്റിഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിഡിൽ ഏറ്റവും കോമൺ ആയി ക്ലോറോപ്ലാസ്റ്റിനെ വെച്ചുകൊണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് 2 ലേയേഴ്സ് ഓഫ് മെമ്പറൈൻ 2 പേർക്കും ഉണ്ട്. പ്രസൻസ് ഓഫ് റൈബോസോം 70S റൈബോസോം ആണെന്നേ ഉള്ളൂ, 2 പേർക്കും ഉണ്ട്. പ്രസൻസ് ഓഫ് പിഗ്മെന്റ്സ് ക്ലോറോപ്ലാസ്റ്റിന് മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രസൻസ് ഓഫ് DNA 2 പേർക്കും ഉണ്ട്. അപ്പം മൈറ്റോകോൺട്രിയക്ക് ഇല്ലാത്ത എന്താണ് പ്ലാസ്റ്റിഡ് വരിക? പിഗ്മെന്റ്സ്. സോ ആൻസർ ഓപ്ഷൻ 3. ക്ലിയർ? അടുത്തത് നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സെൽ ഡിവിഷന്റെ കാര്യമാണ്. വായിക്കാലോ? യെസ്, നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കുക. ഇൻ മിയോസിസ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ടേക്സ് പ്ലേസ് ട്വൈസ്, ബട്ട് ഡിവിഷൻ ഓഫ് ക്രോമസോം ഒക്കേഴ്സ് ഓൺലി വൺസ്. ശരിയാണ്. കാരിയോകൈനസിസ് 1, 2-ലായിട്ട് 2 പ്രാവശ്യം ന്യൂക്ലിയസ് മുറിയും, പക്ഷേ ക്രോമസോം മുറിയുന്നതിനകത്ത് 1 പ്രാവശ്യമാണ്. മിയോസിസ് 2-ന്റെ അല്ലെങ്കിൽ കാരിയോകൈനസിസ് 2-ന്റെ അനാഫേസിനാണ് സെൻട്രോമിയർ ശരിക്കും പറഞ്ഞ് ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ, അല്ലേ? ശരിയാണ്. ദെൻ മിയോസിസ് 2 is സിമിലർ ടു ഇക്വേഷൻ ഡിവിഷൻ. ശരിയാണ്. മിയോസിസ് 2 is ഈക്വൽ ടു മൈറ്റോസിസ്. അങ്ങനെ പറയാൻ കാരണം മിയോസിസ് 1-ന്റെ അവസാനം ഹാപ്ലോയിഡ് സെൽ ഫോം ചെയ്ത് കഴിഞ്ഞു. ഹാപ്ലോയിഡ് സെല്ലാണ് മിയോസിസ് 1-ന്റെ അവസാനം ഉണ്ടായതെങ്കിൽ മിയോസിസ് 2 നടക്കുന്ന സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആകണമല്ലോ. കാരണം ഹാപ്ലോയിഡ് സെല്ലിൽ നോ മോർ മിയോസിസ്. ക്ലിയർ? യെസ്, അത് ശരിയാണ്. അടുത്തത് ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ ഒക്കേഴ്സ് ഇൻ ബോത്ത് മിയോസിസ് 1 and 2. ഭയങ്കര തെറ്റ്. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? മിയോസിസിൽ സെൻട്രോമിയർ മുറിയുന്ന എപ്പോഴാണ്? അനാഫേസ് 2. ദാറ്റ് മീൻസ് മിയോസിസ് 2-ന്റെ അനാഫേസിന് മാത്രമാണ് സെൻട്രോമിയർ മുറിയുക. അടുത്തത് all the 4 cells daughter cells produced by meiosis are genetically different from each other. ശരിയാണ്. അതിന്റെ മെയിൻ റീസൺ ക്രോസിംഗ് ഓവർ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് ഏത് വരും ആൻസർ നോക്കി. 1 and 2 are true, but 3 and 4 are false. 3 4 false ആണോ? അല്ല, 4 കറക്റ്റാ. then 1 and 4 are true. 1-ഉം 4-ഉം ട്രൂ. ശരിയാണ്. 2 and 3 are false. 2-ഉം 3-ഉം false ആണോ? അല്ല, 2 കറക്റ്റാ. 3 all except 3 are true. 3 ഒഴിച്ച് ബാക്കിയെല്ലാം ട്രൂ. ശരിയല്ലേ? ഇതല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരിക, അല്ലേ? ഇപ്പം ആൻസർ ഏതാ? ഇത് ഓൾ എക്സെപ്റ്റ് 3 ആർ ട്രൂ. അടുത്ത് നോക്കി. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്. തെറ്റാണ്. അപ്പം നോക്കി, മൂന്നാമത്തെ മാത്രം തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇത് മൂന്നാമത്തെ തെറ്റെന്താണ്? സെൻട്രോമിയർ പറയുന്നത് ഓൺലി ഇൻ മിയോസിസ് 2. ഓക്കെ, നോട്ട് ഇൻ മിയോസിസ് 1. അടുത്തത് യെസ്. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ്. എന്നാ സിമ്പിൾ ക്വസ്റ്റനാ? എന്നാ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷന്റെ അകത്ത് സൊല്യൂട്ട് മോളിക്യൂൾസ് വഴി ഉണ്ടാകുന്ന പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ലെസ് ദാൻ പ്യുവർ സോൾവെന്റ്. ഈ ഒരിക്കലും അല്ല. പ്യുവർ സോൾവെന്റിന് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ഇനി സൊല്യൂഷന് ഓസ്മോട്ടിക് പ്രഷർ ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ സോൾവെന്റിനേക്കാൾ കുറവാണോ? അല്ല. എടുത്ത് നോക്കുക. മോർ ഓർ ലെസ് ദാൻ പ്യുവർ സോൾവെന്റ്. അല്ല, ഈക്വൽ ടു പ്യുവർ സോൾവെന്റ്. സോൾവെന്റിന് ഞാൻ പറഞ്ഞു, സോൾവെന്റ് മാത്രം ഒരു സിസ്റ്റം അടങ്ങിയാൽ അതിന് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടോ? ഇല്ല. സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടല്ലോ, അപ്പൊ ഈക്വൽ ടു പ്യുവർ സോൾവെന്റ് ആണോ? അല്ല. പിന്നെയോ ഗ്രേറ്റർ ദാൻ പ്യുവർ സോൾവെന്റ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് ഞാൻ സോൾവെന്റ് ഓൺലി എടുത്തു. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ OP ഞാൻ എടുക്കുവാണ്. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ 0. ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ല കേട്ടോ, ഓസ്മോട്ടിക് പ്രഷർ. ഞാൻ വേറൊരു സിസ്റ്റം എടുത്തു. ഇവിടെ സോൾവെന്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. സൊല്യൂട്ട് വരുന്നത് ഇതാണല്ലോ സൊല്യൂഷൻ. ആമേ റൈറ്റ്? അപ്പൊ ഇവിടെ സൊല്യൂട്ട് ഉള്ളിടത്തോളം കാലം ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഓൾവേസ് പ്രസന്റ്. ആമേ റൈറ്റ്? അപ്പൊ തീർച്ചയായിട്ടും സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ സോൾവെന്റിനേക്കാൾ കൂടുതൽ. സോ ഗ്രേറ്റർ ദാൻ പ്യുവർ സോൾവെന്റ് ഈസ് ദ ഫാന്റാസ്റ്റിക് ആൻസർ. ഓക്കെ, വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സെൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട് എന്നുള്ളത് അടിസ്ഥാനപര മീനിങ് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അടുത്തത് യെസ്. വിത്ത് റെഫറൻസ് ടു ദ മിനറൽ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർ ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്. റോൾ ഓഫ് എലമെന്റ്സിൽ നമ്മൾ എലമെന്റ്സിന്റെ റോള് പറയും. അതിനകത്ത് ഏതാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം.
മോളിബ്ഡിനം റിക്വയർഡ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് നൈട്രസ് റിഡക്ഷൻ ശരിയാണ്. മെയിൻ കാരണം ഈ രണ്ട് പ്രോസസ്സിലും വരുന്ന ഒരുപാട് എൻസൈംസിന്റെ ആക്ടിവേറ്റർ ആണ് മോളിബ്ഡിനം. ദാറ്റ് ഇസ് കറക്റ്റ്. മാംഗനീസ് റിക്വയർഡ് ഫോർ ഇന്റഗ്രിറ്റി ഓഫ് ഫ്ലോറോപ്ലാസ്റ്റ് മെമ്പറൈൻ ആൻഡ് ഫോർ ഓക്സിജൻ റിലീസ് ഇൻ ഫോട്ടോസിന്തസിസ് ശരിയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാലോ ഫോട്ടോളിസിസ് നടക്കണമെങ്കിൽ മാംഗനീസും ക്ലോറിനൊക്കെ വേണം. ശരിയല്ലേ? യെസ്. അയേൺ റിക്വയർഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് പിഗ്മെന്റ് ശരിയാണ്. ദെൻ മഗ്നീഷ്യം ഇൻവോൾവ് ഇൻ ഓസ്മോസിസ് ആൻഡ് അയോണിക് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഭയങ്കര തെറ്റ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റയ്ക്കൊക്കെ വേണ്ട എലമെന്റ് ഏതാണ്? അത് പൊട്ടാസ്യോ, മഗ്നീഷ്യം അല്ല. സോ ഇതിനകത്ത് റോങ് പെയർ ആയിട്ട് കിടക്കുക ഓപ്ഷൻ 4. ഓക്കെ, യെസ്. അടുത്തത് യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആക്സസറി പിഗ്മെന്റ്? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലത്തെല്ലാം കാണുന്ന പിഗ്മെന്റ്സുകൾ ക്ലോറോഫിൽ അടക്കം പല ആൾക്കാരുണ്ട്. എങ്കിൽ അത് പ്രധാനപ്പെട്ട 4 പേരുടെ സ്പ്ലിറ്റ് ആയിട്ട് പറയുമ്പോൾ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ. അതിനകത്ത് യൂണിവേഴ്സൽ പിഗ്മെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ലോറോഫിൽ എ ആണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ആക്സസറി എന്നാണ് പറയുക. എന്താണ് ക്ലോറോഫിൽ എയുടെ പ്രാധാന്യം? ക്ലോറോഫിൽ ഓൺലി ക്യാൻ എമിറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ആഫ്റ്റർ ഫോട്ടോ എക്സൈറ്റേഷൻ. അതുകൊണ്ട് ആക്സസറി ആരാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ എ ആക്സസറി അല്ല. അപ്പം ക്ലോറോഫിൽ ബി ആക്സസറി ആണ്, സാന്തോഫിൽ ആക്സസറി ആണ്. അപ്പൊ ആരൊക്കെ ആക്സസറി? ഓൾ എക്സെപ്റ്റ് 1. ക്ലോറോഫിൽ ഒഴിച്ച് ബാക്കി 2 പേരും ആക്സസറി ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്തത് നല്ല ക്വസ്റ്റ്യൻ. C51H92O6 ട്വൈസ് പ്ലസ് 145O2 gives 102 CO2 plus 98 H2O. കാൽക്കുലേറ്റ് ദ ആർക്കി വാല്യൂ, സെലക്ട് ഇറ്റ് ആൻഡ് ദ സബ്സ്ട്രാക്ട് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. സൂപ്പർ ക്വസ്റ്റ്യനാ. ഒത്തിരി എക്സ്പ്ലനേഷൻ പറയാൻ സമയമില്ല, എങ്കിലും അറിയാലോ. നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ പേര് ഇവിടെ ഇതൊരു ഫാറ്റ് ആണെന്ന് കാണുമ്പോൾ അറിയാം. പോട്ടെ, ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. നോക്കി, കൺസ്യൂം ചെയ്ത ഓക്സിജൻ 145, പുറത്തോട്ട് പോയ CO2 വളരെ കുറവ്. ആദ്യമായിട്ട് ചിന്തിച്ചേ, ഈ റിയാക്ഷനിൽ എന്തുകൊണ്ട് ഓക്സിജന്റെ എണ്ണം കൂടി? ഓക്സിജൻ വളരെ കൂടാൻ കാരണം എന്നതാ? സബ്സ്ട്രേറ്റിന്റെ അകത്ത് ഓക്സിജന്റെ എണ്ണം കാർബണിനൊക്കെ കുറവായതുകൊണ്ടാണ്. ആ ക്രൈറ്റീരിയ ഒക്കെ അറിയാലോ. അപ്പൊ സബ്സ്ട്രേറ്റിന്റെ അകത്ത് ഓക്സിജന്റെ എണ്ണം കാർബണിനേക്കാൾ കുറവായതുകൊണ്ട് പുറത്തു നിന്നെടുത്ത് ഓക്സിജൻ ഒരുപാട് കൂടുതലും പുറത്തോട്ട് പോയ CO2 വളരെ കുറവുമാണ്. അപ്പൊ സാധാരണ സബ്സ്ട്രേറ്റിന്റെ അകത്ത് ഓക്സിജൻ കുറവ്, കാർബൺ കൂടുതൽ. അതിലൂടെ എടുക്കുന്ന ഓക്സിജന്റെ അളവ് കൂടുന്നു, പുറത്തോട്ട് പോകുന്ന CO2 കുറഞ്ഞു വരുന്നത് ആരുടെ കേസിലാ? അത് ലിപ്പിഡും പ്രോട്ടീനും ബാധകമാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിർത്തി. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ അകത്ത് കാർബണും ഓക്സിജനും അതൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്ന ഓക്സിജന്റെ അളവും പുറത്തോട്ട് വന്ന CO2 ഏകദേശം ഒരുപോലെ വരും. അതുകൊണ്ടാണ് RQ1. ഓർഗാനിക് ആസിഡിന്റെ പ്രത്യേകത എന്നതാ? ദേ ആർ റിച്ചർ ഇൻ ഓക്സിജൻ. ഓർഗാനിക് ആസിഡിന്റെ ഫോർമുലയിൽ ഓക്സിജൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ പുറത്തുനിന്ന് എടുക്കുന്ന ഓക്സിജന്റെ അളവ് കുറയും, പുറത്തോട്ട് നിന്ന് CO2 കൂടും. അപ്പോൾ CO2/O2 ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പൊ തിരിച്ച് സബ്സ്ട്രേറ്റിന്റെ അകത്ത് ഓക്സിജൻ കുറവ്, അപ്പൊ കാർബൺ കൂടുതൽ. അതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കുന്ന ഓക്സിജൻ കൂടുതൽ, പുറത്തോട്ട് നിന്ന് CO2 കുറവ്. അപ്പോഴല്ലേ CO2/O2 എടുക്കുമ്പോൾ <1 വരിക. അങ്ങനെ വരുന്ന ആരുടെ കാര്യത്തിലാ? ഒന്നെങ്കിൽ ലിപ്പിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കാർബോഹൈഡ്രേറ്റ് വരികയില്ല, ഓക്സാലിക് ആസിഡ് വരികയില്ല, ടാർട്ടാറിക് ആസിഡ് വരികയില്ല, ട്രൈപാമിറ്റിൻ വരാം. ബിക്കോസ് ട്രൈപാമിറ്റിൻ ഇസ് എ ഫാറ്റ്. ഫാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ലിപ്പിഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് വരികയില്ലാത്തതിന് കാരണം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ 2 ഒരേ നമ്പർ വരും. ഓക്സാലിക് ആസിഡോ ടാർട്ടാറിക് ആസിഡോ ആണെങ്കിൽ ഓർഗാനിക് ആസിഡ്, അവരുടെ കാര്യത്തിൽ CO2 കൂടുതലും ഓക്സിജൻ കുറവും വരും. മനസ്സിലായോ? ട്രൈപാമിറ്റിനോ പ്രോട്ടീനോ ഒക്കെ ആണെങ്കിൽ ഓക്സിജൻ കൂടുതലും CO2 കുറവും വരും. സമച്ചാ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അടുത്തത് യെസ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്കവറി ഓഫ് ഹോർമോൺസ് ആണ്? കസിൻസ്, എഥിലീൻ ശരിയാണ് അല്ലെ? നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കുറോസാവ ഗിബ്രലിൻ ഡിസ്കവറി, നമ്മുടെ ഡിസീസ് ഫംഗൽ ഡിസീസ് ഐഡന്റിഫൈ ചെയ്തയാളാണ്. FW1 ഓക്സിജൻ ഐസൊലേറ്റ് ചെയ്തയാളാണ്. ഡാർവിൻ സൈറ്റോകൈനിൻ ഒരു ബന്ധവുമില്ല. ഡാർവിനും സണ്ണും കൂടെ ഓക്സിജന്റെ പ്രസൻസ് അവർ തിരിച്ചറിഞ്ഞതാണ് ഡാർവിൻ. സൈറ്റോകൈനിൻ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ സ്കൂഗ് ആൻഡ് മില്ലറാണ്. അപ്പം സൈറ്റോകൈനിന്റെ കണ്ടുപിടുത്തമായിട്ട് ഡാർവിൻ യാതൊരു കോറിലേഷനുമില്ല. സോ ദിസ് ഇസ് എ റോങ് പെയർ. ഓക്കെ, അടുത്തത് സെലക്ട് ദ പ്ലാന്റ്സ് പോളിനേറ്റഡ് ബൈ വാട്ടർ. ഇപ്പം അത് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ ടൈപ്പ് അക്കോർഡിംഗ് ടു ദ പോളിനേറ്റിംഗ് ഏജൻസ് പറയുന്നിടത്ത് വാട്ടർ പോളിനേഷന്റെ കാര്യം ഓർക്കുക. വാട്ടർ പോളിനേഷൻ കോമൺ ഇൻ ഹൈഡ്രോഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
ഹൈഡ്രോഫൈറ്റുകളിലാണ് വാട്ടർ പോളിനേഷൻ എന്ന് പറയുമ്പോഴും എല്ലാ ഹൈഡ്രോഫൈറ്റുകളിലും ഒന്നും വാട്ടർ പോളിനേഷൻ അല്ല. ഹൈഡ്രോഫൈറ്റുകൾ തന്നെ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫ്ലവർ അട്രാക്റ്റീവ് ആണെങ്കിൽ പോളിനേഷൻ അവിടെ അനിമോഫിലിയോ പിന്നെ സൂഫിലിയോ വരാം. അപ്പം അതുകൊണ്ട് വാട്ടർ പ്ലാന്റ്സുകളിൽ തന്നെ വാട്ടർ പോളിനേഷൻ കോമൺ ആയിട്ട് നടക്കുന്ന 2-3 പ്ലാന്റ്സുകളെ പരിചയപ്പെടുന്ന ഏതൊക്കെയാണ്? അവിടെ സോസ്റ്റീറ, അതുപോലെ നമ്മുടെ വാലിസിനേറിയ എക്സെട്ര അല്ലേ ഉള്ളൂ. അപ്പം അതിനകത്ത് കാര്യം വാട്ടർ ഹയാസിന്തും വാട്ടർ ലിലിയും വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിലും പ്രത്യേകത അവർ മുകളിൽ പൊങ്ങിക്കിടന്ന ഫ്ലവർ അട്രാക്റ്റീവ് ആയതുകൊണ്ട് പോളിനേറ്റിംഗ് ഏജൻസ് വിൻഡോ ആനിമലോ ഒക്കെ വരാം. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അക്വാട്ടിക് ഹാബിറ്റാറ്റുമായിട്ട് ഭയങ്കര ബന്ധമുള്ളത് എയും ബിയും സിയും ഇയും ആണ്. അതിനകത്ത് എയിലും സിയിലും പോളിനേഷൻ ബൈ വാട്ടർ അല്ല, അതിനകത്ത് വാട്ടർ പോളിനേഷൻ വരുന്നത് സോസ്റ്റീറ വാലിസിനേറിയ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി സി ആൻഡ് ഇ ഓൺലി ഓപ്ഷൻ 3. ഓക്കെ, അടുത്തത് യെസ് ഫ്രം സ്ട്രാറ്റജീസ് പോയിന്റ് ഔട്ട് ദി ഇൻകറക്റ്റ് മാച്ച്. നമ്മുടെ ബ്രീഡിംഗ് ഫോർ പെസ്റ്റ് റെസിസ്റ്റൻസിന്റെ എക്സാമ്പിളുകൾ കിടക്കുന്ന ബോക്സിന്റെ മാച്ചിങ് പെയറാണ് ചോദിച്ചിരിക്കുക. അപ്പം ഇൻകറക്റ്റ് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. മസ്റ്റാർഡ് പ്യൂസ ഗൗരവ് ശരിയാണ്. ഫ്ലാറ്റ് ബീൻ പ്യൂസ സെം 2 ശരിയാണ്. ഒക്ര പ്യൂസ A4 ശരിയാണ്. ബിൻഡി അത് തന്നെയാണ് ഒക്ര. പ്യൂസ സെം 3 തെറ്റാണ്. കാരണം പ്യൂസ സെം 3 എന്ന് പറയുന്ന ഫ്ലാറ്റ് ബീനിന്റെ തന്നെ വെറൈറ്റി അല്ലേ. അപ്പം ബിൻറ്റി പ്യൂസ സെം 3 ഇത് റോങ് ആണ്. ഓക്കെ, ഒക്ര ബിൻഡിയുടെ പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റിയുടെ പേര് പ്യൂസ M4, അതുപോലെ തന്നെ പ്യൂസ സവാനിയൊക്കെ ഉണ്ട്. എനിവേ പ്യൂസ സെം 3 ഈസ് അനദർ pest resistant variety of flat bean. It's not about bindi. Okay, so option 4 is the wrong pair. Samcha? Yes. Next one. Yes, match the column 1 with the column 2 and select the correct answer using the codes given below. Anyway, it is from, I think, the chapter Biotech Principles and Process. ബയോടെക്കിന്റെ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന റെസ്ട്രിക്ഷൻ ആൻഡ് സേവിന്റെയോ വെക്ടറിന്റെയോ ഒക്കെ ചില കമ്പോണൻസുകളെ കോറിലേറ്റ് ചെയ്യാനാണ്. ഓൾസോ റിഗാർഡിംഗ് ദി name of enzyme with respect to the isolation of DNA. നമുക്ക് നോക്കാം. പ്ലാസ്മിഡ് ഇതിനകത്ത് മാച്ച് വിത്ത് വാട്ട്? പ്ലാസ്മിഡ് ഈസ് എക്സ്ട്രാ ക്രോമസോമൽ DNA. സോ A2. ഇപ്പൊ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. ബാക്കി നോക്കാം. ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ യൂസ്ഡ് ആസ് നോ ഡൗട്ട് സെലക്ടബിൾ മാർക്കർ B1 ശരിയാണ്. TA പ്ലാസ്മിഡ് നമുക്കറിയാം ദാറ്റ് ഇസ് എ വെക്ടർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ജീൻ ഇൻടു ഹയർ പ്ലാന്റ്സ് ടേക്കൺ ഫ്രം Agrobacterium tumefaciens. So C4 ശരിയാണ്. Chitinase is an enzyme used for isolation of gene from fungus. ഓർക്കുന്നുണ്ടല്ലോ. So definitely answer option 3. Okay? Yeah. A2, B1, C4, D3. Okay? Yes. അടുത്തത് ലാസ്റ്റ് ബഡ് വൺ. മാച്ച് ദ ഫോളോയിങ്. ദറ്റ് ഈസ് റിഗാർഡിംഗ് ദി റെസ്പോൺസ് ടു എബയോട്ടിക് ഫാക്ടേഴ്സ്. എക്സാമ്പിൾസുകളാണ്. ഹൈബർനേഷൻ. വാട്ട് ഈസ് ഹൈബർനേഷൻ? ഹൈബർനേഷൻ ഈസ് നമുക്കറിയാം വിന്റർ സ്ലീപ്പിംഗ് ആണ്. സോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഫ്രോഗ് ആൻഡ് പോളാർ ബിയർ 1 മാച്ചസ് സി. 2 ഓപ്ഷൻ അങ്ങനെയുണ്ട്. ദെൻ ഈസ്റ്റിവേഷൻ തീർച്ചയായിട്ടും സമ്മർ സ്ലീപ്പിംഗ് ആണ്. സോ 2 മാച്ചസ് ഡി. വീണ്ടും 2 ഒരുപോലെയാണ്. സ്പോർ ഫോർമേഷൻ വെരി കോമൺ ഇൻ നമുക്കറിയാം ബാക്ടീരിയ ആൻഡ് ഫംഗസ്. സോ 4 മാച്ചസ് ബി. സോറി, ഡയാപ്പോസ് പറഞ്ഞല്ലോ. ഡയാപ്പോസ് വെരി കോമൺ ഇൻ സൂപ്പ് പ്ലാങ്ടൺ. സോ 3 മാച്ചസ് ഇ അല്ലേ. ദെൻ സ്പോർ ഫോർമേഷൻ ബാക്ടീരിയ ഫംഗസ് 4 മാച്ചസ് ബി. മൈഗ്രേഷൻ വെരി കോമൺ ഇൻ ബേഡ്. സോ 5 മാച്ചസ് എ. സോ 1 സി, ദെൻ 2 ഡി, ദെൻ 3 ഇ, ദെൻ 4 ബി ആൻഡ് 5 എ. ഓപ്ഷൻ 4 നല്ല ആൻസർ. ഓക്കെ, ലാസ്റ്റ് വൺ. ലാസ്റ്റ് നോക്കിയാൽ നമ്മുടെ എക്കോളജിസ്റ്റം ചാപ്റ്ററിൽ നിന്നാണ്. വിച്ച് അമോങ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, വായിക്കാലോ അല്ലേ. നോക്കുക. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. ശരിയാണ് അല്ലേ. അതായത് ട്രോഫിക് ലെവലിലെ ആൾക്കാർ ബയോമാസ് സ്റ്റോർ ചെയ്യുന്നതിന്റെ അളവ്. ശരിയാണ്. അടുത്തത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരിയഡ് ബൈ പ്ലാന്റ്സ്. ശരിയാണ്. പ്രൊഡ്യൂസർ ലെവലിലെ പ്രൊഡക്ടിവിറ്റിയാണ് പ്രൈമറി. ശരിയാണ്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ലോസ് ഈസ് ദ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. തെറ്റല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നതാ NBP മൈനസ് റെസ്പിറേറ്ററി കോസ്റ്റ് ഈക്വൽ ടു GPP എന്നാണ് പറഞ്ഞത്. ഇത് തെറ്റാ. ശരിക്കും അങ്ങനെയാ.
ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി കോസ്റ്റ് ഈക്വൽ ടു NBP. ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് ശരി, ഇത് തെറ്റ്. അപ്പം ഈ മുകളിലത്തെ തെറ്റല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അടുത്തത്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ദ അവൈലബിൾ ബയോമാസ് ഫോർ കൺസപ്ഷൻ ഹെറ്ററോട്രോഫ്. തെറ്റല്ലേ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ബയോമാസ്, അതിന്റെ ഒരു ഭാഗം പ്ലാന്റ്സ് റെസ്പിറേഷൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് സ്റ്റോർ ചെയ്യുന്ന NBP ആണ് ഹെറ്ററോട്രോഫിന് ആപ്ലിക്കബിൾ ആയിട്ട് വരിക, അവൈലബിൾ. അപ്പം അതുകൊണ്ട് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അവൈലബിൾ ബയോമാസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. അപ്പം ചോദ്യം ഇതിനകത്ത് ഫാൾസ് ആണ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് ഫാൾസ്? തീർച്ചയായിട്ടും 3 and 4 ഫാൾസ് അല്ലേ? സോ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 1. അപ്പം ഇത് രണ്ടിലും തെറ്റ് മനസ്സിലായല്ലോ. ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി കോസ്റ്റ് ആണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അല്ലാതെ തിരിച്ചല്ല. അതുപോലെ ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിൻ അവൈലബിൾ ആകുന്നത് GPP അല്ല പിന്നെയോ NBP ആണ്. അപ്പം തീർച്ചയായിട്ടും ഇത് രണ്ടും തെറ്റായിട്ട് വരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഓൾ യൂണിറ്റ്, അനദർ ഓൾ യൂണിറ്റ് ഈസ് ഗോയിങ് ടു ആൻ എൻഡ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഓൾമോസ്റ്റ് കവറേജ് വരുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. വലിയ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തില്ലെങ്കിലും എല്ലാ ഏരിയാസുകളും. അപ്പം എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കുക, ഇനി തെറ്റാതെ ശ്രമിക്കുക. ഇനി അധികം ദിവസങ്ങൾ പരീക്ഷിക്കില്ല. സോ ഗോ എഹെഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, ബൈ.